അപ്പം ഇവിടെ ഇപ്പം എന്താണ്, ഇവിടെ ഇപ്പം ഈ റൂമിൽ എന്താണ് നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ, JKVയോട് പ്രതീഷ് പേപ്പർ ചോദിച്ചു, എന്നിട്ട് പ്രതീഷ് എക്സസ് ബിൽ പോലും അറിഞ്ഞില്ല എന്നതാണ് പ്രശ്നമായിട്ട്, ഒരു വലിയ പ്രശ്നമായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിനാണ് കൗണ്ടറായിട്ട് വിഗ്നു നിങ്ങൾ പേപ്പർ വായിച്ചിട്ടാണ്. ഇവിടെ ഒരുപാട് തീസ്റ്റിക് റൂമുകളുണ്ട്. ഇവരെല്ലാം റൂമിടും, എന്നിട്ട് ഏത്തിസ്റ്റ് കട, ഇവരൊക്കെ മണ്ടന്മാരാണ്. ഈ ന്യൂ ഏജ് ഏത്തിസ്റ്റുകളുണ്ട്, ഇവരൊക്കെ മണ്ടന്മാരാണ്, ഇവർ പൊട്ടന്മാരാണ്, ഇവർക്കൊരു വിവരവും ഇല്ല. കയറി വാടാ, നിങ്ങളൊക്കെ ഈ ചാറ്റിൽ കയറി വന്ന് നിങ്ങളൊക്കെ തേച്ചൊട്ടിക്കിട എന്ന് പറയുന്ന കുറേ തീസ്റ്റുകളുണ്ട്. കുറേ തീസ്റ്റ് അവർ ഫിലോസഫി ആണ് പറയുന്നത്, ഫിലോസഫിക്കൽ റൂംസ് ആണ് നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് പ്യുവർ അറ്റ് ഹോമിനോ പ്യുവർ സംഭവങ്ങളൊക്കെ നടത്തുന്ന ഒരു വിഭാഗം എത്തിസ്റ്റിക് റൂംസ് ഇവിടെ നടക്കാറുണ്ട്. ആ റൂമുകളിൽ ഇത് സ്ഥിരമായിട്ട് നടക്കുന്നതാണ്. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കയറി വേണം, നിങ്ങൾക്ക് എത്തിസ്റ്റുകൾക്ക് എന്തെങ്കിലും അറിയാവോടാ, ഇവരൊക്കെ മണ്ടന്മാരാടാ, നിങ്ങളുടെയൊക്കെ ഗുരു RC ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിഴിയോടാ, അത് ഈയോടാ ഇതിയോടാ എന്നൊക്കെ പറഞ്ഞിട്ട് പല റൂംസ് നടക്കാറുണ്ട്. നമ്മളെന്തായാലും ഇപ്പം റിഡക്റ്റീവ് ടീം എന്തായാലും അങ്ങനെ ഒരു റൂമുകളൊന്നും നടത്താറില്ല. നമ്മളിപ്പോൾ ഇടുന്ന റൂമുകൾ പോലും നമ്മൾ മോഡസ്റ്റ് ക്ലെയിംസ് ആണ് ഇടുന്നത്. മോർ ലൈക്ലി ടു ബി ട്രൂ, ദിസ് ഇസ് ട്രൂ, നമ്മുടെ ബിലീഫ്സ് ഇതാണ്, നിങ്ങൾക്ക് ആ ഒരു വ്യൂ ഹോൾഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ തീസിനെ പോലും വിളിച്ചിട്ട് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നുള്ള രീതിയിലുള്ള ഓണസ്റ്റ്ലി ഫിലോസഫി എങ്ങനെയാണോ ചർച്ച ചെയ്യേണ്ടത്. ഓക്കെ, യു ഹാവ് യുവർ ബിലീഫ്, യു ഹാവ് യുവർ റാഷണൽ ജസ്റ്റിഫിക്കേഷൻ, വൈ വി ഡോണ്ട് അക്സെപ്റ്റ് യുവർ റാഷണൽ ജസ്റ്റിഫിക്കേഷൻസ് എന്നുള്ള ക്ലബ് ഹൗസ് റൂമുകളാണ് നടക്കുന്നത്. പിന്നെ യൂട്യൂബിൽ നമ്മൾ ട്രോളിങ് നടത്താറുണ്ട്. അങ്ങനെയുള്ള എന്താ പറയുന്നത് ഷോർട്ട് ക്ലെയിംസ് വയ്ക്കുന്ന കുറേ അഹങ്കാരം കാണിക്കുന്ന കുറേ ആളുകളെ ഷോർട്ട് ക്ലെയിംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ JKVയുടെ അന്നത്തെ ഇൻസിഡന്റിൽ നടന്നതാണ്. JKV ഒരാളോട്, ജോർജ് എന്ന് പറഞ്ഞൊരു പുള്ളി അവിടെ ഇരിപ്പുണ്ട്. ആ പുള്ളിക്ക് നിങ്ങൾക്ക് എവല്യൂഷൻ അറിയാമോ? അപ്പം ആ പുള്ളി പറയണേ ഇല്ല. അപ്പോൾ JKV പറഞ്ഞു, ഇഫ് എവല്യൂഷൻ ഈസ് ട്രൂ യു ഷുഡ് ബി എ തീസ്റ്റ്. അപ്പം അതെന്താ? അപ്പം നിങ്ങൾ വായിച്ചിട്ടാണ്, നിങ്ങളൊന്ന് പോയി വായിച്ചിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കയറി ചോദിച്ചു അതെന്ത് ആർഗ്യുമെന്റ് ആണ്? വേറെ ഇത് ഒരു സ്ട്രോങ് ആർഗ്യുമെന്റ് ആണ്, ഇറ്റ്സ് എ സ്റ്റോൺ ഇൻ ദ ഷോ. അപ്പം ഞാൻ വെച്ചാൽ അതിന് റെസ്പോൺസ് ഒന്നും ഇല്ലേ? എത്ര റെസ്പോൺസ് അതിന് JKV വായിച്ചിട്ടുണ്ട്? JKV ഞാൻ റെസ്പോൺസ് ഒന്നും വായിച്ചിട്ടില്ല. JKV പറയാം എനിക്ക് സാം ഹാരിസും പോൾ ഡ്രേപ്പറും ഒന്നും കൊണ്ടുവരും. ഞാൻ പറഞ്ഞു സാം ഹാരിസും പോൾ ഡ്രേപ്പറോ? അതൊന്നും ഇല്ല, ഞാനൊരു റെസ്പോൺസ് പറയാമെന്ന് പറഞ്ഞു. ഞാൻ റെസ്പോൺസ് പറഞ്ഞു. ഇങ്ങനൊരു റെസ്പോൺസ് ഉണ്ട്. ഞാനൊരിക്കലും ഒരു സ്ഥലത്ത് പോയി ക്ലെയിം വെക്കാറില്ല, ഞാനൊരു ആർഗ്യുമെന്റിന്റെ എല്ലാ പേപ്പേഴ്സും വായിച്ചിട്ടാണ് ഞാൻ വരുന്നതെന്നൊരു ക്ലെയിം എവിടെയും വെക്കാറില്ല. ഞാനൊരു പേപ്പറിന്റെ ആർഗ്യുമെന്റ്സ് എല്ലാം വായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വായിച്ചിട്ടില്ല എന്നതുകൊണ്ട് നിങ്ങളുടെ വ്യൂ ശരിയല്ല എന്നൊരു ക്ലെയിമും ഞാൻ വെക്കാറില്ല. ആ ക്ലെയിം വെക്കുന്നത് ഇവിടുത്തെ തീസ്റ്റുകളാണ്. അങ്ങനെയുള്ള സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുന്നത്, ഞങ്ങളുടെ എന്തോ ആർഗ്യുമെന്റ്സ് ഉണ്ട്, നമ്മളിപ്പോൾ ഏത്തീസം അങ്ങ് ഇല്ലാതാക്കി കളയുന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന റൂമിൽ കയറിയിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണ്, ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സ് ഉണ്ട്. ഞാൻ അറ്റ്ലീസ്റ്റ് ഒരു 3-4 റെസ്പോൺസ് വായിച്ചിട്ടുണ്ട്. അതിലൊരു റെസ്പോൺസാണ്, എനിക്കൊരു 3-4 റെസ്പോൺസ് ഓർമ്മയുണ്ട്. അതിലൊരു റെസ്പോൺസ് ഞാൻ ഇവിടെ പറഞ്ഞു. ഇനി JKV റൂം ഇട്ടോ വേണമെങ്കിൽ റൂം ഇടാം, നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇപ്പോൾ ആശിഷ് ഇവിടെ വന്നു. ഇപ്പം നേരത്തെ എന്താ വിഗ്നുവിനെ രക്ഷിക്കാൻ പ്രതീക്ഷനെ രക്ഷിക്കാൻ വിഗ്നു എന്ന് പറഞ്ഞാൽ JKVനെ രക്ഷിക്കാൻ ആശിഷ് കോംബോ ഇവിടെ കയറി വരികയാണ്. ഇവർ വന്ന് കയറിയിട്ട് ഇവരെന്താണ് മൂറിയൻ റെസ്പോൺസ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ പറഞ്ഞു. ഇപ്പൊ വിഗ്നു ഇവിടെ ചെയ്ത അതേ സംഭവം ഇവർ ചെയ്തിട്ടുള്ളൂ. ഇവരെന്താ ചെയ്തിട്ടുള്ളത്? ഇവര് ആകെ അറ്റാക്ക് ചെയ്തിട്ടുള്ളത്, ഇപ്പൊ ആഷറിന്റെ മെയിൻ ആർഗ്യുമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എംപെരിക്കൽ എവിഡൻസ് ഉണ്ട്, ഗ്ലോബൽ ഡിഫീറ്റേഴ്സിന് ഇത് വർക്കാവില്ല എന്നൊരു സംഭവമാണ് വെച്ചത്. പക്ഷെ എന്താണ് ആർഗ്യുമെന്റ് എന്താണെന്ന് ആഷർ പറഞ്ഞിട്ടില്ല. ആർഗ്യുമെന്റ് വിഗ്നു നേരത്തെ അറ്റ്ലീസ്റ്റ് സമ്മറൈസ് എങ്കിലും ചെയ്തു. വിഗ്നു കൊണ്ടുവന്ന ഷേഫർ പേപ്പറിൽ ഒരു വിഗ്നു സമ്മറൈസ് എങ്കിലും ചെയ്തു. ആശിഷ് ഇവിടെ സമ്മറൈസ് പോലെ ആകെ ആഷർ കൊണ്ടുവന്നിട്ട് ഒരു എക്സസ് ബിൽ സംഭവമാണ്. പിന്നെ റാഡിക്കൽ സ്കെപ്റ്റിസിസത്തെ കുറിച്ച് പറഞ്ഞു. അതിന് ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ റാഡിക്കൽ സ്കെപ്റ്റിസിസം അല്ല പറയുന്നത്, ഞാൻ വയ്ക്കുന്നത് എന്താ പറയുന്നത് എപ്പിസ്റ്റമോളജിക്കൽ ഒരു വ്യൂ ആണ്. അതായത് സീമിംഗ്ലി ട്രൂ എന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് റാഷണലി ജസ്റ്റിഫൈഡ് ആണ് എന്ന് പറഞ്ഞു. അതിന് ആഷർ പറഞ്ഞു എക്സസ് ബിൽ എന്നുള്ളൊരു സംഭവം ഉണ്ടോ, അതിലൊരു പ്രോബ്ലം ഉണ്ട്. ദ പ്രോബ്ലം ഈസ് ഏത് എപ്പിസ്റ്റമോളജിക്കൽ ഗ്രൗണ്ട്സിൽ നിങ്ങൾ നിന്നാലും, ഏത് എപ്പിസ്റ്റമോളജി നിങ്ങൾ എടുത്താലും അതിനെ ഡിഫീറ്റ് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ തിയറി ഓഫ് ട്രൂത്ത് അല്ലെങ്കിൽ എന്തെടുത്താലും, എന്ത് എപ്പിസ്റ്റമോളജി എടുത്താലും അതിനെ കൗണ്ടർ ഇൻഡ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. അതാണ് ഫിലോസഫിയിൽ എപ്പിസ്റ്റമോളജിയിൽ ഒരു തീരുമാനം ആയിട്ടില്ല. എന്താണ് എപ്പിസ്റ്റമോളജി? റാഷണലിസം എടുക്കണോ, എംപിരിസിസം എടുക്കണോ, എവിഡൻഷ്യലിസം എടുക്കണോ, ഫിനോമിനൽ കൺസർവേറ്റിസം എടുക്കണോ, എക്സ്റ്റേണലിസം എടുക്കണോ, ഇന്റേണലിസം എടുക്കണോ? എല്ലാത്തിനും എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. ഇതെല്ലാം കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 100% റിലയബിൾ ആയിട്ടുള്ള ഒരു എപ്പിസ്റ്റമോളജിക്കൽ വ്യൂ ഇല്ലെന്നാണ്. എനിക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഗ്രൗണ്ട് എടുത്തു. എന്താണ്? if the way things seem or appear to be in this way, I am rationally justified. ഓക്കെ, അതിന് ഒരു എക്സസ് ബിൽ സംഭവം കൊണ്ടുവന്നുകൊണ്ട് എക്സസ് ബിൽ സംഭവത്തിൽ ഇത് വർക്കാവില്ല, ശരിയാണ്. പക്ഷെ എൻ്റെ ക്ലെയിം എന്ന് വെച്ചാൽ 100% ഒരു എന്താ പറയുന്നത് എപ്പിസ്റ്റമോളജിക്കൽ ഗ്രൗണ്ട് വെക്കണമെന്നല്ല. നമ്മുടെ ക്ലെയിം ആണ് ഇവിടെ മോഡസ്റ്റ്, നമ്മളാണ് വയ്ക്കുന്നത്.
നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണ് എന്നത് ചില കാര്യങ്ങളിൽ നമ്മൾ ട്രൂത്ത് സീക്കേഴ്സ് ആണ്, ചില കാര്യങ്ങളിൽ ട്രൂത്ത് സീക്കേഴ്സ് അല്ല എന്ന ക്ലെയിമാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ആ ക്ലെയിമിനെതിരെ ആർഗ്യുമെന്റ്സ് ഒന്നും തന്നെ ഈ റൂമിൽ ഇതുവരെ വന്നിട്ടില്ല. ഈ റൂമിൽ ആ പേപ്പർ വായിച്ചിട്ടുണ്ടോ, ആ പേപ്പർ വായിച്ചിട്ടുണ്ടോ എന്നൊരു പട്ടി ഷോ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതല്ലാതെ അതിനെതിരാണ് വിഗ്നു കൊണ്ടുവന്ന് നോക്കൂ, ഞങ്ങൾ ഒരു പേപ്പർ പറയാം, നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ട്, വിഗ്നു എന്നിട്ട് സമ്മറൈസും ചെയ്തു, എന്നിട്ട് അപ്പോൾ ഉടനെ വിഗ്നു അത് പറ, വിഗ്നു അത് പറ, വിഗ്നു അത് പറ, ഹേ ഹൂ ഹി ഹി എന്നൊക്കെ പറഞ്ഞു. ഞാൻ വെച്ച ആർഗ്യുമെന്റ് ഇപ്പോഴും എയറിലാണ്. ഞാൻ ഒരു പ്രിമൈസ് വെച്ചു, ഇപ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ല എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഹൗ ഇസ് ഇറ്റ് എ ഡിഫീറ്റർ? അതൊരു ഡിഫീറ്റർ എങ്ങനെ ആവുന്നത്? ഇറ്റ് മീൻസ് ദാറ്റ് പ്രോബബ്ലി യുവർ ബിലീഫ് ഈസ് റോങ്. നോ, ഇത് പ്രോബബ്ലി യുവർ ബിലീഫ് ഈസ് റോങ് എന്നതല്ല, ഇറ്റ്സ് എ ഗ്ലോബൽ ഡിലീഷൻ. നിങ്ങൾക്ക് റാഷണലി ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന ഒരു ഡിഡക്റ്റീവ് അല്ലെങ്കിൽ ഒരു ലോജിക്കൽ ഡിഡക്ഷനിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു എന്ന ചോദ്യം ഞാൻ ചോദിച്ചിട്ട് ഒരു 1.5 മണിക്കൂറായി. അതിന് ഒരു ഉത്തരം ആഷർ പറയുന്നില്ല, ആശിഷ് പറയുന്നില്ല. ഇവര് റിഡക്റ്റീവിൽ അങ്ങനെയാണ്, ഇവര് പ്രതീക്ഷ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, കുറെ നെഗറ്റീവ്സ് പറഞ്ഞു. ഇപ്പൊ ഇവര് പറഞ്ഞു ഞങ്ങൾ പേപ്പർ കോട്ട് ചെയ്യുക മാത്രമല്ല ഞങ്ങൾ ആർഗ്യുമെന്റ്സും പ്രസന്റ് ചെയ്യുന്നു. ഇവര് വെച്ച ആർഗ്യുമെന്റ്സ് ഇപ്പൊ ഞാൻ തന്നെ ഇവർ ഈ താഴെ കേൾക്കുന്ന ഏതെങ്കിലും എടാ ആഷറും ആശിഷും വെച്ച ആർഗ്യുമെന്റ് ഒന്ന് പറഞ്ഞേ, ഒന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ അവർ വണ്ടർ അടിച്ചു. ദാറ്റ്സ് ദ വേ ഓഫ് ദെയർ ആർഗ്യുമെന്റ്സ്. ഇവർ വെച്ച ആർഗ്യുമെന്റ് എന്താണെന്ന് പോലും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ ഒരു മനുഷ്യന് പറ്റത്തില്ല. അതിന് ഇവർ പറയുന്ന ഞങ്ങൾ പറയുന്ന ആർഗ്യുമെന്റ്സ് മനസ്സിലാക്കാനുള്ള ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി താഴെയുള്ളവർക്കില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഭയങ്കര സമയമുള്ളൂ, ഇവിടെ എന്താ പറയുന്നത്, കാലേ വാരി നിലത്ത് അടിച്ചേനെ എന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് ഇവർ വെച്ചേക്കുന്നത്. വാട്ട് ഈസ് ദ ആർഗ്യുമെന്റ് ഗൈസ്? ഐ സിംപ്ലി മേഡ് എ ക്ലെയിം. If our rational if our cognitive faculties are not reliable, that doesn't mean it's a defeater for all our beliefs. ആ പ്രിമൈസിനെ ഞാൻ റിജക്ട് ചെയ്തു. ഞാൻ പറയുന്നത് എന്താ പറയുക, പ്രോബബ്ലി ട്രൂ എന്നൊരു ക്ലെയിം ആണ് എടുക്കുന്നത്. സോ സം ബിലീവ്സ് ആർ ട്രൂ, സം ബിലീവ്സ് ആർ ഫോൾസ്, മോസ്റ്റ് അവർ ബിലീവ്സ് ആർ ഫോൾസ് എന്നൊരു സംഭവം അല്ല നമ്മൾ പറയുന്നത്. സം ബിലീവ്സ് കുഡ് ബി ട്രൂ ആൻഡ് അതിന് എവിഡൻസ് ഉണ്ട്, അതിനൊരു എവിഡൻഷ്യൽ സംഭവങ്ങളും കൂടെ ഉണ്ട്. എന്താണ്? നമുക്ക് കുറെ കാര്യങ്ങൾ കൺസെൻസസ് എന്താണ്? കൺസെൻസസ് എന്നത് റിലയബിലിറ്റിയുടെ ഒരു മെഷറായിട്ട് ഞാൻ കാണുന്നു. നിങ്ങൾ കാണുന്നില്ലെങ്കിൽ കാണണ്ട, നിങ്ങൾക്ക് ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്യാം. കൺസെൻസസ് റിലയബിലിറ്റിയുടെ മെഷർ അല്ല എന്നൊരു ആർഗ്യുമെന്റ് നിങ്ങൾക്ക് മെഷർ ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നത് കൺസെൻസസ് റിലയബിലിറ്റിയുടെ ഒരു ആർഗ്യുമെന്റ് ആണ്. അത് റാഷണാലിറ്റിയിലെ നമ്മുടെ റാഷണാലിറ്റിനെ അപ്പീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ മെറ്റാഫിസിക്കൽ ക്ലെയിംസിന് ആ റാഷണാലിറ്റി അപ്പീൽ ചെയ്യുന്നില്ല, കാരണം ഒരു ബിലീഫ്സിന് കൺസെൻസസ് കിട്ടുന്നില്ല. ഈ ഒരു ക്ലെയിമിനെ അറ്റാക്ക് ചെയ്യാതെ എന്തൊക്കെയാണ്, എക്സസ് ബില്ല് പോലും വായിക്കാതെ വന്നിട്ടാണോ നിങ്ങൾ ഒ പിയുടെ അതാണ് വായിക്കുന്നത്, നിങ്ങൾ ഇതാണ് വായിക്കുന്നത്? യെസ്, ഓക്കെ, നമ്മളെല്ലാം എടുത്തു. നമ്മൾ ഒ പിയുടെ വ്യൂ ആണ് വായിക്കുന്നത്, നമ്മൾ ഒ പിയെ ഫോൺ വിളിച്ചാണ് പഠിക്കുന്നത്, നമ്മൾ ഒ പിയുടെ പേപ്പേഴ്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. എല്ലാ കാര്യങ്ങളും നമ്മൾ അഗ്രി ചെയ്തു. ബട്ട് ദ ക്വസ്റ്റ്യൻ റിമെയിൻസ്, ഈ പ്രിമൈസിനെ നിങ്ങൾ എങ്ങനെയാണ്, ഞാൻ റിജക്ട് ചെയ്തതിനെ എങ്ങനെയാണ് നിങ്ങൾ കൗണ്ടർ ചെയ്യുന്നത്? ആ ഒരു ആർഗ്യുമെന്റ് മാത്രം പറയുക. അത് മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇഫ് യു വാണ്ട് ടു കോട്ട് പേപ്പേഴ്സ്, യെസ്, ഫസ്റ്റ് പ്രസന്റ് ദി ആർഗ്യുമെന്റ്, ദെൻ കോട്ട് പേപ്പർ. ഓക്കെ, പ്രതീക്ഷ കഴിഞ്ഞെങ്കിൽ ആഷിറിലോട്ട് പോവാണ്. ആഷിർ മൈക്കുള്ളെങ്കിൽ രാമായണം എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും രാമൻ ആരാണെന്ന് പറയേണ്ട സ്ഥിതിയായി പോയി. എടാ, നീ ആർഗ്യുമെന്റ് പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നീ ഒരു സിമ്പിൾ 20 ആയിട്ട് പോകാം മിനിറ്റ് ആശിഷ്, ലളിതമായിട്ട് അല്ല, നമുക്ക് ഒരു ബ്രേക്ക് കാര്യം പറയട്ടെ, 20 മിനിറ്റ് നീ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് പ്രതീഷിനോട് ചോദിച്ചായിരുന്നു. അപ്പൊ പ്രതീഷ് എന്താ പറഞ്ഞ? ഞാൻ കേട്ടില്ലെന്ന്. അത് ഓർമ്മയുണ്ടോ? ഇതേ റൂമിൽ തന്നെ ഒരു മണിക്കൂർ അതെ മുമ്പ്. അതെ. ഓക്കെ, നമുക്ക് ഇതിലേക്ക് പോകണ്ട. കാരണം ഇവിടെ പ്രതീഷ് അപ്പൊ ഞാൻ ഇവിടെ അന്നേരം ഞാനത് ചിന്തിക്കുകയും ചെയ്തു, എന്താണ് പ്രതീക്ഷ അങ്ങനെ ഇതാ ഒരു ഞാൻ കാര്യം പറഞ്ഞേ, പറഞ്ഞു. ഇതാ ഞാൻ അല്ല, പറഞ്ഞേ. എന്താണ് ആർഗ്യുമെന്റ്? ആശിഷ് അങ്ങനെ അല്ല പോകരുത്. പ്രതീക്ഷ ഇവിടെ കേട്ടില്ല എന്നാ കേട്ടില്ലെന്ന് പ്രതീക്ഷ പ്രതീഷ് പറഞ്ഞത്. സമ്മതിച്ചു. പറഞ്ഞത് കേട്ടില്ല എന്നാ പ്രതീക്ഷ പറഞ്ഞത്. ഒരു ഇവിടെ ആഷിർ ബഹളം കുറേ നേരം ഉണ്ടാക്കിയിട്ട് സംസാരിച്ചതിന് ശേഷം പ്രതീഷിനോട് ചോദിച്ചപ്പോൾ പ്രതീക്ഷ പറയും ഞാൻ കേട്ടില്ല എന്ന്. അത് പ്രതീക്ഷ പറഞ്ഞത് ഞാൻ അന്നേരം ചിന്തിക്കുകയും ചെയ്തു. ആ മെയിൻ ആർഗ്യുമെന്റ്സിൽ പ്രതീക്ഷ കേട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ്, പിന്നെ എന്ത് സംസാരിക്കാൻ ആഷർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ആഷർ ഒന്ന് ആ റിപ്പീറ്റ് ഓക്കെ. ചെയ്യാം. അപ്പൊ അതാണ് അതിനകത്ത് പ്രശ്നം. പ്രതീക്ഷ ശ്രദ്ധിച്ചില്ല. എബിൻ, എന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ലാത്തതുകൊണ്ടായിരിക്കും. ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതിപ്പോ ഓക്കെ, എനിവേ മനസ്സിലായി ആഷിർ പ്രതീക്ഷ. അല്ല, ഞാൻ പറയട്ടെ. സി, ഒറ്റൊരു കാര്യം പറയാണ്, ഇവിടെ ഒരു ഇമോഷണൽ കാര്യം കൂടെ കാർഡാണ് പറയട്ടെ പ്ലേ ചെയ്യുന്നത്. JKV ബ്രോ, ഒരു കാര്യം കൂടെ പറയണേ. ഇപ്പം അടി ആശിഷ് കേൾക്കുന്നില്ല. ഹലോ, Can you hear me? ആഷിർ പറഞ്ഞു. ആഷിർ നീ പറ ആശിഷ് പറ. No, ആശിഷ് പറ. continue. ആഷിർ പറഞ്ഞു. ആശിഷ് നെറ്റ്വർക്ക്. ഓക്കെ, സോ ബേസിക്കലി നമ്മളിവിടെ പറഞ്ഞതെല്ലാം ഈ താഴെ കേൾക്കുന്ന ആൾക്കാർ, എനിക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും റെസ്പോണ്ട് ചെയ്യണ്ട. ഇവർ എത്ര നറേറ്റീവ് സൃഷ്ടിച്ചാലും ഐ ഡോണ്ട് ഈവൻ കെയർ യു ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നു ഈ റൂം ഇസ് ഇറ്റ് ഓൺ റീപ്ലേ? ഓക്കെ, സോ ദ റെക്കോർഡിംഗ് ഇസ് ദെയർ. നിങ്ങൾ പിന്നെ ഇരുന്നത് മൊത്തം കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട്. എന്നോട് നേരിട്ട് ചോദിക്കാം, നേരെ പിങ് ചെയ്യാം. ഞങ്ങൾ നടത്തുന്ന റൂമുകളിൽ മുകളിൽ കയറാം. പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ 100% എനിക്ക് ഉറപ്പുണ്ട്. അത് ഞാൻ എന്നിലുള്ള അഹങ്കാരമല്ല, ഞാൻ വായിച്ചിട്ടുള്ള കാര്യത്തിലുള്ള എന്റെ ബോധ്യമാണ്. ഇവിടെ പ്രതീഷ് പറഞ്ഞത്
ഇവിടെ ബേസിക്കലി നമ്മളൊരു നല്ല രീതി തന്നെയായിരുന്നു, കുറച്ച് നല്ല സ്ട്രോങ് ടു ആൻഡ് ഫ്രോ ആണെന്ന് പറഞ്ഞാലും നല്ല രീതി തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഡിഫ്ലക്ഷൻ വന്നത് 30 സെക്കൻഡ് ഇവിടെ ഒരാൾ ചോദിച്ചായിരുന്നു, രാഹുൽ ഈശ്വറിന്റെ കാര്യം പറഞ്ഞ പോലെ അദ്ദേഹത്തിന് 30 സെക്കൻഡ് കൊടുത്തപ്പോഴാണ് കംപ്ലീറ്റ്ലി അതൊരു ടൈം മേടിക്കാനുള്ള ടാക്ടിക് ആയിരുന്നു. പിന്നെ ബഹളമായി, പിന്നെ ഷേവറിനെ വായിച്ചിട്ടുണ്ടോ, ഷേവറിനെ നന്നായി സമ്മറൈസ് ചെയ്തെന്നാണ് പ്രതീഷ് പറഞ്ഞത്. താഴെ കേൾക്കുന്ന ആൾക്കാർ ചിന്തിച്ചു നോക്കുക, നന്നായി സമ്മറൈസ് ചെയ്തോ. കാരണം അടിസ്ഥാനപരമായിട്ട് കണ്ടന്റ് പ്രോപ്പർട്ടിയും ന്യൂറോ ഫിസിയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ പറ്റി എന്താണ് ഷേവർ പറയുന്നത് പറഞ്ഞപ്പോഴത്തേന് ഞാനത് ഓർക്കുന്നില്ല. കാരണം പേപ്പറിന്റെ ബിക്കോസ് അതാണ് ആർഗ്യുമെന്റ്. കാരണം കണ്ടന്റ് പ്രോപ്പർട്ടി ക്യാൻ ഇമേർജ് അത് പറയുന്നുണ്ടോ, അതെ അതിനെപ്പറ്റി എന്താണ് വ്യൂ എടുത്തേക്കുന്നത്, റിഡക്റ്റീവ് മെറ്റീരിയലിസം ആണോ നോൺ റിഡക്റ്റീവ് മെറ്റീരിയലിസം ആണോ എന്ന് ചോദിച്ചിട്ട് പോലും റിഡക്റ്റീവ് എന്ന ചാനലിന്റെ റെപ്രസെന്റേറ്റീവ് ആയി വന്ന് നിൽക്കുന്ന ഈ വിഘ്നും അത് പറയാൻ കഴിഞ്ഞിട്ടില്ല. ആൻഡ് ഐ ഡോണ്ട് ഈവൻ കെയർ. ഞാൻ അവിടെ റെസ്പോണ്ട് കൊടുത്തില്ല. കാരണം എനിക്കറിയാം പിന്നെ വിഘ്നുവിന് റെസ്പോണ്ട് കൊടുത്താൽ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാറാണ്, വെറുതെ പിന്നെ പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോകും. ഐ എം നോട്ട് അറ്റ് ഓൾ ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. നൗ കമ്മിങ് ബാക്ക് ടു പ്രതീഷ് പറഞ്ഞു ഞങ്ങൾ ആർഗ്യുമെന്റ് പറഞ്ഞില്ല. ആർഗ്യുമെന്റ് പറഞ്ഞ് തുടങ്ങിയത് തന്നെ ക്ലിയർ ആയിട്ട് ഞാൻ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റ് സ്റ്റേറ്റ് ചെയ്തു. പ്രതീഷ് പറഞ്ഞു ഞാനൊരു ഫിനോമിനൽ കൺസർവേറ്റീവ് വ്യൂ ആണ് എടുക്കുന്നത്. ഓക്കെ ഫൈൻ. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ അപ്പിയറൻസ് ബേസ് അപ്പിയർ ചെയ്യുന്ന രീതിയിൽ ജസ്റ്റിഫൈ ചെയ്യുവാണെങ്കിൽ യുനോ ഇറ്റ് സ്റ്റിൽ ഡസ് നോട്ട് എന്താ, ഞാനതിന് എക്സസ് ബിൽ കേസ് പിന്നെയും ഉന്നയിച്ചുകൊണ്ട് പറഞ്ഞത് വീണ്ടും ഞാൻ പറയുകയാണ്, എക്സസ് ബിൽ കേസ് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അത് ഐ ഡോണ്ട് കെയർ വാട്ട് യു ടെൽ മീ, റൈറ്റ്. ഞാനൊരു ഹൈ ഗ്രൗണ്ട് പിടിക്കുകയാണ്, എന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ദ പോയിന്റ് ഇസ് ദിസ്, that you have not read the evolutionary argument against naturalism if you don't know excess pill case. That is full stop. I don't really care how, the way you're going to judge me for that. I don't bother. എനിക്ക് എന്നെക്കാളും ചില ആർഗ്യുമെന്റ്സിൽ പ്രതീക്ഷിന് എന്നെക്കാളും നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം, ഞാനത് അംഗീകരിച്ചും തരാം. പക്ഷെ ഈ ആർഗ്യുമെന്റിൽ പ്രതീക്ഷ കണ്ടസ്റ്റ് ചെയ്യുമ്പോഴത്തേന് ആദ്യം ചെയ്യേണ്ടത് ആർഗ്യുമെന്റ് വായിക്കാതെ, അത് ആർഗ്യുമെന്റ് പ്രതീക്ഷ വായിച്ചിട്ട് ഇല്ലെന്നുള്ള ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് ആണ് ഞാൻ പ്രതീക്ഷിന്റെ വായിൽ തന്നെ ഇത്ര ഇരിക്കുന്ന ആൾക്കാരുടെ റൂമിൽ ഞാൻ കേൾപ്പിച്ചത്. ആർഗ്യുമെന്റ് വായിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ യു വുഡ് നോ ദാറ്റ് വാട്ട് ഇസ് ദാറ്റ് അപ്പീൽ ടു അനോളജി വെച്ച് പ്രതീക്ഷ പറയുന്നത്. ആ ആർഗ്യുമെന്റ് പ്രതീക്ഷിന് മനസ്സിലായില്ല. അതുകൊണ്ട് പ്രതീക്ഷ വീണ്ടും റെസ്പോണ്ട് ചെയ്തപ്പോഴത്തേന് പ്രതീക്ഷ പറഞ്ഞു അപ്പിയർ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചായിരിക്കും ഞാൻ ട്രൂത്ത് ജസ്റ്റിഫൈ ചെയ്യുന്നത്. ഇറ്റ് ഹാസ് നോ ബെയറിംഗ് വാട്ട്സോ എവർ. ദാറ്റ് ഈസ് എക്സ്റ്റേണലിസം. താങ്കൾ പറയുന്ന അപ്പീൽ, അത് വെളിയിൽ നിന്നുള്ള കാര്യങ്ങൾ വെച്ച് ഡേറ്റ വെച്ചാണ് നമ്മൾ ബേസിക്കലി ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ഒരു വ്യൂ ജസ്റ്റിഫൈ ചെയ്യുന്നുള്ള ആ വ്യൂവിനെ പറയുന്നത് എക്സ്റ്റേണലിസം ആണ്. ഇന്റേണലിസം എടുത്താലും എക്സ്റ്റേണലിസം എടുത്താലും ദാറ്റ് ഹാസ് നോ ബെയറിംഗ് ഓൺ ഇപ്പം നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ അല്ല എന്നൊരു കൺക്ലൂഷൻ ആയിരുന്നു പ്ലാന്റിംഗ വെക്കുന്നെങ്കിൽ, EAAN വെക്കുന്നെങ്കിൽ പ്രതീക്ഷിക്കുന്ന വാദം കറക്റ്റ് ആണ്. കാരണം അവിടെ എക്സ്റ്റേണലിസ്റ്റ് ഒരു വ്യൂ എടുക്കുന്ന ഒരാൾക്ക് ക്യാൻ ഇവേറ്റ് ദാറ്റ്. കാരണം അപ്പിയറൻസിന്റെ ബേസിലും പുറത്തുനിന്നുള്ള ആശയങ്ങളുടെ ബേസിലും ബിലീഫ് ഫോം ചെയ്യും. പക്ഷെ ഇന്റേണലിസം എടുത്താലും എക്സ്റ്റേണലിസം എടുത്താലും ദ ഡിഫീറ്റർ വുഡ് സ്റ്റിൽ സ്റ്റാൻഡ് ബിക്കോസ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ല. ഒരു നാച്ചുറലിസ്റ്റ് ഒരു മണ്ടനാണെന്നുള്ള ക്ലെയിം അല്ല ഇവിടെ വെക്കുന്നത്. നാച്ചുറലിസം പ്രീസപ്പോസ് ചെയ്യുന്ന അല്ലെങ്കിൽ നാച്ചുറലിസം അംഗീകരിക്കുന്ന സമയം വരെ റാഷണൽ ഫാക്കൽറ്റീസ് ആർ ഇന്നസെന്റ് അൺടിൽ പ്രൂവൺ ഗിൽറ്റി. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിയുമ്പോൾ നാച്ചുറലിസവും എവല്യൂഷനും രണ്ടും, ഇതും അഗൈൻ എവല്യൂഷനെതിരെയുള്ള വാദമല്ല, എവല്യൂഷനും നാച്ചുറലിസവും രണ്ടും അംഗീകരിച്ചു കഴിഞ്ഞാൽ then he has a defeater. അതിനാണ് ഞാൻ പറഞ്ഞത്, വേണമെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ എക്സെപ്റ്റൽ കേസ് ദാറ്റ് ബേസിക്കലി ലെറ്റ്സ് സേ ദാറ്റ് ഒരു ഗുളികയുണ്ട്, ആ ഗുളിക ഞാൻ കഴിക്കുകയാണെങ്കിൽ ഗുളിക കഴിക്കുന്ന 95% ആൾക്കാരുടെയും കോഗ്നിറ്റീവ് റിലയബിലിറ്റി നഷ്ടപ്പെടും. ഞാനത് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിശ്വസിക്കുകയാണ്, ഞാൻ കാണുന്നതൊക്കെ വെച്ച് എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, എൻ്റെ മൈൻഡിൽ ഒരു കൊഹറൻസ് ഉണ്ട്, ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്ന എല്ലാം എനിക്ക് തന്നെ സീമിംഗ്ലി എനിക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ട് എന്ന വ്യൂ ആണ്, അല്ലെങ്കിൽ ആ പൊസിഷൻ ആണ് ഇപ്പോൾ വാട്ട് പ്രതീഷ് ഡിസ്ക്രൈബ്ഡ്. ആ പൊസിഷനിൽ തന്നെയായിരിക്കും ഈ പില്ല് കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ആൾ. പക്ഷെ ആ പില്ല് കഴിച്ചു എന്ന വസ്തുതയിൽ തന്നെ he has a defeater for the view that his cognitive faculties are reliable. Now you can actually undercut this defeater and you can even defeat this defeater. ഈ ഡിഫീറ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ യു വിൽ കം, അതായത് ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, എനിക്ക് ആശ്രയിക്കാൻ പറ്റുന്ന എൻ്റെ പേഴ്സണൽ ഡോക്ടർ വിളിച്ചിട്ട് പറയുകയാണ് ആശാരെ പേടിക്കാൻ ഒരു കാരണവുമില്ല, താങ്കൾ ആ 5% ഉള്ള ആളാണ്, ഐ എം ഹാപ്പി. ബട്ട് അഗെയിൻ ഇത് സംഭവിക്കുന്നത് ഈസ് ക്രോണോളജിക്കലി പോസ്റ്റീരിയർ ടു ദ ഫാക്ട് ദാറ്റ് ഐ ഹവ് ഈറ്റൻ ദ ടാബ്ലറ്റ്, റൈറ്റ്. അതുകൊണ്ട് തന്നെ അഗെയിൻ ഇതൊരു ആ ഒരു സർക്കുലർ രീതിയിലേക്ക് തന്നെ പോകും. എനിക്ക് എൻ്റെ നാഷണൽ ഫാക്കൽറ്റീസിനെ ഗ്രൗണ്ട് ചെയ്യാൻ പറ്റാതെ, എൻ്റെ നാഷണൽ ഫാക്കൽറ്റീസിനെ ആശ്രയിക്കാൻ പറ്റാത്ത ഒരു എന്താ പറയുക ഒരു വ്യൂയിലേക്ക് പോകും. അതുകൊണ്ടാണ് ഇതിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ഒരു പേപ്പർ, ഐ തിങ്ക് മൈക്കിൾ ഡെവിറ്റോയും
ടൈലർ മെക്നാബിന്റെ ആണ്. അവിടെയാണ് അവരാണ് ഈ റാഡിക്കൽ സ്കെപ്റ്റിസിസം അല്ലെങ്കിൽ ബ്രെയിൻ എന്ന ബാഡ് പ്രോബ്ലം ഈ ഡങ്കൻ പ്രിച്ചാർഡിന്റെ വ്യൂ എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു റെസ്പോൺസ് വെക്കുന്നത്. അപ്പം ഡങ്കൻ പ്രിച്ചാർഡ് പോലുള്ള ആൾക്കാർ എടുക്കുന്ന വ്യൂസ് എക്സ്ട്രീം ആയിട്ടുള്ള, ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത, റാഷണാലിറ്റിയെ ഗ്രൗണ്ട് ചെയ്യില്ല എന്ന് വാദിക്കുന്ന ഹിഞ്ച് എപ്പിസ്റ്റമോളജി പോലുള്ള വ്യൂസ് എടുത്താൽ ഒരുപക്ഷെ യു ക്യാൻ കം ഔട്ട് ഓഫ് ദ ഡൈലമ. ബട്ട് അഗെയിൻ അവിടെയും you will still have to then be skeptical of your rational faculties. Again, the bottom line is that നാച്ചുറലിസം ഫോൾസ് ആണെന്നുള്ള ഒരു വാദം വെക്കുന്നില്ല, എവല്യൂഷനെതിരെ ഒരു വാദം വെക്കുന്നില്ല, തീയിസത്തെ സ്ഥാപിക്കാൻ ഒരു വാദം വെക്കുന്നില്ല. ഇതൊന്നും തന്നെ എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗേൻസ്റ്റ് നാച്ചുറലിസം വെക്കുന്നില്ല. എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗേൻസ്റ്റ് നാച്ചുറലിസം ബിലോങ്സ് ടു ദ ഫാമിലി ഓഫ് ഗ്ലോബൽ ഡിബങ്കിങ് ആർഗ്യുമെന്റ്സ്. ഗ്ലോബൽ ഡിബങ്കിങ് ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞാൽ EAANന്റെ കോൺസിക്വൻസ് നാച്ചുറലിസവും എവല്യൂഷനും അംഗീകരിച്ചു കഴിഞ്ഞാൽ then you don't have, അതായത് ഈ series of premises follow ചെയ്ത towards the end you cannot rationally justify naturalism and evolution at the same time. ഇത്ര ഒരു മോഡസ്റ്റ് ആയിട്ടുള്ള ക്ലെയിം ആണ് വെക്കുന്നത്. ഇപ്പൊ ഞാൻ ഇത് വീണ്ടും എനിക്ക് തോന്നുന്നു സമ്മറൈസ് ചെയ്ത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ അല്ലെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഡ്രസ്സപ്പ് ചെയ്ത് പറഞ്ഞു. ഇനിയും പ്രതീക്ഷ പിന്നെയും പറയുക അയ്യോ ഞാൻ പറഞ്ഞത് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ I think I'll probably walk out of this conversation. If you want to respond to it, then definitely we can have a to and fro exchange. എനിക്ക് കഴിഞ്ഞിട്ട് പ്രതീക്ഷ പറഞ്ഞ വേറെ പല കാര്യങ്ങൾക്കും റെസ്പോണ്ട് ചെയ്യണമെന്നുണ്ട്. കാരണം ഗാരി നീൽസിന്റെ പേപ്പർ ഒക്കെ കൊണ്ടുവരണം, പ്രോബിലിറ്റി ഒക്കെ കൊണ്ടുപോകാം. നമുക്ക് ബേസിക് കാൽക്കുലസും എന്താ പ്രോബിലിറ്റി ടി കുറയുന്നതും എല്ലാം നമുക്ക് സംസാരിക്കാം കൃത്യമായിട്ട്. അതൊക്കെ ഇഫ് ടൈം പെർമിറ്റ്സ് അതിലേക്കൊക്കെ നമ്മൾ പോകും. ഇപ്പം വീണ്ടും ഇപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ വെച്ച ആർഗ്യുമെന്റ് എന്തായിരുന്നു, താഴെയുള്ളവരെല്ലാം വളരെ ലളിതമായിട്ടുള്ള മലയാളത്തിലാണ് വെക്കുന്നത്. അതായത് പ്രിമൈസ് ഒരു പ്രിമൈസാണ്, എനിവൺ ഹു ഹാസ് എ ഡിഫീറ്റർ ഓഫ് ആർ ഹാസ് എ ഡിഫീറ്റർ ഫോർ എനി അതർ ബിലീഫ് ഷീ തിങ്സ് ഹാസ് ഇൻക്ലൂഡിംഗ് നാച്ചുറലിസം ആൻഡ് എവല്യൂഷൻ ഇറ്റ്സെൽഫ്. ഇതൊരു പ്രിമൈസാണ്, EAANന്റെ ഒരു പ്രിമൈസാണ്. അതായത് നമ്മുടെ റിലയബിലിറ്റിക്ക് ഒരു ഡിഫീറ്റർ ഉണ്ട് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എടുക്കുന്ന എല്ലാ വിശ്വാസവും ഡിഫീറ്ററാണ്. അല്ലെങ്കിൽ ദാറ്റ്സ് എ ഡിഫീറ്റർ ഫോർ ഓൾ അതർ ബിലീഫ്. നമ്മുടെ എല്ലാ ബിലീഫ്സിനും ഉള്ള ഡിഫീറ്ററാണ് എന്നാണ് ഈ പ്രിമൈസ് 3 പറഞ്ഞത്. അപ്പം ഞാൻ വെച്ച വാദം എന്താണ്, ഇതൊരു ഓൾ ഓർ നൺ ആയിട്ടുള്ള ഒരു, ഇപ്പം ജസ്റ്റിൻ്റെ ഒക്കെ ഫേമസ് അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഫാലസി ഓഫ് ബോഗസ് ഡിലമ്മ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഈ സംഭവം നിൽക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ നമ്മുടെ റിലയബിലിറ്റി 100%, കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് 100% ആയിരിക്കണം. 100% ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ബിലീഫ്സും റാഷണലി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 100%-ൽ എന്തെങ്കിലും ഒന്ന് കുറഞ്ഞു, മനസ്സിലായി, എന്തെങ്കിലും ഒരു സംഭവം കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ബിലീഫ്സിനെ റാഷണലി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അത് ഡിഫീറ്ററാണ്, മനസ്സിലായി, അതൊരു ഡിഫീറ്ററാണ് എന്ന്. അപ്പോൾ ഈ 2 എക്സ്ട്രീം വ്യൂസ് ആണ് ഞാൻ പറയുന്നത്. ഈ 2 എക്സ്ട്രീം വ്യൂസ് അല്ല നമ്മൾ എടുക്കുന്നത്. ഈ 2 എക്സ്ട്രീം വ്യൂസ് അല്ല എടുക്കുന്നത്. നടുക്കാണ് നമ്മുടെ കുറേ ഫാക്കൽറ്റീസ് റിലയബിൾ. ഓക്കെ, കുറേ കാര്യങ്ങൾ എംപെരിക്കൽ കാര്യങ്ങൾ നമുക്ക് റിലയബിൾ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു കൺസെൻസസും സംഭവങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മെറ്റഫിസിക്കൽ ക്ലെയിംസിൽ നമുക്ക് പറ്റുന്നില്ല. സോ ഇൻ സം ഏരിയാസ് വി ആർ റിലയബിൾ, ഇൻ സം ഏരിയാസ് വി ആർ നോട്ട് റിലയബിൾ. സോ ഇത് എത്ര പെർസെൻറ്റേജ് ആണ്, 80% ആണോ 70% ആണോ എന്ന് കണക്കാക്കാനുള്ള സംഭവം നമുക്കറിയില്ല. വി ഡോണ്ട് ഹാവ് എനി അതർ വേ. നമുക്കൊരു വേ ഒന്നുമില്ല. അതായത് 100% ആണോ 99% 99. ബട്ട് ഇറ്റ് സീംസ് ടു അസ് ദാറ്റ് ഓക്കെ, ചില കാര്യങ്ങൾ റിലയബിൾ ആണ്, ചില കാര്യങ്ങൾ. ഇപ്പോൾ ആഷർ പറഞ്ഞ തന്നെ പില്ല് കഴിച്ചു, ഞാൻ പില്ല് കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പില്ല് കഴിച്ചിട്ട് എനിക്ക് പല കാര്യങ്ങൾ തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ റാഷണലി ജസ്റ്റിഫൈഡ് ആണ്. പക്ഷേ വേറൊരാൾ എന്നെ വിളിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർ കൂടി നിന്ന് എന്നോട് പറയുകയാണ്, എടേ ഇതങ്ങനല്ല, നിനക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറയുമ്പോൾ ഓക്കെ, ഇത്രയും പേര് ഇൻഡിപെൻഡൻ്റ്ലി ടെസ്റ്റിഫൈ ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം നൗ ഐ എം ഡൗട്ടിങ് മൈ ഓൺ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്. അവിടെ ഒരു ഡിലമ്മ വരും. ആ ഡിലമ്മയിൽ ആ കണ്ടെക്സ്റ്റ് എന്താണോ, സിറ്റുവേഷൻ അനുസരിച്ച് എന്താണോ, അതിനനുസരിച്ച് ഞാനൊരു ബിലീഫ് എടുക്കും. ആ ബിലീഫിൽ ഞാൻ റാഷണലി ജസ്റ്റിഫൈഡ് ആണ്. കാരണം ആ സമയത്ത് എനിക്ക് എന്താണോ സീമിംഗ്ലി ട്രൂ ആയിട്ട് തോന്നിയത് അതിൽ ഞാൻ ബിലീവ് ചെയ്തു. ഞാൻ വെച്ച ആർഗ്യുമെന്റ് ഇതാണ്. ആഷർ വെച്ച ഈ കൗണ്ടർ ഈസ് നോട്ട് ഡൂയിങ് എനിത്തിങ് ടു മൈ ആർഗ്യുമെന്റ്. ആഷർ വെക്കുന്നത് എന്താണ്, ഏതർ ഇറ്റ് ഷുഡ് ബി 100% ട്രൂ, അതിൽ എന്തെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു 5% റിലയബിലിറ്റി ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഇറ്റ്സ് എ ഡിഫീറ്റർ. ആ ഒരു പ്രിമൈസിനെയാണ് ഞാൻ റിജക്ട് ചെയ്യുന്നത്. വളരെ ലളിതമായിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് ഞാൻ മൂറിയൻ സംഭവങ്ങളോ റാഡിക്കൽ സ്കെപ്റ്റിസിസമോ എന്താ പറയുന്നത് ഡെക്കാർട്ടെയോ ആരെയും കോട്ട് ചെയ്യുന്നില്ല. ഞാൻ ഐ ഡോണ്ട് ഈവൻ ഹാവ് ടു കോട്ട് എനിവൺ. ഈ ആർഗ്യുമെന്റിനെ എങ്ങനെയാണ് ആഷർ കൗണ്ടർ ചെയ്യുന്നതാണ് ചെയ്യുന്നത്. മൈ പൊസിഷൻ ഒന്നുകൂടെ പറയാം. ഞാൻ എടുക്കുന്ന പ്രിമൈസ് ഇങ്ങനെയാണ്. അതായത് 100% റിലയബിലിറ്റിയിൽ കുറവാണെങ്കിലും നമ്മൾ എടുക്കുന്ന ബിലീഫ്സ് റാഷണലി ജസ്റ്റിഫൈഡ് ആണ് ഇഫ് ഇറ്റ് സീംസ് ടു അസ് ടു ട്രൂ. അതായത് നമുക്ക് സീമിംഗ്ലി ട്രൂ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വി ആർ റാഷണലി ജസ്റ്റിഫൈഡ് ടു ഹോൾഡ് ദാറ്റ് ബിലീഫ്. ഈ പ്രിമൈസ് ഒരു കോൺട്രഡിക്ടറി പൊസിഷൻ ആണെന്നോ, അല്ലെങ്കിൽ ഇതൊരു ഇൻകോഹറൻറ്റ് പൊസിഷൻ ആണെന്നോ, അല്ലെങ്കിൽ ഇത് പ്രതീക്ഷ ഇത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ആർഗ്യുമെന്റ് ആണ് ആഷർ വെക്കേണ്ടത്. ആഷറിന്റെ ഷോൾഡറിൽ ആ റെസ്പോൺസിബിലിറ്റി ആണുള്ളത്. യുവർ റെസ്പോൺസിബിലിറ്റി ഈസ് നോട്ട് ടു കോട്ട് പീപ്പിൾ. Again, that argument that you have brought forward does nothing to my premise.
ഇവിടെ വീണ്ടും ഐ തിങ്ക് ഐ ജസ്റ്റ് റെസ്പോണ്ടഡ് ടു ദാറ്റ്. നാച്ചുറലിസ്റ്റിന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആശ്രയിക്കുക, അല്ലെങ്കിൽ ഒരു നാച്ചുറലിസ്റ്റ് ഒരു മണ്ടനാണെന്നുള്ള വ്യൂ എടുക്കുകയായിരുന്നെങ്കിൽ, ബൈ ദ വേ അഗൈൻ ഐ എം ജസ്റ്റ് ഗോയിങ് ബാക്ക് ടു ദ റെസ്പോൺസസ് ദാറ്റ് ഓൾറെഡി എക്സിസ്റ്റ്. ഇത് ഞാൻ പറയുന്നത് ഐ എം നോട്ട്, ഞാൻ ഈ പ്രതീക്ഷ കഴിഞ്ഞ റൂമിൽ പറഞ്ഞ പോലെ വായിന്നെടുത്ത് പറയുകയല്ല. ഇത് ബേസിക്കലി ഇതിനെപ്പറ്റി തന്നെ തിമത്തി മെഗ്രൂയുടെ ഒരു പേപ്പർ ഉണ്ട്, എക്സ്റ്റേണലിസം എടുത്താൽ EAAN ഒരു പ്രോബ്ലം ഉണ്ടെന്നൊക്കെയുള്ള വ്യൂ. പിന്നീട് അദ്ദേഹം ആ വ്യൂവിൽ നിന്നും there is an exchange between him and Moon, അങ്ങനെ പല ആർഗ്യുമെന്റ്സും ഓൾറെഡി ഉണ്ട്. ഇന്നത്തെ അല്ലെങ്കിൽ അവസാനമായിട്ട് ഫോർമുലേറ്റ് ചെയ്ത 2011 വേർഷൻ ഡസ് നോട്ട് ഫോൾ ടു ദാറ്റ് ഇന്റേണലിസ്റ്റ് എക്സ്റ്റേണലിസ്റ്റ് എന്താ പറയുന്ന ഒരു അതായത് നമ്മുടെ സീമിംഗ്ലി അതുകൊണ്ട് തന്നെയാണ് ഹി ആക്ച്വലി എന്താ പറയുക എക്സ്റ്റെൻസ് ദിസ് എക്സസ് പിൽ ആർഗ്യുമെന്റ്. ആൻഡ് ദ പോയിന്റ് ഹിയർ ഇസ് ദാറ്റ് ഇവിടെ പ്രതീക്ഷ ഇവിടെ വീണ്ടും ആർഗ്യുമെന്റ് മനസ്സിലാകാതെ പറയുന്നത് കൊണ്ട് തന്നെയാണ്. എനിക്കറിയത്തില്ല ഇനി മനസ്സിലാകാതെയാണോ അതോ മനസ്സിലായില്ലെന്ന് നടിക്കുന്നതാണോ. ഇവിടെ ഞാൻ പലതവണ ഇവിടെ പറഞ്ഞു, ലോജിക്കൽ ഒംനീഷ്യൻസ് ഇവിടെ നമ്മൾ എടുക്കുന്നില്ല. അങ്ങനത്തെ ഒരു വ്യൂ ഈവൻ ആദ്യത്തെ വേർഷൻസിന് പോലും അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് ഇല്ലായിരുന്നു. ദ ബേസിക് ആർഗ്യുമെന്റ് ഇസ് ദാറ്റ് നമുക്ക് ഡേറ്റ ഫുള്ളി ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളുടെ ആശയം അല്ലെങ്കിൽ ഇപ്പൊ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഈ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്ന കാര്യം ഒഴിച്ചാൽ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ലോജിക്കൽ ട്രൂത്ത്സ് ആണെങ്കിൽ അല്ലെങ്കിൽ അവിടുന്ന് ഡിഡ്യൂസ് ആയി വരുന്ന സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തന്നെ കഴിയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ തന്നെ നമ്മൾ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് പ്രിസ്യൂം ചെയ്തുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. സയൻസിന് റീസൺ എന്തുകൊണ്ട് അല്ലെങ്കിൽ റാഷണൽ ഫാക്കൽറ്റി എന്തുകൊണ്ട് റിലയബിൾ ആണെന്ന് സയൻസിന് ഒരിക്കലും തെളിയിക്കാൻ കഴിയത്തില്ല. കാരണം അത് സർക്കുലർ ആണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡു യു ഹാവ് എ റീസൺ ടു ട്രസ്റ്റ് റീസൺ? റീസണെ ട്രസ്റ്റ് ചെയ്യാൻ തന്നെ ഒരു റീസൺ കൊടുക്കണമെങ്കിൽ റീസണെ പ്രീസപ്പോസ് ചെയ്യണം. സോ ബേസിക്കലി ദാറ്റ് ഈസ് ദ ഹോൾ ഡൈലമ ആ ഡൈലമയിൽ തന്നെയാണ് ഈ ഒരു ഡിഫീറ്റർ വരുന്നത്. സോ ദ പ്രോബബിലിറ്റി ഓഫ് ആർ ഗീവൺ നാച്ചുറലിസം ആൻഡ് എവല്യൂഷനും ട്രൂ ആണെന്ന് സ്ഥാപിച്ചാൽ ബിലീഫിന്റെ കണ്ടന്റ് അവിടെ ഇമേർജ് ആകുന്നില്ല. ഇറ്റ് ഈസ് പ്യൂർലി എയിംഡ് അറ്റ് അഡാപ്റ്റീവ് ബിഹേവിയർ. ഓൾറെഡി നമ്മൾ പല എക്സാമ്പിൾ പറഞ്ഞു. ഒരു കൊച്ചുകുട്ടിക്ക് നമ്മൾ ഫുഡ് ഫീഡ് ചെയ്യുമ്പോഴത്തേന് അയ്യോ കഴിച്ചില്ലെങ്കിൽ പോലീസ് വരും, അല്ലെങ്കിൽ ഒരു ഡീമൺ വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കഴിക്കുമ്പോഴും തെറ്റായ ബിലീഫിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടി കഴിക്കുന്നത്. ബട്ട് ആ കുട്ടിയെ സംബന്ധിച്ച് സർവൈവലിനെ എയ്ഡ് ചെയ്യുന്നതാണ്. ദ ബിലീഫ്, അതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ബിലീഫ് ഫോൾസ് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്നും പല ആൾക്കാരും രാത്രി പുറത്തിറങ്ങി നടക്കാത്തത് വേറെ തരം ബിലീഫ് കൊണ്ടാണ്. അതായത് ഒരുപക്ഷെ ഞങ്ങളുടെ കോട്ടയത്താണെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്, അവിടെ ഇന്നും പല ആൾക്കാരും അതൊരു ഹോണ്ടഡ് ഏരിയ ആണെന്നൊക്കെ മനസ്സിലാക്കുന്ന ഒരു ഹ്യൂജ് പ്ലേസ്. പക്ഷെ അതുകൊണ്ട് അത് ഒരു സമയം കഴിഞ്ഞ് രാത്രി ഇറങ്ങി നടക്കുന്നില്ല. അതിനെ ബിലീഫ് മോട്ടിവേറ്റ് ചെയ്യുന്ന ബിലീഫ് തെറ്റാ. പക്ഷെ അതുകൊണ്ട് ഇറങ്ങി നടക്കാത്തത് കൊണ്ട് ഒരു പക്ഷേ ദേ ആർ നോട്ട് കൊള്ളക്കാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഒരു പാമ്പ് കടി അങ്ങനത്തെ റിയൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും they are saving themselves. The content of the belief itself is wrong. Evolution would not give you any reason to prefer, അല്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടന്റ് ഇമേർജ് ചെയ്യാൻ തന്നെ സാധ്യതയില്ല. ഇനി കണ്ടന്റ് ഇമേർജ് ചെയ്താൽ പോലും ട്രൂ കണ്ടന്റിനെ ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഒരു കാര്യം കൂടെ റെസ്പോണ്ട് ചെയ്യട്ടെ. ഐ തിങ്ക് ആശിഷ് ക്യാൻ ആഡ് മോർ ഓൺ ദിസ്. ബേസിക്കലി ഇവിടെ പ്രോബബ്ലി ട്രൂ പ്രതീക്ഷ പറഞ്ഞു, ഞാൻ പറയുന്നത് പ്രോബബ്ലി ട്രൂ ആയിരിക്കാം, പ്രോബബ്ലി ട്രൂ അല്ലായിരിക്കാം. ഐ ഡോണ്ട് കെയർ. പ്രതീഷ് എന്താണ് ഒരു ബിലീഫിനെ പറ്റി പ്രതീഷിന്റെ വ്യൂ എന്റെ വ്യൂ അല്ല. എന്റെ റാഷണൽ ഫാക്കൽറ്റീസിനെ എനിക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഒരുപക്ഷെ ദ ഡേറ്റ ദാറ്റ് യു ആർ ലുക്കിംഗ് ഇസ് ഡിഫറെന്റ്. ഒരുപക്ഷെ നമ്മൾ ഒരേ ഡേറ്റയെ നോക്കിയിട്ട് തന്നെ പല രീതിയിൽ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. പക്ഷെ ആ വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് തന്നെയാണ് the fact that you are trusting your rational faculties. So probably true ആണ് അല്ല, ഇതൊക്കെ these are statements about me. എന്നെ പറ്റിയോ താങ്കളെ പറ്റിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത്. These are not statements about the ontology of belief itself. I hope it's clear. ഓൾറെഡി ഞാൻ ഇപ്പം പ്രതീക്ഷ റേസ് ചെയ്ത പോയിന്റുകൾ ഒന്നിലധികം തവണ റെസ്പോണ്ട് ചെയ്ത് ഈ ചർച്ചയിൽ തന്നെ, ഒന്നിലധികം തവണ. അതുകൊണ്ട് ഞാൻ ഇവിടെ തിരിച്ച് പ്രതീഷിനോട് ചോദിക്കുന്നത്, പ്രതീക്ഷ വളരെ ഞാൻ പ്രതീക്ഷ പറഞ്ഞ സമയത്ത് പ്രതീക്ഷ ആദ്യമൊക്കെ ഇത്രയും നരേറ്റീവ് ബിൽഡ് ചെയ്തപ്പോഴൊക്കെ ഞാൻ ഇവിടെ ഇരുന്ന് ചിരിക്കുക, ആശിഷുമായിട്ട് ചാറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞാൻ ഒരു അക്ഷരം മിണ്ടിയില്ല. അതുകൊണ്ട് പ്രതീക്ഷ ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് പ്രതീക്ഷ എത്ര വേണമെങ്കിലും സംസാരിച്ചു. പ്രതീക്ഷ സിമ്പിൾ, ആൾക്കാർക്ക് മനസ്സിലാകുന്ന സിമ്പിൾ ഭാഷയിൽ, ഞാനിവിടെ സിമ്പിൾ ഭാഷയിലും പറഞ്ഞ് അല്ലാതെയും പറഞ്ഞ് എന്തുകൊണ്ട് ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ച് ഒരു നാച്ചുറലിസ്റ്റിനെ സംബന്ധിച്ച് നാച്ചുറലിസം അസ്യൂം ചെയ്താൽ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ ഫാക്കൽറ്റീസിനെ എന്തുകൊണ്ട് ആശ്രയിക്കാൻ കഴിയില്ല? കാരണം യു ആർ ഓൾറെഡി അതൊരു പില്ല് കഴിച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്താലും യു ഓൾറെഡി ഹാവ് എ ഡിഫീറ്റർ, ആൻഡ് എ ഡിഫീറ്റർ ദാറ്റ് ഇസ് ക്രോണോളജിക്കലി പ്രയർ ടു എനി അതർ ആർഗ്യുമെന്റ് ദാറ്റ് യു മേക്ക്.
ഇവിടെ I think that you might be aware of such arguments that EAN itself is self-defeating. അവിടെയൊക്കെ വരുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ സെൽഫ് ഡിഫീറ്റിംഗ് ആണെന്ന് പറഞ്ഞാൽ പോലും പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ ഒരു ഇതെടുക്കുമ്പോൾ പോലും പ്രയോറിറ്റി EAN വന്നു. കാരണം EAN പറഞ്ഞു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ EANന്റെ കൺക്ലൂഷൻ കണ്ടു കഴിഞ്ഞിട്ടാണ് EANനെതിരെ ഒരു ആർഗ്യുമെന്റ് വെക്കുന്നത്. അങ്ങനെ EANനെതിരെ ഒരു ആർഗ്യുമെന്റ് വെക്കുമ്പോഴും EAN is not a local defeater. EAN is a global defeater. EAN എല്ലാ ബിലീഫ്സിനെയും ഇൻവാലിഡേറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല ഉള്ള ഒരു രീതിയിൽ ഒരു ഗ്ലോബൽ ഡിബങ്കർ വെച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഏത് ആർഗ്യുമെന്റ്, അത് EANനെതിരെ പോലും ആർഗ്യുമെന്റ് വെക്കുവാണെങ്കിലും you have to hold to some premises and then come to the conclusion. അത് സാധ്യമല്ല. Because it has taken off that എന്താ പറയുന്നത്, ഒരു ബിലീഫ് പോലും ഹോൾഡ് ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു കൺക്ലൂഷനിലേക്കാണ് EAN വന്നു കഴിഞ്ഞത്. ആൻഡ് ദാറ്റ് വുഡ് ഹാവ് എ ക്രോണോളജിക്കൽ പ്രയോറിറ്റി ഓവർ എനി ബിലീഫ് ഓർ എനി ആർഗ്യുമെന്റ് that would follow. താഴെ ഒരു കമന്റ്, ഞാൻ അങ്ങനെ കമന്റ് നോക്കുന്നില്ലായിരുന്നു. What Asher has to show is that excess pill naturalism destroys 100% of our cognitive faculties. That is exactly what excess pill would do. അതായത് ബേസിസ് ദി അനോളജി 95% ആൾക്കാർക്ക് അത് സംഭവിക്കുന്നുള്ളൂ, 5% ആൾക്കാർക്ക് ആ പില്ല് കൊണ്ട് ഒരു ഇഫക്റ്റും ഉണ്ടാകുന്നില്ല. ദാറ്റ് ഇസ് ദി ആർഗ്യുമെന്റ്. സോ എത്ര ആൾക്കാരിൽ എന്ന പെർസെന്റേജ് അല്ല അവിടെ വരുന്നത്. ആരുടെയൊക്കെയും കോഗ്നിറ്റീവ് ഫാക്കൽറ്റി ഡിസ്ട്രോയ് ആയതുകൊണ്ട് അവരുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി ഈസ് കംപ്ലീറ്റ്ലി ഡീംഡ് അൺറിലയബിൾ. ഓക്കെ, പ്രതീഷ് കണ്ടിന്യൂ. ഓക്കെ, ഐ തിങ്ക് മേ ബി നമ്മൾ രണ്ടുപേരും ഒരു കോമൺ ഗ്രൗണ്ടിൽ എത്തുന്നില്ല എന്നാണ് ഞാൻ കണ്ടത്. കാരണം ഞാൻ പറയുന്നതിൻ്റെ ഒരു റെസ്പോൺസ് ആണോ ആഷർ പറയുന്നത് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇനി ആഷറിന് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ആഷർ പറയുന്നതിൻ്റെ റെസ്പോൺസ് ആണോ ഞാൻ പറയുന്നത് ഒരു ഡൗട്ട് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്കൊരു കോമൺ ഗ്രൗണ്ടിൽ എത്തിക്കാൻ പറ്റുമോ നോക്കാം. വാട്ട് ഓൾ തിങ്സ് വി അഗ്രി ആൻഡ് വാട്ട് ഓൾ തിങ്സ് വി ഡിസഗ്രി എന്നൊരു കാര്യത്തിൽ എടുക്കാം. ഇപ്പം ആഷറിൻ്റെ വ്യൂവിൽ if our cognitive faculties are not reliable എന്നതൊരു ഒബ്ജക്റ്റീവ് ഫാക്റ്റ് ആണെങ്കിൽ, സോ എനി ബിലീഫ്, അതായത് ഇപ്പം ലെറ്റ്സ് അസ്യൂം ദാറ്റ് വി ആർ ലിവിങ് ഇൻ എ വേൾഡ് വെർ അവർ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആർ നോട്ട് 100% റിലയബിൾ. ഓക്കെ, ഒരു തോട്ട് എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ ആഷറിൻ്റെ വേൾഡ് വ്യൂവിൽ നമ്മൾ ഇങ്ങനെ ഒരു ലോകത്താണ് ജീവിക്കുന്നതെങ്കിൽ ദെൻ any belief that we hold is a defeater. I mean, it's a defeater for all of our beliefs. അതായത് നമുക്ക് റാഷണലി ഒരു ബിലീഫ് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നതാണ് ആഷറിന്റെ വ്യൂ. യെസ് ഓർ നോ? എൻ്റെ വ്യൂ അങ്ങനെയല്ല. കാരണം എൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ഇഫ് വി ഹാവ് 1% റിലയബിലിറ്റി ഇൻ അവർ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്, നമുക്ക് ശരിയെന്ന് തോന്നുന്ന, നമുക്ക് നമ്മുടെ യുക്തിക്കും നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിനും സീമിംഗ്ലി ട്രൂ ആണെന്ന് തോന്നുന്ന വിശ്വാസങ്ങൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ റാഷണലി അതിൽ ജസ്റ്റിഫൈഡ് ആണ് എന്നാണ് എൻ്റെ പൊസിഷൻ. ആഷറിൻ്റെ പൊസിഷൻ എന്താണ് ഇതിൽ? കാരണം ഇപ്പം ആഷറിൻ്റെ ആർഗ്യുമെന്റ് കുറേ പട്ടം പറഞ്ഞു, എനിക്കത് എൻ്റെ ആർഗ്യുമെന്റിനെ അഡ്രസ് ചെയ്യാനായിട്ട് തോന്നിയില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ആഷറിൻ്റെ അതായിട്ട് ആഷറിന് തോന്നില്ല. സോ നമുക്ക് ഈ ഒരു അഗ്രിമെന്റ് ഡിസഗ്രിമെന്റ് വെച്ചേക്കാം. കാരണം അതിപ്പം അതാകുമ്പോൾ കേൾക്കുന്നവർക്കും കുറച്ചും കൂടെ എളുപ്പമാണ്. സോ വാട്ട് ഈസ് യുവർ പൊസിഷൻ ഓൺ ദിസ് തോട്ട് എക്സ്പെരിമെന്റ്? അതായത് ലെറ്റ്സ് അസ്യൂം ദാറ്റ് വി ആർ ലിവിങ് ഇൻ എ വേൾഡ്. ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഐ തിങ്ക് എന്റെ ഫോണിന്റെ പ്രശ്നമാണോ അതോ എനിക്കറിയത്തില്ല. പ്രതീഷിന്റെ വോയിസ് എനിക്ക് ഒത്തിരി ലോ ആയിട്ടാണ് ഇപ്പം കേൾക്കാൻ പറ്റുന്നത്. പ്രതീഷിന്റെ മാത്രമല്ല, ഐ തിങ്ക് ഹലോ, ഞാൻ പറഞ്ഞ കേൾക്കുന്നുണ്ടോ? എബിൻ, മോഡ്സ്, ജെകെവി, അജി, ജസ്റ്റിൻ. तेरा साइड से कुछ प्रॉब्लम, നിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും പ്രോബ്ലം ആയിരുന്നു? എന്റെ സൈഡിൽ നിന്നായിരിക്കും. ഐ ഹാഡ് ടു ടേക്ക് ഓഫ് മൈ ഇയർഫോൺ ആൻഡ് നൗ ഐ ആം യൂസിങ് മൈ ഫോണിന്റെ ഓഡിയോ. ഒന്ന് മൈക്കിന് അടുത്തൊന്നൊന്ന് പറയാമോ? എനിക്ക് ആദ്യത്തെ കിട്ടി, ഫൈനൽ ക്വസ്റ്റ്യൻ മാത്രം. അതായത് ലെറ്റ്സ് അസ്യൂം ദാറ്റ് വി ആർ ലിവിങ് ഇൻ എ വേൾഡ് വേർ ഒബ്ജക്റ്റീവ്ലി അവർ റാഷണൽ ഫാക്കൽറ്റീസ് ആർ നോട്ട് റിലയബിൾ. ലെറ്റ്സ് അസ്യൂം ഫോർ എ മൊമെന്റ്. അപ്പോൾ ആഷറിന് കുറച്ച് ബിലീഫ്സ് ഉണ്ട്, എനിക്ക് കുറച്ച് ബിലീഫ്സ് ഉണ്ട്. ഓക്കെ, ആർ വി റാഷണലി ജസ്റ്റിഫൈഡ്, അതായത് ഇൻ ബിലീവിങ് ദോസ് തിങ്സ്? സോ എൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് even if we don't have 100% rational faculty, ഞാൻ റാഡിക്കൽ സ്കെപ്റ്റിസിസം അല്ല പറയുന്നത്, അതും ഞാൻ ക്ലിയർ ചെയ്തു. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് റാഡിക്കൽ സ്കെപ്റ്റിസിസം അറ്റ് ഓൾ. ഐ എം ജസ്റ്റ് സേയിങ് ദാറ്റ് ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഇൻ എ വേൾഡ് Skepticism doesn't even come here, by the way. come here. So അത് ഔട്ട് ഓഫ് ദി പ്ലേറ്റ് ആണ്. അപ്പം അതും ഓഡിയൻസിന് ക്ലിയർ ആവുമല്ലോ. സോ ഇങ്ങനെ ഒരു ലോകത്ത് ആഷറിന് കുറെ ബിലീഫ്സ് ഉണ്ട്, എനിക്ക് കുറെ ബിലീഫ്സ് ഉണ്ട്. ഈസ് ആഷർ ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് ദോസ് തിങ്സ് ആൻഡ് ഈസ് ഐ ആം റാഷണലി ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് മൈ ബിലീഫ്സ്? What is your view? Yeah, if even if the cognitive faculties are not 100% reliable, is the Yes, justified in believing it? Exactly, and I think I've said it multiple times. Even the EAN argument is basically that before you come to talk about naturalism, endu samsarikkunnathinu munpu, the rational faculties are innocent until proven guilty. അതായത് ഇപ്പം പല ബിലീഫ്സും തെറ്റായിരിക്കും. ഇപ്പം ഒരു 500-600 വർഷം മുമ്പ് മനുഷ്യൻ സൂര്യനെ നോക്കുമ്പോഴത്തേന് സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് വാസ് എ ബിലീഫ് കോണ്ടന്റ്.
പക്ഷെ അവിടെ ആ ബിലീഫ് കണ്ടന്റിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള ഒരു ഡിഫീറ്റർ വന്നിട്ടില്ല. ദ മൊമെന്റ് ദാറ്റ് ഇറ്റ് വാസ് ഷോൺ ദാറ്റ് അത് തെറ്റാണ് എന്ന വ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിഫീറ്റർ ഫോർ ദാറ്റ് ബിലീഫ്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ബിലീഫ്സ് എല്ലാം നമുക്ക് ഹോൾഡ് ചെയ്യാനുള്ള, നമുക്കത് whatever epistemology, ഇവിടെ we are talking about when we are talking about epistemology and not ontology, very important. എപ്പിസ്റ്റമോളജി വൈസ് ഞാനത് എനിക്കത് ഐ ആം ജസ്റ്റിഫൈഡ്, ഐ ക്യാൻ ഗീവ് മൈ ജസ്റ്റിഫിക്കേഷൻ. കാരണം ഞാൻ നോക്കുമ്പോഴത്തേന് സൂര്യൻ ഭൂമിക്ക് ചുറ്റുമാണ് പോകുന്നത്, ഞാൻ അത് കാണും, ഞാൻ അത് ബിലീവ് ചെയ്യുന്നു. ദ മൊമെന്റ് ഐ ഗെറ്റ് എ ഡിഫീറ്റഡ്, ദെൻ ദ ബിലീഫ് ഈസ്, അല്ലെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി ലോ ആകുന്നു, ഓർ ഇറ്റ് ഈസ് ഡിഫീറ്റഡ്. ഇവിടെ നാച്ചുറലിസത്തിന് സംഭവിക്കുന്നത്, ഒരു നാച്ചുറലിസ്റ്റിന് സംഭവിക്കുന്നത്, ഈ നാച്ചുറലിസം എടുക്കുന്ന പോയിന്റ് വരെ he can obviously hold his rational faculties to be innocent until proven guilty. The moment you take naturalism and evolution, unless you can show that naturalism and evolution വഴി rational faculties നമ്മുടെ ട്രൂത്തിലേക്ക് മൈൻഡ് കൺവേർജ് ചെയ്യും, നമ്മുടെ മൈൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യം ട്രൂ ആണ്, അപ്പറന്റ് ആണെന്നല്ല ട്രൂ ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും. അത് ഈവൻ എക്സ്റ്റേണൽ ഡേറ്റ വെച്ച് തന്നെ ആയിരിക്കാം. ഇപ്പൊ ഈ സൂര്യന്റെ കാര്യം തന്നെ പറഞ്ഞ്, അത് കിട്ടി, അതിനെ മനസ്സിലാക്കി, അതിനെ പ്രോസസ് ചെയ്ത്, അയ്യോ ഞാൻ തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ പോലും എന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി തന്നെയാണ് ഞാൻ ആശ്രയിക്കുന്നത്. സയന്റിഫിക് മെത്തേഡ് എടുക്കുമ്പോൾ പോലും ഞാൻ എന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി തന്നെയാണ് ആശ്രയിക്കുന്നത്. അബ്ഡക്റ്റീവ് റീസണിങ് യൂസ് ചെയ്യുമ്പോഴും ഞാൻ എന്റെ അബ്ഡക്റ്റീവ് റീസണിങ് ഇസ് നോട്ട്, അതായത് ഒരു പ്യുവർ ഡിഡക്റ്റീവ് ഇതിലേക്കല്ല വരുന്നത്. നമ്മൾ അബ്ഡക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേന് യു ആർ ഓൾസോ യൂസിങ് യുവർ ഇമാജിനേഷൻ ആൻഡ് ദ സ്ട്രെങ്ത് ഓഫ് യുവർ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി അതർവൈസ്. അപ്പൊ അപ്പോഴെല്ലാം തന്നെ ഐ എം അസ്യൂമിങ് ദാറ്റ് മൈ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആർ റിലയബിൾ. ഒരു കാര്യം കൂടെ, ഇത് philosophy, I think that you might be aware, it has been a long issue between rationalism and empiricism. ഡെക്കാർട്ട് മുൻപോട്ട് വെച്ച പ്യുവർ ഡിഡക്റ്റീവ് ലോജിക്കിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് സയന്റിഫിക് മെത്തേഡ് വന്നപ്പോഴത്തേന് പാസ്കൽ പോലുള്ള ആൾക്കാർ. ആൻഡ് ദാറ്റ് ഓൾസോ ഹാസ് എ, എന്താ പറയുന്നത്, വേൾഡ് വ്യൂ പാരാമീറ്ററും ഉണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ തീസം ബേസിക്കലി കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് കംപ്ലീറ്റ്ലി നമുക്ക് ഡിഡക്റ്റീവായിട്ട് മാത്രം ലോജിക് എടുക്കാതെ യു ഓൾസോ ഹാവ് ടു യൂസ് അബ്ഡക്റ്റീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് റീസണിങ് ആസ് വെൽ എന്ന് വാദിക്കാൻ പാസ്കൽ ഒക്കെ മുൻപോട്ട് വെച്ച arguments on that goes back to Christian theism specifically. So that history is there. അതുകൊണ്ട് തന്നെ ഇവിടെ ആരും അങ്ങനത്തെ ഒരു ക്ലെയിം വെക്കുന്നില്ല. പ്രതീക്ഷ വെച്ച ഒരു ക്ലെയിം ഇവിടെ ഞാനും വെക്കുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് പ്രതീക്ഷ വെക്കുന്നുണ്ട്. we are നമ്മളിവിടെ ചർച്ച ചെയ്യുമ്പോൾ തന്നെ we are assuming that our rational faculties are reliable. They don't have all the data, but if they have enough data, then on most beliefs we will converge. Bayesian updating ഒക്കെ നമ്മൾ ബേസിക്കലി ആ രീതി തന്നെ ചെയ്യുന്നത്. പോസ്റ്റീരിയർ there is an axiom in probability, പോസ്റ്റീരിയേഴ്സ് തുടങ്ങുന്ന prior probability എന്താണെങ്കിലും പോസ്റ്റീരിയേഴ്സ് ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് വരുമ്പോഴത്തേന് ഫൈനലി the beliefs will converge on as you have more and more data. ഓക്കെ ഫൈൻ. അപ്പം ഇപ്പം നമ്മൾ രണ്ടുപേരും ആക്ച്വലി കോൺവേഴ്സ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണ് നമ്മൾ കോൺവേഴ്സ് നടക്കുന്നത്. നമുക്ക് നേരത്തെ വാട്ട് ഐ എം സെയിങ് വാസ്, ഐ മീൻ ആ ഒരു കോൺവെർസേഷൻ രീതിയിലല്ലായിരുന്നു പോകുന്നത്. ഇപ്പോഴാണ് ഒരു കോൺവെർസേഷൻ. ഇപ്പോൾ ആഷറിന്റെ പൊസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആഷർ പറഞ്ഞത് our cognitive faculties should be treated as innocent until proven guilty, and once you have a defeater, unless you don't have a defeater, you are good. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, what do you mean by a defeater എന്നൊരു ക്വസ്റ്റ്യൻ വരും. Do you take that, okay, all our cognitive faculties are wrong എന്നതിനാണോ ഡിഫീറ്റർ ആയിട്ട് എടുക്കുന്ന ആഷർ? അതോ hey, we are, some of the things probably your beliefs are wrong എന്നൊരു ഡിഫീറ്ററിനും ആഷർ ഒരു 100% ഡിഫീറ്റർ ആയിട്ടാണ് എടുക്കുന്നത്? ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ഡിഡക്റ്റീവ് ആർഗ്യുമെന്റോ എംപെരിക്കൽ ആർഗ്യുമെന്റ് എന്തെങ്കിലും ഉണ്ട്, ദിസ് ഷോസ് ദാറ്റ് 100% of our cognitive faculties are unreliable എന്ന് വന്നാൽ മാത്രമേ ഒരു ഡിഫീറ്റർ ആയിട്ട് ഞാൻ കാണുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്ത് നമ്മൾ ചില കാര്യങ്ങളിൽ എന്താ പറയുന്നത് അൺറിലയബിൾ ആണ്, ചില കാര്യങ്ങൾ റിലയബിൾ ആണ് എന്നത് എൻ്റെ ബിലീഫ്സിനുള്ള ഡിഫീറ്റർ ആയിട്ട് കണക്കാക്കേണ്ടതില്ല. അതിൻ്റെ റീസൺസ് ഞാൻ പറയാം. നമ്മൾ ഈവൻ നമ്മുടെ എവറിഡേ ലൈഫിൽ നോക്കാം. ഇപ്പം മാത്തമാറ്റിക്സ്, വി അസ്യൂം ദാറ്റ് മാത്തമാറ്റിക്സ് ഇസ് നെസസറിലി ട്രൂ. നമ്മുടെ ഏത് ഈവൻ ഫിലോസഫി, മാത്സ്, ഫിസിക്സ് എന്തെടുത്താലും, മാത്സ് ഓൾറെഡി പറഞ്ഞു, വി അസ്യൂം ദാറ്റ് മാത്തമാറ്റിക്കൽ ഫാക്ട്സ് ആർ നെസസറി ഫാക്ട്സ്. പക്ഷേ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് അടിസ്ഥാനമായിട്ടുള്ള ആക്സിയംസിൽ ഡിബേറ്റ് ആണ്, ആക്സിയം ഓഫ് ചോയ്സ്. ഷുഡ് വി ടേക്ക് ഇറ്റ് ഓർ നോട്ട് എന്നുള്ളൊരു സംഭവത്തിൽ പല ഡിബേറ്റ്സ് ഉണ്ട്. പല മാത്തമാറ്റീഷ്യൻസ് ആർ സൈഡിങ് വിത്ത് നോ, വി ഷുഡ് ടേക്ക് ആക്സിയം ഓഫ് ചോയ്സ്. Some mathematicians are saying that no, axiom of choice is not a reliable thing. So anyway, നമുക്കവിടെ ഒരു ഇത് കിട്ടിയിട്ടില്ല. ഐ മീൻ വിച്ച് വൺ ഈസ് ട്രൂ എന്നൊരു ഡയലമ നമുക്കുണ്ട്. സോ ഇറ്റ് ക്യാൻ ബി, പാഷന്റെ പോയിന്റ് വെച്ചിട്ട് ഇതൊരു ഡിഫീറ്റർ ആണ്. കാരണം നമുക്ക് മനസ്സിലായിട്ടില്ല, നമ്മൾ മാത്തമാറ്റിക്സ് നെസസറിലി ട്രൂ ആണ് എടുക്കുന്നുണ്ട്, പക്ഷെ ഫണ്ടമെന്റൽസ് ഓഫ് മാത്തമാറ്റിക്സിന്റെ ആക്സിയംസിൽ പോലും തർക്കം നടക്കുന്നുണ്ട്. ഈവൻ അടുത്താണ് ഗ്രഹാം പ്രീസ്റ്റ്.
another philosopher who challenges laws of logic, classical laws of logic ne question ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഗ്രഹാം പ്രീസ്റ്റ്. So he says that maybe they are not necessarily true. So we do have arguments which challenges our fundamental axioms or fundamental presuppositions, but still we presuppose them because ഇത് seemingly true ആണ് എന്നതുകൊണ്ട് തന്നെ നമ്മളത് നെസസറിലി ട്രൂ ആണെന്നൊരു അസംഷൻ എടുത്തിട്ട് നമ്മൾ പോകുന്നുണ്ട്. നമ്മൾ നമ്മുടെ വേൾഡ് വ്യൂ ബിൽഡ് ചെയ്യുന്നുണ്ട്, നമ്മൾ സയൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, പല കാര്യങ്ങളും നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ ഫോർ മീ ആഷറിൻ്റെ ഈ എക്സ്പ്ലനേഷൻ, അതായത് നമുക്കൊരു ഡിഫീറ്റർ കിട്ടി എങ്കിൽ ഇതാണ്. പക്ഷെ ഞാൻ അവിടെ ഡിഫീറ്റർ എന്ന് കാണുന്നത് ഓൾ അവർ കോഗ്നേറ്റീവ് ഫാക്കൽറ്റീസ് ആർ അൺറിലയബിൾ എന്ന ഒരു ആർഗ്യുമെന്റ് കിട്ടിയാൽ മാത്രമേ അതിനെ ഞാൻ ഡിഫീറ്റർ ആയിട്ട് കാണുന്നുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം EAAN at max what it shows is that എവല്യൂഷൻ ആൻഡ് നാച്ചുറലിസം വഴി നമുക്ക് 100% റിലയബിലിറ്റി കിട്ടത്തില്ല എന്നത് മാത്രമാണ് ചെയ്യുന്നത്. സോ ദാറ്റ് doesn't warrant me to conclude that my belief in naturalism or all my beliefs are false. ഇതാണ് എൻ്റെ പ്ലെയിൻ ആൻഡ് സിമ്പിൾ ആർഗ്യുമെന്റ്. ആഷർ അതിനുള്ള കൗണ്ടർ പറയും. പ്രതീഷ്, നേരത്തെ പറഞ്ഞ മറുപടി വാസ് റെലവെന്റ്. ഈ പറഞ്ഞ മറുപടി ഒട്ടും റെലവെന്റ് അല്ല. പ്രതീഷ് ഇപ്പം ഗ്രാൻഡ് പ്രീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു, ആക്സിയംസിനെ. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്കിവിടെ ഗ്രാൻഡ് പ്രീസിന്റെ ഒക്കെ പൊസിഷൻ എടുത്താൽ നമുക്കിവിടെ എന്താ പറയുന്നത്, റൂം അവസാനിപ്പിച്ച് പോകാം. സോ I mean, and I would be happy if you actually take some extreme views, to be honest. But I still think that you would not go that far. I mean, I'm not sure. Anyway, ഇവിടെ ബേസിക്കലി പ്രതീക്ഷ ഡിഫീറ്റർ എന്താ? വാട്ട് ഇസ് എ ഡിഫീറ്റർ? ഐ എം നോട്ട്, ഇത് ക്രോസ് ക്വസ്റ്റ്യനിങ് അല്ല. ബിക്കോസ് പ്രതീക്ഷ ഡിഫീറ്ററിനെ തന്നെ റീഡിഫൈൻ ചെയ്താൽ പിന്നെ കാര്യമില്ല. ഡിഫീറ്റർ എന്താണെന്ന് പ്രതീക്ഷ മനസ്സിലാക്കിയ രീതിയിൽ I don't think that ഇപ്പം നമ്മുടെ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസും റാഷണൽ ഫാക്കൽറ്റീസും റിലയബിൾ അല്ല എന്നൊരു ആർഗ്യുമെന്റ് വെച്ചിട്ട്, സോ ഹെൻസ് വാട്ട് എവർ യു റാഷണലി ബിലീവ് കനോട്ട് ബി റാഷണലി അക്സെപ്റ്റഡ് എന്നത് എൻ്റെ റാഷണൽ ബിലീഫ്സിനുള്ള ഒരു ഡിഫീറ്ററായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എൻ്റെ വ്യൂവിൽ വി ഡു ഹാവ് unreliable faculties because it seems to me that some of our rational faculties are false. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ, കാരണം ഇപ്പം റാഷണൽ ഫാക്കൽറ്റീസ് ഫാൾസ് ആയതുകൊണ്ട് തന്നെയാണ് പല കാര്യങ്ങളും നമുക്ക് തർക്കം വരുന്നതെന്നാണ് എൻ്റെ വ്യൂ. So it seems to me that in some cases our rational faculties are false or cognitive abilities are I'm false. sorry for interrupting, but my question was, what is a defeater? ഡിഫീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ in this case, in this context, you need to I would accept a defeater only when it shows that all my cognitive faculties are false. അല്ലെങ്കിൽ ഞാൻ എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് വെച്ച് എടുക്കുന്ന എല്ലാ ബിലീഫ്സും ഫോൾസ് ആകുമെന്ന് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ് മാത്രം. ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നത് സോറി, ബട്ട് മൈ ക്വസ്റ്റ്യൻ വാസ് നോട്ട് ദാറ്റ്. ഞാൻ ഡിഫീറ്റർ ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യും അപ്പൊ അക്സെപ്റ്റ് ചെയ്യല്ല. വാട്ട് ഈസ് എ ഡിഫീറ്റർ? ഓക്കെ, മൈ പൊസിഷൻ, എൻ്റെ പൊസിഷനെ എന്താ പറയുന്നത്, എൻ്റെ ഇപ്പൊ ഞാൻ എന്താണോ ആർഗ്യൂ ചെയ്യുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ് ട്രൂ എന്നുള്ള ഒരു പൊസിഷൻ, ഒരു ആർഗ്യുമെന്റ് വെക്കുന്നതാണെങ്കിൽ ഞാൻ അതിനെ ഡിഫീറ്റർ എന്ന് വിളിക്കും. ഇപ്പൊ ഞാനൊരു ക്ലെയിം ചെയ്യുകയാണ്, ആൻഡ് ഡിഫീറ്റർ വേരീസ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദ ആർഗ്യുമെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറയുകയാണ് atheism is 100% true, ഞാൻ ഒരു ക്ലെയിം വെച്ചെന്ന് വിചാരിച്ചു. If you have an argument that shows that hey, there is 1% chance that theism is true, then that's a defeater for my argument. ഇപ്പം ഞാൻ പറയുകയാണ് atheism is probably true എന്നൊരു ആർഗ്യുമെന്റ് വെക്കുകയാണ്. അപ്പം ആഷർ ഒരു തിരിച്ച ആർഗ്യുമെന്റ് വെക്കുകയാണ് ഇറ്റ്സ് atheism ട്രൂ ആവാനുള്ള പ്രോബിലിറ്റി 0% ആണ്. then that's a defeater for my argument. So based on the argument, ഡിഫീറ്റർ ആണ്. ഐ മീൻ ബേസിക്കലി ഡിഫീറ്റർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ക്ലെയിമിൽ ഒരു ഇൻകോഹറൻസ് ഉണ്ട് എന്ന് കാണിക്കുന്നതിനെ ഡിഫീറ്ററായിട്ട് കണക്കാക്കാം. അല്ലെങ്കിൽ എൻ്റെ ക്ലെയിമിന് വിരുദ്ധമായിട്ടുള്ള ഒരു ക്ലെയിം ആണ് കൂടുതൽ റാഷണലി അക്സെപ്റ്റബിൾ എന്നൊരു ക്ലെയിമിനെ ഞാൻ ഡിഫീറ്ററായിട്ട് കാണാം. അല്ല, ബേസിക്കലി ഡിഫീറ്റർ ഇസ് ദാറ്റ് any argument or any fact, let's say, that emerges, any evidence that emerges that gives you reason, or that gives you enough reason to doubt whatever belief that you were holding, that is a defeater. അതാണ് ബേസിക്കലി ഒരു ഡിഫീറ്റർ. ഇവിടെ ഞാൻ പറഞ്ഞത് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ 100% റിലയബിലിറ്റി നമുക്ക് രണ്ടുപേർക്കും അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ദാറ്റ് ഇസ് 100% റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ, വെൻ യു ഹാവ് ഓൾ ദ ഡേറ്റ, നിങ്ങൾക്ക് കിട്ടാൻ പറ്റുന്ന ഡേറ്റ എല്ലാം കിട്ടുമ്പോഴത്തേന് ഇറ്റ് ഈസ് എ ഫണ്ടമെന്റൽ റൂൾ ഓഫ് പ്രോബിലിറ്റി കാൽക്കുലസ് ദാറ്റ് യുവർ ബിലീഫ്സ് വിൽ കൺവേർജ്. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് വി ഡോണ്ട്. ഇപ്പം നമ്മൾ മെറ്റഫിസിക്കൽ ട്രൂത്തിനെ പറ്റിയൊക്കെ നമ്മൾ ഡൈവേർജ് ചെയ്യുന്നതിന്റെ കാര്യം നമുക്ക് അവിടെ ഒരു ലോജിക്കൽ ഓംനിഷൻസ് ഇല്ല. പക്ഷേ ഇപ്പൊ ഞാൻ പറയുന്നത് പ്രതീക്ഷിന് മനസ്സിലാകുകയും പ്രതീക്ഷയുമായിട്ട് ഞാൻ ചർച്ച ചെയ്യുമ്പോഴത്തേന് ഞാൻ എന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണെന്ന് തന്നെയാണ് അംഗീകരിക്കുന്നത്. പ്രതീക്ഷ അത് അങ്ങനെ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്,
ബേസിക്കലി ആ വ്യൂവിനെ നമ്മളത് ബേസിക്കലി ഇന്നസെന്റ് അണ്ടിൽ പ്രൂവൺ ഗിൽറ്റി എന്ന വ്യൂവിനെ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴത്തേന് പ്രതീക്ഷ അതിനോടൊപ്പം തന്നെ നാച്ചുറലിസം അസ്യൂം ചെയ്യുക, എവല്യൂഷനും നാച്ചുറലിസം ഒറ്റ കൺജങ്ഷൻ ആയിട്ട് തന്നെ അസ്യൂം ചെയ്യുവാണ്, അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് പ്രോബബിലിറ്റി ഓഫ് ആർ ഗീവൺ എൻ ആൻഡ് ഇ ദാറ്റ് വുഡ് ഗോ ഡൗൺ ബിക്കോസ് ഇനി അതിനെ ഡിഫീറ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ഗിവ് മീ പ്രോബബിലിറ്റി ഓഫ് എൻ given r and e plus something, and that something should be basically something that offsets this probability of n given r and d. അത്രേ ആർഗ്യുമെന്റ്സ് ഉണ്ട്, വേണമെങ്കിൽ അത്രേ ആർഗ്യുമെന്റ്സ് വേണമെങ്കിൽ പ്രതീക്ഷ എടുക്കാം. ഓർ യു ക്യാൻ ഗിവ് മീ, കാരണം ഇതൊരു റാഡിക്കൽ സ്കെപ്റ്റിക്കൽ ആർഗ്യുമെന്റ് അല്ല EAAN. ആദ്യം മുതലേ പറയുന്നുണ്ട് ഇതൊരു ഡിബങ്കിങ് ആർഗ്യുമെന്റ് ആണ്. ഈ ഡിബങ്കിങ് ആർഗ്യുമെന്റിന്റെ എംപെരിക്കൽ ബേസിസ് വരുന്നത് എവല്യൂഷണറി തിയറിന്നും എവല്യൂഷണറി സൈക്കോളജിന്നും തന്നെയാണ്. കാരണം എവല്യൂഷനിൽ അടിസ്ഥാനപരമായിട്ട് യാതൊന്നും തന്നെ ബിലീഫ് കോണ്ടൻഷന്റെ ട്രൂത്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ യാതൊന്നും തന്നെ there is literally zero empirical evidence for that. On the contrary, evolutionary biologists will agree that it has nothing to do with എന്താ പറയുന്നത്, ഈവൻ ഈ ഇമർജന്റ് തിയറീസ് എടുക്കുന്ന ന്യൂറോ പോലും പറയുന്നത് ഇമർജന്റ് തിയറീസ് പ്യൂർലി തിയോറട്ടിക്കൽ ആണ്. അതിന് എംപെരിക്കൽ എവിഡൻസ് ലിറ്ററലി സീറോ. ആൻഡ് ഐ സ്റ്റാൻഡ് വിത്ത്, ഞാനിത് പൂർണ്ണ അക്കൗണ്ടബിലിറ്റിയോടാണ് പറയുന്നത്. താഴെ ചാറ്റിലോ മുകളിൽ വന്നോ ഇതിന് എംപെരിക്കൽ എവിഡൻസ് തന്നാൽ then you have a case against the defeater. You have a defeater. Okay, so Asher, first of all, I think we don't have to discuss philosophy of mind here. Basically, like reductive materialism, identity theory, physicalism, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഐഡിയലിസം, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡുവലിസം, പാൻസൈക്കിസം, ഇങ്ങനെയുള്ള ഫിലോസഫി ഓഫ് മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ്നെസ്സിനെ പറ്റിയും ന്യൂറോളജിക്കൽ സ്റ്റേറ്റ്സിനെയും പറ്റിയുള്ള തർക്കത്തിലേക്കല്ല നമ്മൾ ഇവിടെ പോകുന്നത് എന്ന് നമ്മൾ രണ്ടുപേരും അംഗീകരിക്കുന്നുണ്ട്. ഇല്ല, അംഗീകരിക്കുന്നില്ല. ഞാൻ അത് പറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. പ്രതീക്ഷ ലാസ്റ്റ് ഫോർമുലേറ്റ് ചെയ്ത ആർഗ്യുമെന്റ് പിന്നെ എന്താ പ്ലാന്റിംഗ് ചെയ്യുന്നത്? ആർഗ്യുമെന്റിനെ ആണോ ഖണ്ഡിക്കുന്നത്? ആർഗ്യുമെന്റിനെ ഖണ്ഡിക്കുകയാണെങ്കിൽ യു ഹാവ് ടു ബേസിക്കലി എൻഗേജ് വിത്ത് ദീസ് വ്യൂസ്. അല്ല, ഞാൻ പറയുന്ന വ്യൂ എന്താണ്, കാരണം ഇപ്പോൾ റിഡക്റ്റീവ് മെറ്റീരിയലിസത്തിന് ഇങ്ങനെ പറ്റില്ല, അല്ലെങ്കിൽ ഈ എന്താ പറയുന്നത് ഐഡിയലിസത്തിന് ഇത് പറ്റില്ല, അല്ലെങ്കിൽ സബ്സ്റ്റൻസ് ഡ്യുവലിസത്തിന് ഇങ്ങനെ പറ്റില്ല എന്നത് ആക്ച്വലി ദാറ്റ്സ് എ ഡിബേറ്റ് വിത്തിൻ ദ ഫിലോസഫി ഓഫ് മൈൻഡ്. ഇതിൽ ഏതാണ് ട്രൂ എന്നത്, കാരണം ഇപ്പൊ എലിമിനേറ്റീവ് മെറ്റീരിയലിസ്റ്റുകൾ ക്വാളിയെ റിജക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദേ റിജക്ട് ക്വാലിയ. അപ്പൊ അവർ ക്വാലിയ എന്നുള്ളൊരു പ്രോപ്പർട്ടി എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാണ് അവർ ഫോം ചെയ്യുന്നത്. പക്ഷെ ഐഡിയലിസ്റ്റുകൾ എന്താ പറഞ്ഞാൽ ക്വാലിയ എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ, എക്സ്പീരിയൻസുകൾ മാത്രമേ ഉള്ളൂ. ആൻഡ് ഈവൻ ഐഡിയലിസം ഒരു നാച്ചുറലിസ്റ്റ് വ്യൂ ആണ്, ആഷറിനും അറിയാമെന്ന് ഞാൻ കരുതുന്നു. സോ ഐഡിയലിസം എന്നൊരു നാച്ചുറലിസ്റ്റ് വ്യൂ പറയുന്നത് എക്സ്പീരിയൻസസ് മാത്രമേ ഉള്ളൂ, ഈ മാറ്ററും സംഭവങ്ങളൊക്കെ സെക്കൻഡറി ആണ്, അബ്സ്ട്രാക്ഷൻസ് ആണ് എന്നുള്ള സംഭവമാണ്. അപ്പൊ എൻ്റെ വ്യൂ, ഞാൻ അതിൽ എടുക്കുന്ന വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡിബേറ്റ് ബിറ്റ്വീൻ ലൈക്ക് അവർ ഫിലോസഫി ഓഫ് മൈൻഡിലുള്ള ഡിബേറ്റും EAAനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഡിബേറ്റ്സ് ആണ്. ഇറ്റ് ഡസൻറ്റ് ഡിറ്റർമൈൻ ലൈക്ക് ഇത് എലിമിനേറ്റീവ് മെറ്റീരിയലിസോ അല്ലെങ്കിൽ ഐഡന്റിറ്റി തിയറിയോ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഏതാണ് ശരി എന്നതൊരു ഇൻഡിപെൻഡന്റ് ഡിബേറ്റ് ആണ്. EAAN ഇൻഡിപെൻഡന്റ് ഡിബേറ്റ് ആണ്. കാരണം ചിലപ്പം ദ ബെസ്റ്റ് ഫോർമുലേഷൻ ഓഫ് റിഡക്റ്റീവ് മെറ്റീരിയലിസം മൈറ്റ് അക്കൗണ്ട് ഫോർ ഈ എന്താ പറയുക മാറ്റർ ട്രൂത്ത് എന്നത് ചിലപ്പോൾ ഒരു കണ്ടന്റ് ആയിട്ട് മാറാം, അല്ലെങ്കിൽ ഒരു മാറ്റർ ആണ്, ഇവൻച്വലി അതൊരു മാറ്റർ ആണ് എന്നൊരു വ്യൂ ചിലപ്പോൾ വരാതിരിക്കാം. ദാറ്റ്സ് എ സെപ്പറേറ്റ് ഡിബേറ്റ്. ഞാനിവിടെ എടുക്കുന്ന വ്യൂ, ആഷറിനോട് ഞാനിപ്പോൾ ഇവിടെ എടുത്ത വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പറയുന്ന വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിനിറ്റ് 1 സെക്കൻഡ്. അപ്പം ഞാനിവിടെ എടുക്കുന്ന വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൾട്ടീസ് റിലയബിൾ അല്ല എന്ന് EAAN പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവല്യൂഷൻ ആൻഡ് നാച്ചുറലിസം കൺജങ്ഷനിൽ എടുക്കുമ്പോൾ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൾട്ടീസ് റിലയബിൾ അല്ല എന്നൊരു ആർഗ്യുമെന്റ് ഈസ് നോട്ട് എ ഡിഫീറ്റർ ദാറ്റ് ഫോർ എന്താ പറയുന്നത് ഫോർ മൈ ബിലീഫ്സ്. ദീസ് തിങ്സ് ഐ ഓൾറെഡി നോ. ഇത് ഓൾറെഡി പ്രീസപ്പോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് വി ഹാവ് ഗുഡ് എവിഡൻസ് ടു സേ ദാറ്റ് അവർ കോഗ്നിറ്റീവ് ഫാക്കൾട്ടീസ് ഡു ഹാവ് പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് ഹാലുസിനേഷൻസ് തോന്നാറുള്ള സാധ്യതകളുണ്ട്. നമുക്ക് പല കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള നിർവചനങ്ങളും തെറ്റായിട്ടുള്ള അഭിപ്രായങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ സംഭവങ്ങൾ ഒരു റിലയബിൾ കോഗ്നിറ്റീവ് ഫാക്കൾട്ടി ഇല്ലാത്തതിൻ്റെ അവസ്ഥയായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഐ ഓൾറെഡി അഗ്രി ദാറ്റ് 100% റിലയബിലിറ്റി എന്നില്ല. പിന്നെ റിലയബിലിറ്റി എന്നത് ഒരൊറ്റ സെറ്റായിട്ടല്ല ഞാൻ കാണുന്നത്. ദർ ആർ വേരിയസ് റീജിയൻസ്. കാരണം പ്ലാന്റിംഗ് അതിന് റിലയബിലിറ്റി എന്നാണ് പറയുന്നത്, ബട്ട് വി ഷുഡൻ ടേക്ക് റിലയബിലിറ്റി ആസ് എ ഹോൾ. ഇപ്പം സോബർ, ഞാൻ കോട്ട് ചെയ്യുന്നത് സോബറിൻ്റെ ഒരു റെസ്പോൺസാണ്. അതായത്
റിലയബിലിറ്റി എന്ന് പറയുന്നത് വാട്ട് യു മീൻ ബൈ റിലയബിലിറ്റി? റിലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ബിലീഫ്സും എടുക്കണം. അതായത് ബിലീഫ്സ് ഇൻ അവർ മെറ്റഫിസിക്കൽ ട്രൂത്ത്സ്, ബിലീഫ്സ് ഇൻ അവർ എംപിരിക്കൽ ട്രൂത്ത്സ്, ബിലീഫ്സ് ഇൻ അവർ മാത്തമാറ്റിക്കൽ, ഇങ്ങനെ ഒരുപാട് ബിലീഫ്സ് ഉണ്ട്. എല്ലാത്തിനെയും ഒറ്റയ്ക്കല്ല നമ്മൾ ക്ലബ് ചെയ്യുന്നത്. നമുക്ക് പല കാര്യങ്ങൾ റിലയബിലിറ്റി ഉണ്ട് എന്ന് നമുക്ക് അറിയാം. ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നവർ, എവല്യൂഷൻ വെച്ച് റെസ്പോണ്ട് ചെയ്യുന്നവരും പറയുന്ന ഇതാണ്, എംപിരിക്കൽ കാര്യങ്ങളിൽ there is a good chance that we will get reliability because that helps in survival. So it is possible that adum avaru 100% claim alla vekkunne. You need to find that also. They don't make 100% claims. They say that evolutionary pathway is possible ano? Yes, this is possible. Ee rendu situation le edinanu koodal survival benefit ullathu? Yes, ee oru cognitive reliable cognitive faculty ulla animals ne survival benefit undu. So ingane oru rendu situation aanengil evolution ee sambhavam select cheyyum, selection process idine select cheyyum ennadu vishwasikkannadil തെറ്റില്ല. So we do have reliable faculties in some areas, but we don't have reliability in some area. Even though we presuppose our reliability for all our reasoning, that's not a defeater എന്നാണ് എൻ്റെ ആർഗ്യുമെന്റ്. അതിനെയാണ് ആഷർ കൗണ്ടർ. അല്ല പ്രതീക്ഷ ഇവിടെ ഐ ഡോണ്ട് നോ. സോ ഐ തിങ്ക് തുടങ്ങിയപ്പം പ്രതീക്ഷ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പം പ്രതീക്ഷ സ്വയം ഐ തിങ്ക് യു ആർ ആക്ച്വലി ഫോളോയിങ് ഇൻ ടു വാട്ട് ഐ വുഡ് സേ is the argument itself. കാരണം പ്രതീക്ഷ പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത് ഡിഫീറ്ററിന്റെ കാര്യം പറഞ്ഞപ്പം പ്രതീക്ഷ ഇപ്പൊ പറഞ്ഞ ചില ഏരിയസിൽ കോഗ്നിറ്റീവ് okay, before when I say that, philosophy of mind is absolutely necessary here. കാരണം പ്ലാന്റിംഗ് അവസാനം വെക്കുന്ന ആർഗ്യുമെന്റിൽ മെറ്റീരിയലിസത്തെയാണ് കൗണ്ടർ ചെയ്യുന്നത്. എലിമിനേറ്റീവ് മെറ്റീരിയലിസം വേണമെങ്കിൽ ഞാൻ ചർച്ച ചെയ്യാൻ റെഡിയാണ്. പക്ഷെ he basically goes into reductive materialism, non-reductive materialism. അത് ഐ തിങ്ക് അറൌണ്ട് പേജ് 370 മുതൽ ഫ്രം അദ്ദേഹത്തിന്റെ where the conflict really lies, if my memory serves me right, ഏതാണ്ട് യുനോ ലോങ് ഡിസ്കഷൻ തന്നെ ഈ രണ്ട് ഏരിയസിനെ പുള്ളി വളരെ വളരെ നന്നായിട്ട് തന്നെ പല ലൈൻസ് ഓഫ് കൊറോളറീസ് കൊടുത്തുകൊണ്ട് ആർഗ്യൂ ചെയ്യുന്നുണ്ട്. അതിന്റെ ചില കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇപ്പം പ്രതീക്ഷ പറയുകയാണ് ചില ഫാക്കൽറ്റീസ് നമ്മുടെ റിലയബിൾ അല്ല, ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മുടെ ഫാക്കൽറ്റീസ് റിലയബിൾ അല്ല, ഹാലൂസിനേഷന്റെ സമയത്ത് നമ്മുടെ ഫാക്കൽറ്റീസ് റിലയബിൾ അല്ല. ബേസിക്കലി അത് അല്ല എന്ന് പറയുമ്പോൾ ചില സമയത്ത് എന്റെ ഫാക്കൽറ്റി റിലയബിൾ അല്ല എന്ന് ഞാൻ മദ്യം കഴിച്ച സമയത്ത് അത് റിലയബിൾ അല്ല എന്ന് പറയുന്നതിന്റെ അതിന് റീസൺ ഞാൻ പറയുമ്പോൾ ലെറ്റ് മീ വേർഡ് ദിസ് കറക്റ്റ്ലി. എന്റെ ഫാക്കൽറ്റീസ് ചില സമയത്ത് റിലയബിൾ അല്ല എന്ന് ഞാൻ വാദിക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രതീക്ഷ അതങ്ങനെ വാദിക്കുമ്പോൾ തന്നെ പ്രതീക്ഷ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ റിലയബിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഏതൊക്കെ ഘട്ടങ്ങളിൽ അത് റിലയബിൾ അല്ല എന്ന് വാദിക്കുന്നത്. ഇവിടെ വി ആർ ബേസിക്കലി ടോക്കിംഗ് അബൌട്ട് എ ജനറൽ ട്രൂത്ത്. ഇവിടെ ജനറലി സ്പീക്കിംഗ് നമുക്ക് ആവശ്യത്തിന് ഡേറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഈവൻ ഡേ ടു ഡേ നമ്മുടെ ബിഹേവിയേഴ്സിലും നാം ബിലീവ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഓൾ ദ ടൈം. ആൻഡ് നമ്മൾ എല്ലാ തീരുമാനങ്ങളും എടുക്കുമ്പോഴും, ഞാനിപ്പോ എന്റെ സൈഡിൽ ഒരു ഗ്ലാസ് ഇരിക്കുക, ആ ഗ്ലാസ്സിലേക്ക് ഞാൻ കൈ നീട്ടി എടുക്കുമ്പോഴത്തേന് ഞാൻ ആ ഗ്ലാസ് അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് ഒരു കണ്ടന്റ് ഫോം ചെയ്തിട്ട് ഞാൻ ആ ഗ്ലാസ്സിലേക്ക് കൈ നീട്ടി എടുക്കുമ്പോഴത്തേന് അവിടെ ഒരു ബിലീഫാണ് ജനറേറ്റ് ആകുന്നത്. അങ്ങനത്തെ നമ്മുടെ വി ആർ വർക്കിംഗ് ഓൺ സോ മെനി റിലയബിൾ ബിലീഫ്സ്. ഇതിനെതിരെ പ്രതീക്ഷ ബാധിക്കുകയാണല്ല. പക്ഷെ പിന്നെ ഡേറ്റ ഇല്ലാത്തടത്ത് when we have less data or when we are basically under the influence of alcohol and things like that, നമ്മുടെ നാം എടുക്കുന്ന ബിലീഫ്സ് റിലയബിൾ അല്ല എന്ന് വാദിക്കുമ്പോൾ പോലും പ്രോപ്പർ സ്റ്റേറ്റിൽ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ റിലയബിലിറ്റി എഗ്രി ചെയ്തുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു വാദം എടുക്കുന്നത്. കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്, EAANും പറയുന്നത്, താങ്കളും പറയുന്നത്. അപ്പം ബേസിക്കലി അങ്ങനെയാണെങ്കിൽ നാച്ചുറലിസവും എവല്യൂഷനും എടുക്കുമ്പോഴത്തേന് ഇനിയും പ്രതീക്ഷ പറയുമ്പോഴത്തേന് കൃത്യമായിട്ടൊരു മറുപടി തരുവാണെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ മുൻപോട്ട് പോകാൻ വളരെ ഉപകാരമായിരിക്കും. എവല്യൂഷനും നാച്ചുറലിസവും എടുത്താൽ അത് അഗ്രി ചെയ്യുന്ന ഒരാൾക്ക്, അതായത് എന്റെ വ്യൂവിൽ ഐ എം നോട്ട് ടേക്കിംഗ് നാച്ചുറലിസം എടുക്കുമ്പോഴത്തേന്, എവല്യൂഷൻ എടുക്കുമ്പോഴത്തേന് there are no ultra natural minds. There is no mind that precedes the process, that is ontologically and chronologically prior to the process. അങ്ങനെയാണെങ്കിൽ മൈൻഡ്സിലേക്ക് ഇവോൾവ് ആയി വരാനും ആ മൈൻഡ്സ് ന്യൂറോ ഫിസിയോളജിക്കൽ പ്രോപ്പർട്ടീസിനെ ട്രാൻസെൻഡ് ചെയ്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ ട്രൂത്ത് കണ്ടന്റിലേക്ക് തന്നെ കൺവേർട്ട് ചെയ്യാനും അതിന്റെ സാധ്യതയും അത് നാച്ചുറലിസ്റ്റി സാധ്യമാണ്, അതിന്റെ പ്രോബിലിറ്റി ഹൈ ആണെന്ന് കാണിക്കുന്ന ക്ലിയർ ആയിട്ടുള്ള ഒരു എവിഡൻസ്. ഞാൻ ചോദിച്ച ചോദ്യം താങ്കൾക്കും താഴത്തെ ഓഡിയൻസിനും ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനുള്ള എവിഡൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതിനുള്ള കൃത്യമായിട്ടുള്ള ഒരു ആർഗ്യുമെന്റ് തന്നാൽ വി ക്യാൻ, ഐ തിങ്ക് ദിസ് വിൽ ബി എ മോർ മീനിങ്ഫുൾ കോൺവെർസേഷൻ. ഞാൻ അതിനെ തന്നെയാണ് ചലഞ്ച് ചെയ്യുന്നത്. അങ്ങനെ ഒരു ആർഗ്യുമെന്റിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. മനസ്സിലായോ? ആഷർ എന്നോട് ചോദിച്ചത് പ്രോബിലിറ്റി ഓഫ് റിലയബിലിറ്റി എവല്യൂഷൻ വെച്ച് ഹൈ ആണെന്നൊരു ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ തർക്കം ചെയ്യാണ്. അത് വൺ വേ ഓഫ് ആർഗ്യൂയിങ് ആണ്. ഞാൻ ആ ഒരു റെഫ്യൂട്ടേഷൻ അല്ല ഞാൻ മുമ്പോട്ട് വന്നത്. ഞാനൊരു പ്രിമൈസ് അവിടെ റിജക്ട് ചെയ്തു.
ഞാൻ ഇപ്പൊ ആശർ പറഞ്ഞൊരു കാര്യം എന്താണ്, നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് വെച്ചാണ് നമ്മൾ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിനെ അസസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഇത് അസംഷൻ എടുക്കണം. യെസ്, ഇത് എന്ത് പറഞ്ഞേ, ഫൗണ്ടേഷനലിസത്തിന്റെ ഒരു പ്രശ്നമാണ്. അതായത് നമ്മൾ എന്തെടുത്താലും ഓക്കെ, നമ്മൾ ഇതിനെ നമ്മൾ ഇത് വെച്ച് കൊടുക്കും, ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്, ഒരു മിനിറ്റ്, സോറി. അപ്പോൾ അതായത് നമുക്ക് സയൻസ് ഉണ്ട്, സയൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ മാത്സ് ട്രൂ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്, മാത്സ് ട്രൂ ആണെന്ന് വിശ്വസിക്കുന്ന നമ്മുടെ ലോജിക് ട്രൂ ആണെന്ന്, കാരണം ആക്സിയംസ് ട്രൂ ആണെന്ന് വിശ്വസിക്കുന്നുണ്ട്, ആക്സിയംസ് ട്രൂ ആണ്, ആക്സിയംസ് ഡിഡക്റ്റീവ് സംഭവങ്ങൾ ട്രൂ ആണെന്ന് നമ്മൾ ലോസ് ഓഫ് ലോജിക് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ അസ്യൂം ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു ഫൗണ്ടേഷനിലെത്തും. ഇനി ഈ ഫൗണ്ടേഷനിന് ഫർദർ ഫൗണ്ടേഷൻ പോകാൻ നമുക്ക് ചിലപ്പോൾ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ അവിടെ എടുക്കുന്ന മെത്തേഡാണെങ്കിൽ നമ്മൾ അതിനെ വെച്ച് തന്നെ അതിനെ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അതിനെ ജഡ്ജ് ചെയ്യും. Fortunately or unfortunately, all we have is intuitions and cognitive abilities at the bottom. I think then Okay. the argument, then you have no reason to Asher, ഞാൻ assume. പറയട്ടെ, കംപ്ലീറ്റ് ഇവിടെ ഒരു ആക്സിയോമാറ്റിക് അസംഷൻ ആണ് പ്രതീക്ഷ എടുക്കുന്നത്. എനിക്കത് വളരെ, അത് താഴത്തെ ഓഡിയൻസും ഫോളോ ചെയ്യണം, ബിക്കോസ് വാട്ട് യു ആർ സേയിങ് ഈസ് ആൻ ആക്സിയോമാറ്റിക് അസംഷൻ. Asher, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. Ultimately I'll take that as a belief. Asher, കംപ്ലീറ്റ് ചെയ്യട്ടെ. ആൻഡ് ഓക്കെ, അപ്പം ഫണ്ടമെന്റലി നമ്മൾ എടുക്കുന്നത്, അതായത് എല്ലാ ടൂൾസും എടുത്തിട്ട് നമ്മൾ ഏറ്റവും താഴെ എടുക്കുമ്പോൾ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആണുള്ളത്. ഇനി ഈ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് വെച്ച് തന്നെയാണ് നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. സീമിംഗ്ലി ദാറ്റ് ഈസ് ട്രൂ ഫോർ മീ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ അന്ന് ചെയ്തത് മണ്ടത്തരമായി പോയല്ലോ എന്ന് ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് വെച്ച് തന്നെയാണ്. ഞാൻ അന്ന് വെള്ളം അടിച്ചു പോയല്ലോ, അല്ലെങ്കിൽ ഞാൻ അന്ന് ഛർദ്ദിച്ചല്ലോ, അല്ലെങ്കിൽ ഞാനന്ന് എന്ത് പറയുമ്പോൾ ഇത് ചെയ്തല്ലോ, അത് ചെയ്തല്ലോ, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞാൻ എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് അത് ശരിയായി പോയില്ലല്ലോ, ഇത് ശരിയാണല്ലോ, അത് നല്ലതായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിനെ എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് വെച്ച് ഞാൻ ജഡ്ജ് ചെയ്യണം. ആഷറും അങ്ങനെയാണ് ചെയ്യുന്നത്. യു ജഡ്ജ് യുവർ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്, യു തിങ്ക് ഐ വാസ് റോങ് ദെയർ ഓർ ഐ വാസ് റൈറ്റ് ദെയർ ബേസ്ഡ് ഓൺ യുവർ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ഓൺലി. ഇതൊരു ഏത്തീസ്റ്റും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, തീസ്റ്റും അങ്ങനെ. ഐ മീൻ, തീസം ശരിയാണെങ്കിലും നാച്ചുറലിസം ശരിയാണെങ്കിലും രണ്ടു കൂട്ടരും ഏത് വേൾഡ് വ്യൂലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ, ഈവൻ ഇഫ് ഇപ്പൊ ഇതല്ലാത്ത ഒരു മൂന്നാമത്തെ ഒരു വേൾഡ് വ്യൂ ആണ് ട്രൂ എന്ന് വിചാരിച്ചോ, ഐ ഡോണ്ട് നോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്, ബട്ട് ഈവൻ ഇഫ് ഇൻ ദാറ്റ് വേൾഡ് വ്യൂ, what we do is we use our cognitive faculties to judge our cognitive faculties. And we do have good reasons to believe that there are some cases in our where cognitive faculties are unreliable. ആഷർ വെക്കുന്ന കേസ് എന്താണ്, നമ്മളത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്തിട്ടാണ് അതിനെ ജഡ്ജ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് ഡിഫീറ്റർ ആണ്. ആ ഒരു പ്രിമൈസിനാണ് ഞാൻ റിജക്ട് ചെയ്യുന്നത്. ആ ഒരു സംഭവം ഡിഫീറ്റർ അല്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ ഒരു കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് മാത്രമല്ല നോക്കുന്നത്, നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സംഭവങ്ങൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം സീമിംഗ്ലി ട്രൂ ആണെന്ന് കരുതുമ്പോഴാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ സയൻസിൽ നമ്മൾ എങ്ങനെയാണ് ബിലീവ് ചെയ്യുന്നത്, ഓക്കെ, ഇൻഡിപെൻഡന്റ് റിസർച്ച് നടക്കുന്നുണ്ട്, ഹൈ ഇമ്പാക്ട് ഫാക്ടറുള്ള ജേണലിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, ഇത്രയും സംഭവങ്ങൾ കൺവേർജ് ആകുമ്പോഴാണ് ഓക്കെ, നൗ മൈ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി സേസ് ദാറ്റ് ഐ ഷുഡ് ബിലീവ് ഇൻ എവല്യൂഷൻ. Oh, now my cognitive faculties say that I should believe in Big Bang. Now I did something wrong. My cognitive faculty says that this was wrong. ഇത് റാഷണലി ജസ്റ്റിഫൈഡ് ആയിട്ടുള്ള പൊസിഷൻ. ഇവിടെ ഒരു വൈരുദ്ധ്യം ഇല്ല, കോൺട്രഡിക്ഷൻ ഇല്ല. ഇവിടെ EAANന്റെ ആ പ്രിമൈസിനെ ഞാൻ റിജക്ട് ചെയ്യുകയാണ്. EAAN പറഞ്ഞു വെക്കുന്ന ആ പ്രിമൈസ്, അതായത് നിങ്ങളുടെ എല്ലാ ബിലീഫ്സും റാഷണലി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല എന്ന പ്രിമൈസിനെ ഞാൻ റിജക്ട് ചെയ്യുകയാണ്. അതിന് ആഷർ പറയുന്നത് there is a problem that you are using cognitive faculties to judge cognitive faculties. I agree that. I'm 100% with you that I use my cognitive faculties to judge my cognitive faculties. But I am not with you when you say that that's a defeater. അത് എന്തുകൊണ്ടല്ല എന്ന് ആണ് ഞാൻ ചോദിച്ചത്. പ്രതീക്ഷ വീണ്ടും പറഞ്ഞ കാര്യങ്ങൾ തന്നെ പറഞ്ഞു. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. പ്രതീക്ഷ സിമ്പിൾ ആയിട്ട്, 1 സെക്കൻഡ്, ഞാനൊന്ന് പ്രതീക്ഷ ഇപ്പം ഫുള്ള് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്ററപ്റ്റ് ചെയ്യണ്ട എന്നുള്ള രീതി തന്നെയാണ് ഞാൻ പറയാറുള്ളത്. ബട്ട് ഐ തിങ്ക് വാട്ട് യു ആർ സേയിങ് ഇസ് ബേസിക്കലി ദാറ്റ് എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗൈൻസ്റ്റ് നാച്ചുറലിസം എന്ന് അവിടെ ഫണ്ടമെന്റൽ ആയിട്ട് തന്നെ പ്രതീക്ഷ പിന്നെയും പറയുമ്പോഴത്തേന് ഒരു കാര്യം ഞാൻ ചെയ്തത് പണ്ട് തെറ്റാണ്, അത് തെറ്റായിട്ട് ഞാൻ തീരുമാനിച്ചപ്പോൾ പോലും, ലെറ്റ്സ് ടേക്ക് ദി ഇഫക്ട് ഓഫ് ആൽക്കഹോൾ, അങ്ങനത്തെ ഇത് എടുത്തു കളഞ്ഞാൽ പോലും റിലയബിൾ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആയതുകൊണ്ട് തന്നെയാണ് പ്രോപ്പർ കോഗ്നിറ്റീവ് സ്റ്റേറ്റിൽ പോലും ഒരു വ്യക്തി സൂര്യൻ ഭൂമിക്ക് ചുറ്റും ആണ് പോകുന്നത് വിശ്വസിച്ചത് അദ്ദേഹത്തിന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് നോൺ റിലയബിൾ ആയതുകൊണ്ടല്ല. ദാറ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് ഓഫ് ദ ലിമിറ്റ് ഓർ ദി എപ്പിസ്റ്റമോളജിക്കൽ ബൗണ്ടറി, അദ്ദേഹത്തിനുള്ള ഡേറ്റയുടെ പരിമിതി കൊണ്ടാണ്. ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് ഹിസ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ഇറ്റ്സെൽഫ്. I think the claim is very modest here. ഭൗതികവാദം, നാച്ചുറലിസം, മെറ്റീരിയലിസം, അല്ലെങ്കിൽ ടേക്ക് ബ്രോഡർ നാച്ചുറലിസം, എവല്യൂഷനും ട്രൂ ആണെങ്കിൽ you have a defeater for R. Our defeater is that the defeater belief is that your rational faculties are reliable. അതായത് എൻ്റെ ഈ ഇൻസ്ട്രുമെന്റിനെ, എൻ്റെ തലയ്ക്കകത്തിരിക്കുന്ന ഈ ഇൻസ്ട്രുമെന്റിനെ എനിക്ക് ആശ്രയിക്കാൻ കഴിയും എന്ന വാദം will be defeated because you have to show that okay, probability of R
given naturalism and evolution is not really low, it is high. അത് വേണമെങ്കിൽ കണ്ടീഷണലിസം പ്രോബ്ലത്തെ പറ്റി എനിക്ക് I am itching to discuss further, and I am more willing to do that. We can talk about the Bayesian calculus if you want to get there. പക്ഷെ അതുകൂടാതെ വേറെ ഒരു രീതിയിലും ഒരു വാദത്തിലും നമുക്ക് യുനോ അങ്ങനത്തെ ഒരു ക്ലെയിം വെക്കാൻ പറ്റില്ല. കാരണം ഇവിടെ ഇപ്പം പ്രതീക്ഷ സംസാരിക്കുമ്പോൾ പോലും, പ്രതീക്ഷ എന്ത് സംസാരിക്കുമ്പോൾ പോലും പ്രതീക്ഷ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണെന്ന് തന്നെയുള്ള വ്യൂ എടുക്കുന്നത്. ചില കാര്യങ്ങളിൽ ഇറ്റ് ഈസ് നോട്ട് റിലയബിൾ എന്ന് പറയുമ്പോഴത്തേന് ഇഫ് യു ആർ ടോക്കിംഗ് അബൌട്ട് ഫണ്ടമെന്റൽ ബിലീഫ്സ്, അതായത് എനിക്ക് ഡേറ്റ ഫുൾ ആയിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ നമ്മുടെ ബിലീഫ്സ് ട്രൂ അല്ല, ഓക്കെ, ബട്ട് ദാറ്റ് ഈസ് ഓൾസോ എന്താ പറയുന്നത്, നോട്ട് എ ഡിഫീറ്റർ ഫോർ ദി റിലയബിലിറ്റി ഓഫ് our. It is basically that I don't have that information, that complete logical omniscience to come to the entire truth. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ എടുത്തു, നമ്മൾ ഇപ്പം നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ പ്രയർ പ്രോബിലിറ്റി എടുത്തുകൊണ്ട് ഇൻറ്റ്യൂട്ടീവ്ലി ആണെങ്കിൽ നമ്മൾ ഒരു ബേഷ്യൻ എപ്പിസ്റ്റമോളജി ആണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഒരു മാൻ ഇസ് കിൽഡ്, ലെറ്റ്സ് സേ, ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നു, ഞാനൊരു ഇൻവെസ്റ്റിഗേറ്റർ ആണ്, ഹിസ് വൈഫ് ഇസ് ക്രൈങ്, മേരിയെ എല്ലാവരും കൺസോൾ ചെയ്യുന്നു, ഞാനത് കണ്ടിട്ട് പോകുന്നു. പക്ഷെ നാളെ എനിക്ക് എവിഡൻസ് കിട്ടുകയാണ്, എനിക്ക് നേരത്തെ സഹതാപം തോന്നി മേരിയോട്, പക്ഷെ നാളെ എനിക്ക് എവിഡൻസ് കിട്ടുകയാണ് മേരിയാണ് കൊല നടത്തിയെങ്കിൽ ഐ ഹാവ് എ ഡിഫീറ്റർ ഫോർ മൈ ബിലീഫ്. ദിസ് ഇസ് ദ സിമ്പിൾ പോയിന്റ്, ദാറ്റ് ഐഡിയലി നമുക്ക് കൂടുതൽ എവിഡൻസ് കിട്ടുന്തോറും അവർ ബിലീഫ്സ് വിൽ കൺവേർജ്. അത് കോടതിയുടെ ബിലീഫും നമ്മുടെ ബിലീഫും, ഇഫ് യു ഹാവ് ദി എൻറ്റയർ omniscience on that particular detail, then our beliefs would converge. Simple question, Pratish എത്ര വേറെ കാര്യങ്ങൾ സംസാരിച്ചാൽ പോലും എനിക്ക് ആ ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനത്തെ വ്യൂ അവിടെ ഉണ്ട്, ഈ സോബർ ഈ ഒരു റെസ്പോൺസ് നന്ന്, അതൊക്കെ പ്രതീക്ഷ പറഞ്ഞാലും പ്രതീക്ഷ അടിസ്ഥാനപരമായിട്ട് ഈ EAAN ടോപ്പിൾ ചെയ്യണമെങ്കിൽ പ്രതീക്ഷ ചെയ്യേണ്ടത്, ഇവിടെ ഓർക്കണം, പ്രതീക്ഷ ആർഗ്യുമെന്റുകൾ പലതും EAAN-എതിരെ വന്നിട്ടുള്ളത് ഒന്നെങ്കിൽ ഈ ബേഷ്യൻ കാൽക്കുലസിനെ ഡിഫീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിഫ്ലക്ടർ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഫൈനൽ ഡിഫീറ്ററിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആർഗ്യുമെന്റിനെ അപ്ടേൺ ചെയ്യാൻ, അതായത് ആർഗ്യുമെന്റ് വേർഷൻസ്, ആർഗ്യുമെന്റ് ഫോർമുലേഷനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് കാണിക്കാനുള്ള അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. പക്ഷെ ആർഗ്യുമെന്റിനെ അപ്ടേൺ ചെയ്യണമെങ്കിൽ, ആർഗ്യുമെന്റിനെ ഓവർടേൺ ചെയ്യണമെങ്കിൽ rational faculties are reliable in basic things. അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും, ഇപ്പൊ 2 4 പോലും ഞാൻ എന്റെ മൈൻഡിൽ ആ ബിലീഫിനെ ഹോൾഡ് ചെയ്യണമെങ്കിൽ, ആ ബിലീഫ് ട്രൂ ആണെന്ന് എന്റെ മൈൻഡ് അത് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ, ആ ലോജിക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ആ ലോജിക്ക് ഭൗതികവാദത്തിൽ, നാച്ചുറലിസത്തിൽ അടിസ്ഥാനപ്പെട്ട് തന്നെ ആ ഒരു കൺക്ലൂഷനിലേക്ക്, ആ ഒരു എൻഡിലേക്ക്, എവല്യൂഷണറി പ്രോസസ് വഴി നമുക്ക് ആ ഒരു രീതിയിൽ കൺവേർജ് ചെയ്യാൻ പറ്റും. ഇത് കൺവേർജ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് തന്നെയാണ് ഭൂരിപക്ഷം അതായത് ഐ എം ടോക്കിംഗ് അബൌട്ട് പ്യൂർലി സയൻസ് ഹിയർ, എവല്യൂഷണറി സയന്റിസ്റ്റുകളുടെ വാദം. കാരണം എവല്യൂഷണറി സയൻസ് ഡസ് നോട്ട് give any indications whatsoever that true belief contents can be produced. അങ്ങനത്തെ ഒരു വാദം വെക്കാത്തിടത്തോളം കാലം ഈ വാദം കൊണ്ട് ആ എപ്പിസ്റ്റമോളജി എടുക്കാം, ഈ എപ്പിസ്റ്റമോളജി എടുക്കാം, അങ്ങനെ എന്ത് പറഞ്ഞാലും അവിടെ എല്ലാം തന്നെ പ്രതീക്ഷ വീണ്ടും കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ റിലയബിലിറ്റിയെ ആശ്രയിച്ചുകൊണ്ട് തന്നെയാണ് EAAN-എതിരെ വാദിക്കുന്നത്. അല്ല ആഷർ, അതൊരു സക്സസ്ഫുൾ ആർഗ്യുമെന്റ് ആയിട്ട് എന്താ പറയുക, എങ്ങനെ എടുക്കാന്ന് എനിക്ക് മനസ്സിലാവും. ബിക്കോസ് ഇപ്പം ബിലീഫ് ഇൻ ഗോഡ് എങ്ങനെയാണ് എടുക്കുന്നത്? യു ബിലീവ് ദാറ്റ് ദർ ഇസ് എ ഗോഡ് ബിക്കോസ് യുവർ cognitive and rational faculties point that okay, there is a god, and then you say that okay, നമുക്ക് god ഒരു കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് തന്നിട്ടുണ്ട്. അപ്പം അവിടെയുള്ള സർക്കുലർ സംഭവമേ ഇവിടെ നടക്കുന്നത്. ബിക്കോസ് യു ബിലീവ് ദാറ്റ് there is a god with your cognitive faculty and you believe that god gave you reasonable good cognitive faculty, so my cognitive faculty is true. അപ്പൊ അവിടെ ഒരു സർക്കിൾ ഉണ്ട്, മനസ്സിലായി? ആ സർക്കിൾ മാത്രമേ ഇവിടെ ഉള്ള എന്താണ്, I assume that okay, I have some areas in which cognitive faculties are reliable, and I know that okay, in some areas I am not reliable, and I am using my cognitive faculties only to use cognitive faculties. ഇത് സർക്കുലർ ആണ് എന്നൊരു രീതിയിലാണ് ആഷർ പറയുന്നത്. അതായത് you assume that 100% truth and therefore ആഷർ പ്രതീക്ഷ സമയം വേണമെങ്കിൽ വേറെ ഒരു ആർഗ്യുമെന്റുമായിട്ട് വന്നു, പക്ഷെ പ്രതീക്ഷ ഇപ്പോഴും ആർഗ്യുമെന്റ് റെസ്പോണ്ട് അല്ല ആഷർ, ഞാൻ എതിർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇല്ല പ്രതീക്ഷ ഞാൻ പറയട്ടെ. പ്രതീക്ഷ സിമ്പിൾ ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ പറഞ്ഞാൽ മതി. പ്രതീഷിന് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണ് നാച്ചുറലിസത്തിൽ നിന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന എവിഡൻസ് ഉണ്ടോ? യെസ് ഓർ നോ. ഇപ്പം പ്രതീക്ഷ പറഞ്ഞ ഐ നോ ദാറ്റ് സം ആർ റിലയബിൾ, സം ആർ നോട്ട് റിലയബിൾ. ഇതിന് മുമ്പും പ്രതീക്ഷ പറഞ്ഞ് ഞാൻ അസ്യൂം ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റും.
അത് ഞാനും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇവിടെ നാച്ചുറലിസ്റ്റിന്റെ തലയ്ക്കകത്ത് എന്തെങ്കിലും ആഷറിന്റെ ക്വസ്റ്റ്യൻ പ്രശ്നമുണ്ടെന്നോ എനിക്ക് മനസ്സിലായില്ല. കോഗ്നിറ്റീവ് ഫാക്കൽറ്റിക്ക് പ്രശ്നമുണ്ടെന്നോ ഉള്ള ഒരു വാദമൊന്നും EAN വെക്കുന്നില്ല. ആഷറിന്റെ ക്വസ്റ്റ്യൻ എനിക്ക് മനസ്സിലായില്ല. എന്ത് പറയുന്നേ, ആഷർ എന്നോട് ചോദിച്ചത് നമ്മുടെ റിലയബിൾ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി നാച്ചുറലിസത്തിൽ റിലയബിൾ ആണ് എന്നതിനുള്ള എവിഡൻസ് ഉണ്ടോന്ന് അല്ലേ? എക്സാക്ട്ലി, യാ, ഗോ അഹെഡ്. സോ അതിനാണ് നമ്മുടെ ഓൾറെഡി ഐ തിങ്ക് അതാണ് ഈ റൂമിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ വന്ന് പറഞ്ഞത്, സർവൈവബിലിറ്റിക്ക് ചില കാര്യങ്ങൾ ട്രൂ ബിലീഫ്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതിനൊരു എക്സാമ്പിൾ ഞാൻ തന്നെ പറഞ്ഞു. ഇപ്പോൾ ജിറാഫിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. ജിറാഫിന് ലോങ് നെക്ക് ഉണ്ട്, ബട്ട് ജിറാഫ് വിത്ത് എ ലോങ് നെക്ക് ഇൻ ഇറ്റ് സെൽഫ് വോണ്ട് സർവൈവ്. ബട്ട് ജിറാഫിന് വിത്ത് എ ലോങ് നെക്ക് ഹു ഹാസ് എ കോഗ്നിറ്റീവ് അബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഓക്കെ ഞാനൊരു പ്രെഡേറ്റേഴ്സിന്റെ ഗ്രൂപ്പിലാണ്, ഈവൻ ദോ അതിൽ ചിലപ്പോൾ കുറച്ച് ഫാൾസ് ബിലീഫ്സ് കാണും. കാരണം ചിലപ്പം സിംഹമായിരിക്കും, പക്ഷെ അത് വിചാരിക്കുന്ന എന്തോ ഒരു അക്രമിയുണ്ട് എന്നൊരു വിശ്വാസം മതി. അതായത് 100% വേണ്ട, അതിനാകെയുള്ള ബിലീഫ് എന്ന് വെച്ചാൽ എന്തോ ഒരു പ്രേ ഇവിടെ ഉണ്ട്, എന്നെ കഴിക്കുന്ന പ്രേ ഉണ്ട് എന്നൊരു സംഭവം മതി. ഈ സംഭവം ഉണ്ടെങ്കിൽ അതിന് അങ്ങനെയുള്ള ബിലീഫ്സ് ഹോൾഡ് ചെയ്യുന്ന ആനിമൽസ് സെലക്ട് ചെയ്യപ്പെടും. ദിസ് പോസിബിലിറ്റി, അതായത് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ദിസ് പോസിബിലിറ്റി ഈസ് ആൻ എവിഡൻസ് ഫോർ മൈ ബിലീഫ് ദാറ്റ് എവല്യൂഷൻ കൊണ്ട് റാഷണൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് അബിലിറ്റീസ് ചില കാര്യങ്ങളിൽ അല്ലെങ്കിൽ എംപെരിക്കൽ കാര്യങ്ങളെങ്കിലും റിലയബിൾ ആകും എന്ന ബിലീഫ് ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് ഉള്ള ഒരു എവിഡൻസ് ആണ് ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി. ഇനി രണ്ടാമത്തെ കാര്യങ്ങൾ, എംപെരിക്കൽ കാര്യങ്ങൾ നമ്മൾ എളുപ്പം കൺസെൻസസ് എത്തുന്നു എന്നൊരു വേറെ ഡേറ്റിംഗ് കൂടെ ഉണ്ട് നമ്മുടെ പോയിന്റിൽ. ലൈക്ക് വി ഡു അഗ്രി, ലൈക്ക് അതായത് ഇപ്പോൾ ആഷറിന്റെ ഫോട്ടോ ഇങ്ങനെയാണ്, ഞാൻ പറയുകയാണ് ആഷറിന്റെ ഫോട്ടോ ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വുഡ് അഗ്രി. അപ്പം ഇങ്ങനെ ഒരു കൺസെൻസസ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇങ്ങനെ ഒരു കൺസെൻസസ് കിട്ടുന്നുണ്ടെങ്കിൽ ദിസ് അഗെയിൻ സബ്സ്റ്റാൻഷിയേറ്റ്, അല്ലെങ്കിൽ ദിസ് ഡേറ്റ ദാറ്റ് വി ഹാവ് is more probable on my view that we have good cognitive faculties in empirical things. But I also believe that there are some areas in which we don't have reliable cognitive faculties. ഇപ്പം എൻ്റെ ഈ പൊസിഷനെ അറ്റാക്ക് ആഷർ ഇതുവരെ ചെയ്തിട്ടില്ല. ആഷർ ഇപ്പോഴും ചോദിക്കുന്നത് ഞാനിവിടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് 100% അല്ലെങ്കിൽ റിലയബിൾ ആണ് എന്നൊരു ആർഗ്യുമെന്റ് കൊണ്ടുവരണം. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ക്ലെയിം അല്ല, ഞാൻ റിയലിസ്റ്റിക് ക്ലെയിം ആണ് വെക്കുന്നത്. റിയലിസ്റ്റിക് ക്ലെയിം അല്ലെങ്കിൽ എംപെരിക്കലി ഒരു ആഷർ എൻ്റെ സീമിംഗ്ലി ട്രൂ ആയിട്ടുള്ള ബിലീഫ്സും ആ സീമിംഗ്ലി ട്രൂ ആയിട്ടുള്ള ബിലീഫ്സിനുള്ള എംപെരിക്കൽ ഡേറ്റ, ഓക്കെ ദീസ് ഡേറ്റ സപ്പോർട്ട് മൈ ബിലീഫ്സ് എന്നുള്ളൊരു ആർഗ്യുമെന്റ് ആണ് വയ്ക്കുന്നത്. ദാറ്റ് എംപെരിക്കൽ സംഭവങ്ങൾ നമ്മൾ കൺസെൻസസ് ഉണ്ടാക്കുന്നുണ്ട്. ദാറ്റ്സ് ഓൾസോ എ റിസൾട്ട് ഓഫ് ദി സയന്റിഫിക് സംഭവം. പിന്നെ മെറ്റാഫിസിക്കൽ സംഭവത്തിൽ നമുക്ക് കൺസെൻസസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഗുഡ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ദെയർ. ദിസ് is expected if our cognitive faculties are more aligned towards empirical things. ഈ ആർഗ്യുമെന്റ് ആണ് ഞാൻ ആദ്യം തൊട്ട് വെക്കുന്നത്. അതിനെ ആഷർ ദിസ് ഇസ് ആൻ ഇൻകോഹറന്റ് പൊസിഷൻ, അല്ലെങ്കിൽ ദിസ് ഈസ് ആൻ ഇമ്പോസിബിൾ പൊസിഷൻ, ഇങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റ് ഇവിടെ ആഷർ വെച്ചിട്ടുണ്ട്. ആഷർ ഇപ്പോഴും പറയുന്നത് എന്താണ്, നിങ്ങളുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി പ്രീസപ്പോസ്. യെസ്, വി പ്രീസപ്പോസ്, ബട്ട് വി ഓൾസോ അക്നോളജ് ദാറ്റ് ദിസ് ഹാസ് സം ലിമിറ്റേഷൻസ്. നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്നു എന്നതുകൊണ്ട് അതൊരു ഡിഫീറ്റർ ആവുന്നില്ല. വി പ്രീസപ്പോസ് ലോട്ട് ഓഫ് തിങ്സ്, ബട്ട് വി നോ ദാറ്റ് ഇൻ സം കേസസ് ദീസ് തിങ്സ് മൂവ്. ഇതിപ്പം ഈ എത്തിക്കൽ ഇൻഡ്യൂഷനിസ്റ്റുകളെല്ലാം പറയുന്നതാണ് നമ്മൾ ഇൻഡ്യൂഷൻ വെച്ചാണ് നമ്മൾ മൊറാലിറ്റി കണ്ടുപിടിക്കുന്നത്. പക്ഷേ ഇൻഡ്യൂഷൻ ഹാസ് ഇറ്റ്സ് ലിമിറ്റേഷൻസ്. വി ജഡ്ജ് ഇൻഡ്യൂഷൻ വിത്ത് ഇൻഡ്യൂഷൻസ്. ഞാനിവിടെ വളരെ പയ്യായിട്ട് സംസാരിക്കുന്നത് വേറെ ഒന്നും തെറ്റിദ്ധരിക്കരുത്. കാരണം ഇതിനു മുമ്പും ബേസിക്കലി വളരെ പയ്യെ നല്ല രീതിയിൽ പ്രതീക്ഷമായിട്ട് സംസാരിച്ചത് അത് വേറെ ഒരു രീതിയിൽ വ്യാഖ്യാനിച്ച് അയാൾ എനിക്കിവിടെ സൗണ്ട് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ബിക്കോസ് ഐ തിങ്ക് ദാറ്റ് ഇവിടെ പിന്നെയും ഞാൻ ചോദിച്ച ചോദ്യം വളരെ സിമ്പിൾ ആണ്. പിന്നെയും പ്രതീക്ഷ പറയുന്ന കാര്യം ഇപ്പൊ വീണ്ടും എത്തിക്കൽ ഇൻറ്റ്യൂഷനിസത്തിലേക്ക് പോയി. അതൊന്നും അത് ഒരു കുലബന്ധം പോലും ഇല്ല എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗൈൻസ്റ്റ് നാച്ചുറലിസത്തിനകത്ത്. നമ്മളിവിടെ പറയുന്നില്ല നമ്മൾ വിശ്വസിക്കുന്ന എല്ലാ ബിലീഫ്സും ട്രൂ ആണെന്നൊന്നും ഉള്ള ഒരു വാദമൊന്നും വെക്കുന്നില്ല. ഈ ജിറാഫിന്റെ എക്സാമ്പിൾ പോലും പ്രതീക്ഷ വെക്കുന്നത്, ജിറാഫിന്റെ എക്സാമ്പിൾ ഒക്കെ 93 വേർഷൻ എതിരെ മുൻപോട്ട് വെച്ചതാണ്. ഈ റിഫൈൻ ചെയ്ത 2011 ഫോർമുലേഷൻ ഞാനിപ്പം സംസാരിച്ചുകൊണ്ടിരുന്നപ്പം തന്നെ വിക്കിപീഡിയ ഒന്ന് തുറന്നു നോക്കി. വിക്കിപീഡിയ ഒരു ലെഫ്റ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, അത് കഴിഞ്ഞിട്ട് അൺമ്യൂട്ട് ചെയ്തു. വിക്കിപീഡിയ നമ്മൾ വിക്കിപീഡിയ ആശ്രയിച്ചുകൊണ്ട് ഒന്നും അല്ല, നമുക്ക് ആശ്രയിക്കാൻ പറ്റില്ല. കാരണം വിക്കിപീഡിയയെ പറ്റി തന്നെ വിക്കിപീഡിയയുടെ കോ ഫൗണ്ടർ പറഞ്ഞിട്ടുള്ള അതൊരു ആന്റി റിലീജിയസ് ബയസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് ഗ്യൂറില്ല സ്കെപ്റ്റിക്സിനെ പറ്റിയൊക്കെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. താഴെ ഇരിക്കുന്നവർക്ക് ഗ്യൂറില്ല സ്കെപ്റ്റിക്സ് ഇസ് എ വൈറ്റ് ടീം that is 24/7 on Wikipedia to propagate skepticism. Anyway, now don't bring this ഇതിനെപ്പറ്റി ഒരു ആർഗ്യുമെന്റിലേക്ക് പോകരുത്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. പക്ഷെ ആ വിക്കിപീഡിയ പോലും ഞാനിപ്പോ നോക്കുമ്പോഴത്തേക്കും ഞാൻ ഓർത്ത് എന്തെങ്കിലും റെസ്പോൺസുകൾ താഴെ കൊടുക്കും. പക്ഷെ വിക്കിപീഡിയ എലിമിനേറ്റീവ് മെറ്റീരിയൽസിന്റെ കാര്യം മാത്രമേ ഇറ്റ് ഈസ് അൺക്ലിയർ ആസ് ടു
how he would respond to eliminative materialism. പക്ഷെ ആ eliminative materialism എടുത്താൽ പോലും rationality വേറെ problems വരുന്നുണ്ട്. We can discuss that. Now, I think പ്രതീഷ് ക്വാളിയുടെ കാര്യം നേരത്തെ പ്രതീഷ് ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തായിരുന്നു. So we can also discuss ആ eliminative materialism ആണ് പ്രതീഷ് എടുക്കുന്നെങ്കിൽ I can switch my arguments to some other ways, but I don't think that you will take that view because I am aware of your views on other arguments. So I'll leave that up to you. Anyway, ജിറാഫിന്റെ എക്സാമ്പിൾ ഒക്കെ നേരത്തെ വേർഷനുകൾക്കെതിരെ ഉന്നയിച്ച ആർഗ്യുമെന്റ് ആണ്. അവിടെയും ഇവിടെ പ്രതീക്ഷ എത്ര തവണ ഇതിനു മുമ്പ് പറഞ്ഞ മറുപടിക്കകത്ത് പോസിബിലിറ്റി ആയിരിക്കും എന്ന വാക്ക് എത്ര തവണ പറഞ്ഞെന്ന് നിങ്ങൾ തന്നെ തിരിച്ചു പോയി കേട്ട് നോക്കുക. ജിറാഫ് പോലും ചിന്തിക്കുന്ന ആ എക്സാമ്പിൾ തന്നെ എടുക്കാം. അവിടെ പോലും ബേസിക്കലി ബിലീഫ് കണ്ടന്റ് രൂപപ്പെടുന്നുണ്ടോ? ദാറ്റ് ഈസ് ദി ക്വസ്റ്റ്യൻ ദാറ്റ് വി ആർ ആസ്കിങ്. ഒരു തവള നാക്ക് നീട്ടി അടുത്തൂടെ പോകുന്ന ഈച്ചയെ പിടിക്കുമ്പോഴത്തേന് is it based on some true belief content? Can you actually show that? I mean, I don't. And when you talk about the evolutionary process basically purely it's a physical process. ആ ഫിസിക്കലിനകത്തുനിന്ന് ആബ്സ്ട്രാക്ട് ആയിട്ടുള്ള ഒരു കണ്ടന്റ് പ്രോപ്പർട്ടി രൂപപ്പെടുമെന്ന് ഒരു ആർഗ്യുമെന്റ് പോലും ഇന്ന് വരെ ഇല്ല. അതായത് ഒരു ബിലീഫ് കണ്ടന്റ് ഫിസിയോളജിക്കൽ ആട്രിബ്യൂട്ട്സിൽ നിന്ന് ഇവോൾവ് ആയി വന്നിട്ട് ഒരു കണ്ടന്റ്, കാരണം കണ്ടന്റിന്റെ ഫിൽട്രേഷനോ കണ്ടന്റിന്റെ എന്താ പറയുന്ന ഒരു എൻഹാൻസിങ്ങോ അതൊന്നും തന്നെ എവല്യൂഷണറി പ്രോസസ് ഈസ് ലീസ്റ്റ് ബോതർഡ് അബൌട്ട് ദാറ്റ്. സോ ദ ലേറ്റസ്റ്റ് വേർഷൻസ് ഓഫ് EAAN 2011 ആർഗ്യുമെന്റ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ട് മച്ച് ഓഫ് ദ ഡിസ്കഷൻ ഈസ് ഓൺ കണ്ടന്റ് പ്രോപ്പർട്ടീസ് വേഴ്സസ് NP പ്രോപ്പർട്ടീസ്. സോ ബേസിക്കലി ഞാനിവിടെ പല എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, തെറ്റായ ബിലീഫുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ പോലും അത് നമ്മുടെ സർവൈവലിനെ എയ്ഡ് ചെയ്യുന്ന പല തെറ്റായ ബിലീഫുകളും ഉണ്ട്. ഇപ്പൊ സൂര്യൻ നമ്മുടെ ഭൂമിക്ക് ചുറ്റുമാണ് പോകുന്നത് പറയുന്നതുകൊണ്ട് നമ്മുടെ സർവൈവലിനെ ഒന്നും തന്നെ അത് ബാധിക്കുന്നില്ല. നൗ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഈ ഡിഫീറ്റസ് നമ്മൾ അംഗീകരിക്കുമ്പോൾ പോലും, ഞാൻ പലതവണ ഇത് പറഞ്ഞു, ഈ ചില ബിലീഫ്സിനെ നമ്മൾ എംപെരിക്കലായിട്ട് കണ്ടിട്ട് ഞാൻ എന്റെ വ്യൂ മാറ്റുമ്പോൾ പോലും ഞാൻ എന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിനെ ആശ്രയിക്കുകയാണ്. പണ്ട് എനിക്ക് എന്റെ കയ്യിൽ ഇല്ലായിരുന്നു ഈ പ്രോബ്ലം ബേസ്ഡ് എപ്പിസ്റ്റമോളജി, പ്രോബ്ലം ഓഫ് ഓൾഡ് എവിഡൻസ് എന്നൊക്കെ പറയും, പ്രോബ്ലം ഓഫ് ന്യൂ വേഴ്സസ് ഓൾഡ് എവിഡൻസ്. സോ ആ കൺസിഡറേഷൻ പോലും വരുന്നത് ഈസ് ബിക്കോസ് ഐഡിയലി വെൻ ന്യൂ എവിഡൻസ് വുഡ് ഇമർജ്, നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് നമ്മളൊക്കെ പല കാര്യങ്ങളിലും അഗ്രി ചെയ്യുന്നതിന്റെ കാരണം തന്നെ, അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ അഗ്രി ചെയ്യുന്നത് ഡേറ്റ ഉള്ള സ്ഥലങ്ങളിൽ, സയൻസിലൊക്കെ നമ്മൾ കൺസെൻസസ് പല കാര്യങ്ങളിലും ഡേറ്റ ഉള്ളിടത്ത്, ആംബിഗ്വിറ്റി ഉള്ളിടത്തല്ല, ഡേറ്റ ഉള്ളിടത്ത്, ഇപ്പം ഗ്രാവിറ്റേഷണൽ തിയറി ആണെങ്കിലും ഇത്ര ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നാം അഗ്രി ചെയ്യണമെങ്കിൽ ദാറ്റ് ഈസ് ബിക്കോസ് എനിക്ക് എന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റിയും താങ്കളുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി എല്ലാം അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ റിലയബിൾ ആണ്. ഈ ഡേറ്റയ്ക്ക് പരിമിതി ഉണ്ടെങ്കിൽ ആർ കൺക്ലൂഷൻസ് ക്യാൻ വേരി. പക്ഷെ എക്സോസ്റ്റീവ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടെങ്കിൽ, ഇപ്പൊ ഞാനൊരു മോഡൽ തന്നെ ഫിറ്റ് ചെയ്യുകയാണ്, ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ഫിറ്റ് ചെയ്യുകയാണ്, എക്സോസ്റ്റീവ് ആയിട്ടുള്ള എനിക്ക് ഒരു ഡേറ്റ ഉണ്ടെങ്കിൽ, കംപ്ലീറ്റ് ഡേറ്റ, right, then my model would be highly accurate. It will be highly reliable. ഇവിടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ലാർജ്ലി അൺറിലയബിൾ ആണെന്നുള്ള, ഒന്നെങ്കിൽ അങ്ങനത്തെ ഒരു വാദം എടുത്താൽ തീർന്നു. പക്ഷെ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണെന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ നാച്ചുറലിസത്തിൽ നിന്നും എവല്യൂഷനിൽ നിന്നും അതിനുള്ള എവിഡൻസ് പ്രതീക്ഷ പറഞ്ഞ പല കാര്യങ്ങളും ഇതുമായിട്ട് ഒട്ടും ഈസ് നോട്ട് ടാലിയിങ് അപ്പ്. കാരണം അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ വീണ്ടും ഞാൻ ഒരു കാര്യം തന്നെയാണ് ആവർത്തിക്കുന്നത്. പല സമയത്ത് ഞാൻ റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേന് അതേ കാര്യത്തിൽ തന്നെ പല ഇൻഫർമേഷനും പല എക്സാമ്പിൾസും കൂടെ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. ദ ബേസിക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിന് ഇനി സമയം വേണമെങ്കിൽ സമയം എടുത്തിട്ട് വീണ്ടും നമുക്ക് വേണമെങ്കിൽ ക്ലബ് ഹൗസിൽ വന്ന് എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗേൻസ്റ്റ് നാച്ചുറലിസം തന്നെ സംസാരിക്കാം. ബട്ട് യു ആർ നോട്ട് സ്റ്റിൽ റെസ്പോണ്ടിങ് ടു മൈ ക്വസ്റ്റ്യൻ. അല്ല, അത് ഞാൻ റെസ്പോണ്ട് ചെയ്തല്ലോ. ഐ ഡോണ്ട് നോ ഹൗ ഈസ് നോട്ട് എ റെസ്പോൺസ്. കാരണം എന്റെ ഐ കുഡ് റിപ്പീറ്റ് ദ സെയിം. I am also willing, not interrupting. I am also willing to, അതായത് പ്രതീക്ഷിന് താഴെ ആരെങ്കിലും ആഡ് ചെയ്യണം. അപ്പൊ നമ്മളൊരു തേർഡ് ഏത്തിസ്റ്റ്. പക്ഷെ ഏത്തിസ്റ്റുകളോട് ഞാൻ ഒരു കാര്യം പറയത്തുള്ളൂ, ഓണസ്റ്റ് ആയിട്ട് പറയണം. ഓണസ്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. ഈ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം ഇപ്പൊ പ്രതീക്ഷ പറയുന്നത് ഞാൻ ഓൾറെഡി പലതവണ തന്നു, അത് ഒന്നുകൂടെ ആവർത്തിച്ച് തരുവാണെങ്കിൽ, ബിക്കോസ് എനിക്ക് തോന്നുന്നില്ല ഇപ്പം തീയിസ്റ്റുകളും ഏത്തിസ്റ്റുകളും ഓണസ്റ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാർ എന്റെ വാദം തെറ്റാണെങ്കിൽ, ഞാൻ പറയുന്ന വാദങ്ങൾ തെറ്റാണെങ്കിൽ അത് പറയുന്നത് കൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. മറിച്ചാണെങ്കിൽ അത് ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു ഡിസൈഡ്. എനിവേ പ്രതീഷ് ഗോ അഹെഡ്. അതിപ്പം എനിക്കും ചോദിക്കാം. താഴത്തുള്ള തീസ്റ്റുകളും ഒക്കെ പറയട്ടെ. ഇപ്പൊ എന്റെ ആർഗ്യുമെന്റ് ഞാൻ ഓൾറെഡി വെച്ച് കഴിഞ്ഞു. ഇപ്പം നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് പല കാര്യങ്ങളും റിലയബിൾ അല്ല. അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സീമിംഗ്ലി ട്രൂ എന്ന് പറയുന്ന ഫിനോമിനൽ കൺസർവേറ്റിസം എന്നൊരു സംഭവമാണ്. ദാറ്റ് ഓൾസോ പ്രീസപ്പോസ്. അപ്പോൾ പ്രീസപ്പോസിഷൻസ് ഉണ്ട്, പ്രീസപ്പോസിഷൻസ് ഇല്ലെന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്നത് വി ഹാവ് ഫോൾട്ടി cognitive faculties, but we seem to be truth trackers in some areas. We don't seem to be truth trackers in some area, because
ആ ഒരു ബിലീഫ് ഹോൾഡ് ചെയ്യുന്ന ഡേറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ഞാൻ ഓൾറെഡി ഒരു ബിലീഫ് എടുത്തിട്ട് എന്താ പറയുന്നത്, ഞാൻ ഒന്നും പറയുന്നില്ല. ഞാനിപ്പോൾ ഒരു ബിലീഫ് എടുക്കുകയാണെങ്കിൽ ആ ബിലീഫിന് ജസ്റ്റിഫൈ ചെയ്യുന്ന ഡേറ്റ നമുക്ക് കിട്ടുന്നുണ്ടോ? നമുക്ക് കിട്ടുന്നുണ്ട്. എംപിരിക്കൽ കാര്യങ്ങൾ കൺസെൻസസ് കിട്ടുന്നുണ്ട്, മെറ്റഫിസിക്കൽ കാര്യങ്ങൾ കൺസെൻസസ് കിട്ടില്ല. സോ വാട്ട് എന്താ പറയുന്നത്, എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി എന്താ പറയുന്നത്, മേ ബി വി ആർ ഗുഡ് ഇൻ ദിസ് തിങ്, മേ ബി വി ആർ ഗുഡ് ഇൻ ബാഡ് തിങ്. അപ്പോൾ ആഷർ അതിനെ കൗണ്ടർ ചെയ്യുന്ന എന്താണ്, ദാറ്റ് പ്രീസപ്പോസസ് ദാറ്റ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആർ റിലയബിൾ. ഞാൻ പറഞ്ഞല്ലോ, യെസ്, നമ്മൾ എടുക്കുന്നത് ഒരു പ്രോബബിലിസ്റ്റിക് ക്ലെയിം ആണ്. പ്രോബബിലി നമ്മൾ പല കാര്യങ്ങളും ട്രൂ ആണെന്നാണ് എടുക്കുന്നത്. ആ പൊസിഷനെയാണ് അറ്റാക്ക് ചെയ്യേണ്ടത്. ആ പൊസിഷനെ അല്ല ആഷർ അറ്റാക്ക് ചെയ്യുന്നത് എന്നത് ഞാൻ വിനീതപൂർവ്വം പറയുന്നത്. കാരണം ആഷർ ഇപ്പോഴും പറയുന്നത് എന്താ പറയുന്നത്, ഇറ്റ്സ് എ ഡിഫീറ്റർ ഫോർ യു ബിക്കോസ് വൺസ് യു ടേക്ക് ദാറ്റ്, ഓക്കെ, നിങ്ങളുടെ ബിലീഫ്സിന് ഒരു സംഭവം ഉണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡിഫീറ്റർ ഫോർ യു. ആ ഒരു പ്രിൻസിപ്പിളിനെ, ആ ഒരു ആഷർ ഞാൻ കംപ്ലീറ്റ് ആവട്ടെ, ആ ഒരു തത്വത്തെയാണ് ഞാൻ റിജക്ട് ചെയ്യുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിനുള്ള റീസണും പറഞ്ഞു. ഞാൻ എടുക്കുന്ന ഫിനോമിനൽ കൺസർവേറ്റിസം എന്ന് പറഞ്ഞ എപ്പിസ്റ്റമോളജിക്കാണ് തിങ്സ് വിച്ച് സീം ടു ബി ട്രൂ ടു മീ എന്നുള്ളൊരു സംഭവം ഉണ്ടെങ്കിൽ ഐ ആം റാഷണലി ജസ്റ്റിഫൈഡ്. അത് ശരിയാവില്ല എന്ന് പറയാനാണ് എന്താ പറയുന്നത്, ആഷറിന് വേണമെങ്കിൽ കുറേ തോട്ട് എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ടുവരാം, പല തോട്ട് എക്സ്പീരിയൻസ്. അപ്പം അതിന് ഞാൻ റെസ്പോണ്ട് ചെയ്തു. നമ്മുടെ ഏത് എപ്പിസ്റ്റമോളജിക്കൽ വ്യൂ എടുത്താലും അതിനെ അണ്ടർ കട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ഇൻറ്റ്യൂട്ടീവ് ആയിട്ടുള്ള എക്സാമ്പിൾസ് കൊണ്ടുവരാം. പക്ഷേ ആഷർ ഇവിടെ എന്നോട് ചോദിക്കുന്നത് റിലയബിലിറ്റി കൂട്ടുന്ന ഒരു ആർഗ്യുമെന്റ് ഉള്ളത്. ഞാൻ റിലയബിലിറ്റി കൂട്ടുന്ന ഒരു ആർഗ്യുമെന്റ് അല്ല വെക്കുന്നത്. ഞാൻ വെക്കുന്നത് നമുക്ക് റിലയബിലിറ്റി കുറവാണെങ്കിലും നാച്ചുറലിസം എന്ന സംഭവങ്ങളിൽ റാഷണലി ജസ്റ്റിഫിക്കേഷൻ ഉണ്ട് എന്ന ആർഗ്യുമെന്റ് ആണ് വെക്കുന്നത്. ആ ആർഗ്യുമെന്റ് ഇൻകോഹറന്റ് ആണെന്ന് മാത്രം ഇവിടെ ആർഗ്യൂ ചെയ്താൽ മതി. ബാക്കി ഇപ്പോൾ കണ്ടന്റ് ഫിനോമിനലിസം അല്ലെങ്കിൽ കണ്ടന്റ് പ്രോപ്പർട്ടി ഉണ്ടോ, ഞാൻ അങ്ങനെ കണ്ടന്റ് പ്രോപ്പർട്ടി ഒക്കെ റിജക്ട് ചെയ്യണം. ഞാൻ ട്രൂത്ത്സും ബിലീഫ്സും ഒക്കെ ഒരു കണ്ടന്റ് ആണ് എന്ന വ്യൂ ഹോൾഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു മെറ്റാഫിസിക്കൽ വ്യൂ ഹോൾഡ് ചെയ്യുന്നില്ല. ഞാനൊരു പ്ലാറ്റോണിസ്റ്റ് അല്ല, ഞാനൊരു പ്ലട്ടോണിസം എടുക്കുന്ന വ്യക്തിയല്ല, ഞാൻ ഒരു നോമിനലിസ്റ്റ് ആണ്. ഞാൻ എടുക്കുന്ന വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എടുക്കുന്ന പാറ്റേൺസ് നമ്മൾ ഓരോ ടേംസ്, ലാംഗ്വേജിൽ ഓരോ ടേംസ്. ഇപ്പോൾ ഉദാഹരണത്തിന് എന്താ പറയുക, ഒരു ആൾക്ക് നീളം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പ്രോപ്പർട്ടി അല്ല അവിടെ ഉള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒരാളെ കാണുമ്പോൾ ഇയാൾക്ക് നീളം ഉണ്ടെന്ന് പറയുമ്പോൾ നീളം എന്ന കണ്ടന്റ് പ്രോപ്പർട്ടി എൻ്റെ മൈൻഡിൽ സ്റ്റോർ ചെയ്യുന്നു എന്നൊരു ബിലീഫല്ല ഞാൻ എടുക്കുന്നത്. ഞാൻ അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, ആ പ്രോസസ്സിനെ ഞാൻ ബിലീഫ് എന്ന് വിളിക്കുന്നു. ഞാനൊരു നോമിനലിസ്റ്റ് ആണ്. സോ ഐ റിജക്ട് ദീസ് കൈൻഡ് ഓഫ് കണ്ടന്റ് സംഭവങ്ങൾ, ഇങ്ങനെയുള്ള ഒരു വ്യൂവിലാണ് ലോകം വർക്ക് ചെയ്യുന്നത് എന്ന സംഭവങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല. So whatever you are trying to bring in is not even remotely related to my argument. ഞാൻ പലതവണ ഓൾറെഡി പറഞ്ഞു. ഐ തിങ്ക് ആശിഷ് യു ക്യാൻ ക്യാരി ഓൺ. ഐ തിങ്ക് യു മിസ്ഡ് എ ലോട്ട് ഓഫ് I പാർട്ട്. missed a lot of വീണ്ടും ഞാൻ things. പറയാണ്, താഴെ കേൾക്കുന്ന ആൾക്കാർ പക്ഷേ ഒന്നുകൂടെ ആശരെ ഒന്നുകൂടെ ചിന്തിക്കാനാണ്. ആശിഷ് 1 സെക്കൻഡ്. ഇവിടെ ഡേറ്റയുടെ കാര്യം പറയുമ്പോഴത്തേന് ഡേറ്റ കണ്ടു, ആ ഡേറ്റ മനസ്സിലാക്കി, അവിടെ തന്നെയാണ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇത് പലതവണ പറഞ്ഞ് ഇല്ലാന്ന് ഞാൻ ഇവിടെ ഒരു പറഞ്ഞില്ലല്ലോ ബേസിക്. ആഷർ. Did I reject? 1 സെക്കൻഡ് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ പ്ലീസ് പറഞ്ഞു. ഓണ്ടോളജി എപ്പിസ്റ്റമോളജി തമ്മിലുള്ള ബേസിക് ഡിസ്റ്റിങ്ഷൻ മാത്രം. ഇവിടെ തെറ്റായ ബിലീഫ്സ് ഹോൾഡ് ചെയ്യുമ്പോൾ പോലും കോഗ്നിറ്റീവ് റിലയബിലിറ്റി അവിടെ ഫെയിൽ ആകുന്നില്ല. ദ പോയിന്റ് ഇസ് ദാറ്റ് ഇഫ് യു ഹാവ് ഇനഫ് ഇൻഫർമേഷൻ യു വിൽ കൺവേർജ് ടു ട്രൂത്ത്. ദാറ്റ് ഇസ് ദ മോഡസ്റ്റ് ക്ലെയിം that we are making. പിന്നെ ഈ കണ്ടന്റിന്റെ കാര്യം പറഞ്ഞ കണ്ടന്റ് പ്രോപ്പർട്ടീസ്, ഐ തിങ്ക് ദാറ്റ് കൻ ഓൾസോ ബി എ ചാലഞ്ച് ടു ഓക്കെ. ഇങ്ങനത്തെ വേണമെങ്കിൽ നമുക്ക് ഇനി വേണമെങ്കിൽ നോമിനലിസത്തിലേക്ക് തന്നെ പോകാം. ഇനി EAAN ഈ ഒരു ടോപ്പിക്കിൽ എന്താണ് സർക്കുലർ എന്ന സംഭവം എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു മൈ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആർ നോട്ട് റിലയബിൾ എന്ന സീമിങ്ങിലുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ 100% ട്രൂത്ത് ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. 100% ട്രൂത്ത് ക്ലെയിം ചെയ്യാത്തത് കൊണ്ട് തന്നെ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഓൾ മൈ ബിലീഫ്സ് ആർ ഫോൾസ്, അല്ലെങ്കിൽ അത് റാഷണലി അക്സെപ്റ്റ് ഇല്ല. കാരണം കൺക്ലൂഷനാണ്, ഈ പ്ലാന്റിംഗയുടെ കൺക്ലൂഷനാണ്, നാച്ചുറലിസം ആൻഡ് എവല്യൂഷൻ ക്യാനോട്ട് ബി റാഷണലി അക്സെപ്റ്റഡ്. കാരണം റാഷണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നതിലേക്ക് ലോജിക്കലി ഫോളോ ചെയ്യില്ല എന്നതിനൊരു റീസണാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് 95% അല്ലെങ്കിൽ 50% റിലയബിലിറ്റി ഉണ്ടെങ്കിലും ഇഫ് ഇറ്റ് സീംസ് ട്രൂ ടു മീ ദെൻ ഐ ആം റാഷണലി ജസ്റ്റിഫൈഡ്. കാരണം എനിക്ക് സീമിംഗ്ലി ട്രൂ ആണെന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മതി എനിക്ക് റാഷണലി, അതാണ് ജസ്റ്റിഫിക്കേഷൻ. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റിഫിക്കേഷൻ എന്ന വ്യൂ ആണ് ഞാൻ ഹോൾഡ് ചെയ്യുന്നത്. ആ വ്യൂ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ചത്തുപോകും, അല്ലെങ്കിൽ ഇത് അങ്ങനെ ഒരു വ്യൂ ഒരിക്കലും എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആണ് ഇവിടെ വരേണ്ടത്. അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഇവിടെ വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ വന്നിട്ടുള്ള ആർഗ്യുമെന്റ് എന്താണ്, നിങ്ങൾ പ്രീസപ്പോസ് ചെയ്യുന്നത്. യെസ്, നമ്മുടെ എല്ലാ വ്യൂസും നമ്മൾ പല കാര്യങ്ങൾ പ്രീസപ്പോസ് ചെയ്തിട്ടാണ് വയ്ക്കുന്നത്. പല പ്രീസപ്പോസിഷൻസ് ട്രൂ ആണ് എന്ന് അസം ചെയ്തിട്ടാണ് നമ്മൾ വേൾഡ് വ്യൂ ബിൽഡ് ചെയ്യുന്നത്. അത് ഏത് വേൾഡ് വ്യൂ എടുത്താലും പ്രീസപ്പോസിഷൻസ് ഇല്ലാത്ത വേൾഡ് വ്യൂ ഇല്ല. ചില കാര്യങ്ങൾ നമ്മൾ നെസസറി ട്രൂ ആണെന്ന് പ്രയോറി ആയിട്ടോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ടോ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ PSR ട്രൂ ആണെന്ന് നമ്മൾ എടുക്കാറുണ്ട് ഈ കണ്ടിജൻസി ആർഗ്യുമെന്റ് പറയുമ്പോൾ. വൈ PSR ഇസ് ട്രൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ മീൻ ഇറ്റ് സീംസ് ടു ബി ട്രൂ ബട്ട് ദർ ആർ വ്യൂസ് ദാറ്റ് ചാലഞ്ചസ് ഇറ്റ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, JKVയുടെ സംഭവം, JKV അതിൽ എക്സ്പെർട്ട്. അത് JKV പല കാര്യങ്ങളും എക്സ്പെർട്ട്. JKVയോട് ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ വ്യൂ ചോദിച്ചു കഴിഞ്ഞാൽ ഹീസ് മോർ എക്സ്പെർട്ട് ദാൻ മീ. ഐ എം ഓൾറെഡി റെഡി ടു അഗ്രി. പക്ഷേ JKV അന്ന് ആ റൂമിൽ കാണിച്ചത് എന്താണ്, എവല്യൂഷൻ ശരിയാണ്, എവല്യൂഷന് EAAN ഒരു സ്ട്രോങ് റെസ്പോൺസ് ഇല്ലെന്ന്. അപ്പം ഞാനൊരു റെസ്പോൺസ് തന്നു.
ഞാൻ റെസ്പോൺസ് തന്നു. ഞാനിപ്പോൾ അന്ന് തന്ന റെസ്പോൺസ് പോലും അല്ല ഞാൻ ഇന്ന് തരുന്നത്. ഇന്ന് ഞാൻ വേറെ റെസ്പോൺസ് തരുന്നത്. ഇന്ന് ഞാൻ ഒരു പ്രിമൈസ് റിജക്ട് ചെയ്യുകയാണ്. അതായത് ഒരു ഡിഫീറ്റർ ഉണ്ട് എന്നൊരു സംഭവം ഞാൻ പ്രിമൈസ് റിജക്ട് ചെയ്തു. വൈ? ബിക്കോസ് ഇറ്റ് സീംസ് ടു ബി ട്രൂ ടു മീ ദാറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വാസത്തിൽ ഹോൾഡ് ചെയ്താൽ അത് റാഷണലി ജസ്റ്റിഫൈ ആണ് എന്ന എപ്പിസ്റ്റമോളജിക്കൽ ഫൗണ്ടേഷൻ ഞാൻ മുമ്പോട്ട് വെച്ചു. അതിനെ കൗണ്ടർ ചെയ്യുന്ന ഒരു ആർഗ്യുമെന്റ്, നിങ്ങൾക്കത് കൺവിൻസിംഗ് ആയിട്ട് തോന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കത് റാഷണലി അപ്പീലിംഗ് ആയിട്ട് തോന്നുന്നില്ല എന്നതായിരിക്കും നിങ്ങളുടെ ആർഗ്യുമെന്റ്. അത് നിങ്ങളുടെ ആർഗ്യുമെന്റ്, ബട്ട് ദാറ്റ് ഡസന്റ് ഡിഫീറ്റ് മൈ പൊസിഷൻ. അതൊരു ഡിഫീറ്റർ ആയിട്ട് ഞാൻ കാണുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ്സ് നോട്ട് എ ഡിഫീറ്റർ ഫോർ മീ, ബിക്കോസ് എനിക്ക് എൻ്റെ ബിലീഫ്സിന് ക്രെഡൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. എൻ്റെ ബിലീഫ്സിനുള്ള ക്രെഡൻസ് വെച്ചാണ് ഞാൻ ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എടുക്കുന്നത്. ഇപ്പം നാളെ സൂര്യൻ ഉദിക്കുന്നുണ്ടെന്നത് ഒരു 100% ട്രൂത്ത് ആയിട്ടാണോ ഞാൻ വിളിക്കുന്നത്? അല്ല, ഇറ്റ്സ് നോട്ട് 100% ട്രൂ. ഇറ്റ്സ് ജസ്റ്റ് എ പ്രോബബിലിസ്റ്റിക് ക്ലെയിം. അല്ലെ മോർ ലൈക്ലി ദാൻ ട്രൂ ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് നാളെ ഇങ്ങനെ സംഭവം ഉണ്ടാകും എന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഐ ആം റാഷണലി ജസ്റ്റിഫൈഡ് ഫോർ ദാറ്റ് ബിക്കോസ് ഇറ്റ് സീംസ് ട്രൂ ടു മീ. ഈവൻ ദോ മൈ റാഷണൽ കപ്പാസിറ്റി, ഇന്ന് ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പില്ല് കഴിച്ചിട്ടുണ്ടായിരിക്കും, ബട്ട് സ്റ്റിൽ ഇറ്റ് സീംസ് ടു ബി ട്രൂ ടു മീ. ഓണ്ടോളജിക്കലി ഒരു സംഭവം ഉണ്ടെങ്കിലും എപ്പിസ്റ്റമോളജിക്കലി ഞാനൊരു ബിലീഫ് ഹോൾഡ് ചെയ്യുന്നതിനുള്ള റാഷണൽ ജസ്റ്റിഫിക്കേഷൻ ആണ് പറഞ്ഞത്. ഓണ്ടോളജിക്കലി ചിലപ്പോൾ അങ്ങനെ ഒരു ബിലീഫ് ഇല്ലായിരിക്കും, അങ്ങനെ ഒരു ഫാക്ട് ഇല്ലായിരിക്കും. പക്ഷേ എൻ്റെ എപ്പിസ്റ്റമോളജി അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, എൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ മെത്തേഡിൽ ഞാൻ ജസ്റ്റിഫൈഡ് ആണെങ്കിൽ യു ആർ ജസ്റ്റിഫൈഡ്. ഇവിടെ ഇപ്പോൾ അങ്ങനെ ഒരു എപ്പിസ്റ്റമോളജിക്കൽ വ്യൂ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു ക്ലെയിം ആണെങ്കിൽ, എപ്പിസ്റ്റമോളജിയിൽ നിങ്ങൾക്കൊക്കെ എന്തോ തീരുമാനമായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ പറയുക, ബാക്കി എല്ലാ എന്താ പറയുക എപ്പിസ്റ്റമോളജിക്കൽ ഡിസ്കഷൻസിൻ്റെയും കൺക്ലൂഷൻ ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഡിസ്കഷനിലാണ് കറക്റ്റ് സംഭവം വരുന്നത് എന്നൊരു വ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം എൻ്റെ എപ്പിസ്റ്റമോളജിക്കൽ വ്യൂ ഇതാണ്, അത് കോഹറൻ്റ് ആണ്, അതിലൊരു ഇൻകോഹറൻസും ഇല്ല. അതൊന്നും തന്നെ ഇവിടെ ഇത്രയും നേരമായിട്ട് ആ ഒരു സംഭവം പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ പോയിന്റ്. യു ആർ ക്ലെയിമിംഗ് ദാറ്റ് യുവർ കൊഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആർ നോട്ട് റിലയബിൾ. നിങ്ങൾ പറയാ കൊഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ അല്ല. യുവർ കൊഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആർ, നിങ്ങളുടെ കൊഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് എന്താ? യു ആർ സേയിങ് ദാറ്റ് ഓക്കെ, ബിലീവ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് എങ്ങനെ അപ്പിയർ ആകുന്നോ അങ്ങനെയാണ്. ഇഫ് ഇറ്റ് അപ്പിയർസ് ട്രൂ ടു മീ, ഐ വിൽ ടേക്ക് ഇറ്റ് ആസ് ട്രൂ. ബട്ട് വൈ ഈസ് ഇറ്റ് നെസസറി ദാറ്റ്, എന്തുകൊണ്ടാണ് വൈ ഈസ് ഇറ്റ് നെസസറി ദാറ്റ് ബിലീവ്സ് ദാറ്റ് അപ്പിയർ ട്രൂ ടു യു ആർ റിലയബിൾ? ദർ ക്യാൻ ബി തിങ്സ്, ഫോർ എക്സാമ്പിൾ, ഇന്നേക്ക് ചിലപ്പം ആയിരക്കണക്കിന് വർഷം മുമ്പ് or maybe few thousands of years, പല ആൾക്കാരും വിചാരിച്ചത് the earth was flat because it appeared, that belief appeared true to them, but that doesn't mean that it is true. People saw that, people believed that അതായത് സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും പോകുന്ന ആൾക്കാർ വിചാരിച്ചു, because it appeared to them that it is true and that was the most rational thing to do. അന്നത്തെ സമയത്ത് it was the most rational thing to do, so it appeared to them to be true. So does that mean it is true? Now even ഇപ്പോഴത്തെ മോഡേൺ സയൻറ്റിഫിക് അല്ലെങ്കിൽ മോഡേൺ സയൻറ്റിഫിക് മെത്തേഡിൽ പോലും there are many gaps and certain readings appear to us, and if you were to take that as true, ആ ബിലീഫ്സിനെ അതേപോലെ തന്നെ ട്രൂ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാൽ then as it comes to us, as it appears to us, it doesn't make sense. So you are putting forward a self-defeating argument. You have not counted any of EAN's objections. EAN's objection is very very correct. If evolution is, അതായത് എവല്യൂഷൻ പരിണാമം, ഞാൻ ഒന്നും കൂടെ ഇറ്ററേറ്റ് ചെയ്യാം താഴെ ചാറ്റ്സിലുള്ള ആൾക്കാർക്ക് വേണ്ടി, പരിണാമം വഴിയാണെങ്കിൽ ആണ് നമ്മൾ ഇവിടെ വരെ എത്തിയെങ്കിൽ, ഐ മീൻ പ്യുവർ എത്തിസ്റ്റിക് എവല്യൂഷൻ അല്ലെങ്കിൽ അൺഗൈഡഡ് ആയിട്ടുള്ള പ്രോസസ്സിലാണെങ്കിൽ, ആൻഡ് ദെൻ യു ടേക്ക് നാച്ചുറലിസം ആസ് വെൽ, ഓഫ് കോഴ്സ് നാച്ചുറൽ വിൽ ഗ്യാരണ്ടി ദാറ്റ് ഇറ്റ് ഈസ് എൻ അൺഗൈഡഡ് പ്രോസസ്, ദെൻ നിങ്ങളുടെ തോട്ട്സും പ്രോസസ്സും ഈസ് നോട്ട് ഗൈഡഡ് ടുവേർഡ്സ് ട്രൂത്ത്. നിങ്ങളുടെ ചിന്തകൾ ഒരിക്കലും സത്യത്തിലേക്കല്ല പോയിന്റ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സംടൈംസ് പല പ്രാവശ്യവും, അല്ലെങ്കിൽ സംടൈംസ് പറയാൻ പറ്റില്ല, പല സമയത്തും ട്രൂത്ത് ടു കം ടു എ കൺക്ലൂഷൻ ദാറ്റ് ഇസ് ട്രൂ requires more energy. Okay, requires more mental energy, it requires more energy consumption. So in an evolutionary process, or evolutionary process, that is too much to give. ഇന്നത്തെ ഇന്ന് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും that's not how evolution might have happened, right? It was a difficult process, it was a dangerous process. So given evolution, and if you take naturalism against that, then you cannot rely on your cognitive ability. ഇതിനകത്ത് റൂട്ടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, the only way that you can escape is either reject evolution, ഒന്നെങ്കിൽ എവല്യൂഷൻ തള്ളിക്കളയണം, അല്ലെങ്കിൽ നാച്ചുറലിസം തള്ളിക്കളയണം, അല്ലെങ്കിൽ രണ്ടും തള്ളിക്കളയണം. Again and again Pratish is going in circles, പറയുക I will accept cognitive I accept truth as it appears to me, and you are assuming that your cognitive faculties are reliable. Then you are saying that or you are assuming that your cognitive faculties are reliable to even claim this, which you are doing completely. It's a circular position, which is very clear, and I think we have established it beyond doubt.
Now what you're doing is you're repeating that argument again and again, and in the end you're saying, yeah, ഓക്കെ Pradesh ഓക്കെ ചെയ്യുന്ന എന്താ ചോദിച്ചാൽ അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം പറയുക you have not defeated it, but it's a self-defeating argument. You are only holding, like, you are only holding to it because you are a naturalist from the presupposition of naturalism. Because അതായത് നിങ്ങൾ ഒരു നാച്ചുറലിസ്റ്റ് ഒരു ഏത്തിസ്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ആ ഒരു പൊസിഷനിൽ ഹോൾഡ് ചെയ്യുന്നത്. Because you are ആശിഷ് Pradesh, if you are saying that your cognitive faculties are not reliable, there is no point in talking also. Reason is, if your cognitive faculties are not reliable, then whatever you say is not reliable. Why should I say that it is reliable? Or the truth that appears to you may not be what is appearing to me. Why should I say that, okay, this is true? Or your language, whatever you are saying is what I'm understanding. ഇപ്പൊ ആശിഷ് ഇവിടെ വെച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, വൈ ഈസ് ദിസ് നെസസറിലി ട്രൂ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്. ഒരു സംഭവം നെസസറിലി ട്രൂ ആണെങ്കിൽ അതിന് വേറെ റീസൺ വേണം എന്ന് ആശിഷ് കരുതുന്നുണ്ടോ? ഇപ്പൊ ഞാൻ കരുതുന്നത് ഒരു സംഭവം നെസസറിലി ട്രൂ ആണെങ്കിൽ അതിന് വേറെ റീസൺ വേണ്ട, ബിക്കോസ് ഇറ്റ്സ് നെസസറിലി ട്രൂ. അതെ, ഇപ്പോൾ ഇഫ് സംതിങ് ഈസ് നെസസറിലി ട്രൂ, ഫോർ എക്സാമ്പിൾ ഗോഡ് ഒരു മെറ്റാഫിസിക്കൽ നെസസിറ്റി ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വൈ ഇസ് ഗോഡ് നെസസറി? ബിക്കോസ് ഗോഡ് ഇസ് എ മെറ്റാഫിസിക്കൽ നെസസിറ്റി. ഗോഡ് മെറ്റാഫിസിക്കലി നെസസറി ആയതുകൊണ്ട് ഗോഡ് നെസസറി ആണ്, അതുകൊണ്ട് ഗോഡിനെ എക്സിസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് വൈ സംതിങ് ഇസ് നെസസറി എന്നത് ഒരു ലോ ക്ലാസ് ചോദ്യമാണ്. വൈ ഈസ് സംതിങ് നെസസറിലി ട്രൂ എന്നൊരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുക ആശീഷിന്റെ വായിന്ന് വന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ രസം. വൈ സംതിങ് ഈസ് നെസസറിലി ട്രൂ. ബേസിക്കലി നമ്മൾ ഒരു നെസസിറ്റി അപ്പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നെസസറിലി ട്രൂ ബിക്കോസ് ഇറ്റ് ഈസ് നെസസറിലി ട്രൂ, ബിക്കോസ് ഇറ്റ് ഹാസ് ടു ബി എന്നത് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറം പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല. ഈ ആശീഷിനോട് ചോദിക്കാൻ ചോദിച്ചു, ആശീഷ് പറഞ്ഞു നീ പ്രീ സപ്പോസ് ചെയ്തിട്ടാണ് പറഞ്ഞത്. ഒരു എപ്പിസ്റ്റമോളജിക്കൽ ഗ്രൗണ്ട് പ്രീ സപ്പോസ് ചെയ്യാത്ത ഏതെങ്കിലും ഒരു സംഭവം പ്രീ സപ്പോസ് ചെയ്യാത്ത ഒരു എപ്പിസ്റ്റമോളജിക്കൽ വ്യൂ ആശീഷ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിബേറ്റ് തീരും. ഓക്കെ, ഈ എപ്പിസ്റ്റമോളജിക്കൽ വ്യൂ ഈ സംഭവം പ്രീ സപ്പോസ് ചെയ്യുന്നില്ല, ഈ സംഭവങ്ങൾ പ്രീ സപ്പോസ് ചെയ്യുന്നില്ല. നമ്മുടെ റിലയബിൾ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് മോർ ഓർ ലെസ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആശീഷ് 100% ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നുണ്ടായിരിക്കും. അത് ആശീഷിന്റെ നിങ്ങളുടെ വിശ്വാസം, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വിശ്വസിക്കാം. നിങ്ങൾക്ക് എന്താ പറയുന്നത്, പല അബ്സേർഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ പല സീമിംഗ്ലി ട്രൂ ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാം. നിങ്ങളുടെ വ്യൂവിൽ നിങ്ങളുടെ 100% ട്രൂ കോഗ്നിറ്റീവ് ബിലീഫ്സ് ഉണ്ട് എന്ന അസംഷനിലായിരിക്കും നിങ്ങൾ തുടങ്ങുന്നത്. ഞാൻ തുടങ്ങുന്നത് 100% ട്രൂ കോഗ്നിറ്റീവ് ബിലീഫ്സ്, കോഗ്നിറ്റീവ് ഫാക്കൽറ്റി ഉണ്ട് എന്ന അസംഷനിലല്ല. മോർ ഓർ ലെസ് വി ഹാവ് ട്രൂ. അതിനാണ് നമ്മൾ കളക്റ്റീവായിട്ട് നോളജ് പറയുന്നത്. ഒരുപാട് ആളുകൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ഈ റിലയബിലിറ്റി പ്രശ്നങ്ങൾ നമുക്ക് ഒരു ആവറേജ് ചെയ്ത് സോൾവ് ചെയ്ത് മുമ്പോട്ട് പോകാം. അതുകൊണ്ടാണ് നമ്മൾ കളക്റ്റീവായിട്ടുള്ള നോളജ് ബിൽഡ് ചെയ്യുന്നത് എന്നതാണ് എൻ്റെ പൊസിഷൻ. ഇവിടെ ആശിച്ച് വെക്കുന്ന വേറൊരു പ്രശ്നം, അല്ലെങ്കിൽ JKV ഇവിടെ വെച്ചൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രതീക്ഷ പറഞ്ഞ എല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതൊരു നോൺ സെക്വിറ്റർ ആണെന്ന് ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്. നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എല്ലാ ബിലീഫ്സും ഫോൾസ് ആണ് എന്നത് ഫോളോ ചെയ്യുന്നില്ല. ഇറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് ഐ ഹാവ് സം ബിലീഫ്സ് വിച്ച് ആർ ട്രൂ, സം ബിലീഫ്സ് വിച്ച് ആർ ഫോൾസ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എൻ്റെ എല്ലാ ബിലീഫ്സും ഫോൾസ് ആണെന്ന്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാതെയാണ് ഇവിടെ ഇത്രയും വലിയ പ്രസംഗങ്ങൾ നടക്കുന്നത്. ഇത് ഞാൻ വീണ്ടും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സമയം പറഞ്ഞു കഴിഞ്ഞാണ്. ഈ ആർഗ്യുമെന്റ് ഒരു സർക്കുലർ ആർഗ്യുമെന്റോ സംഭവങ്ങളോ ഒന്നും തന്നെയല്ല. നമ്മൾ ചില കാര്യങ്ങൾ പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് പ്രീ സപ്പോസ് ചെയ്യാത്ത ഒരു എപ്പിസ്റ്റമോളജിക്കൽ, ഒന്നെങ്കിൽ ആശയം ചെയ്യേണ്ടത് പ്രീ സപ്പോസിഷൻസ് ഇല്ലാത്തൊരു എപ്പിസ്റ്റമോളജിക്കൽ വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുക. ഈ വ്യൂ നോക്കൂ, ഇതിൽ പ്രീ സപ്പോസിഷൻസ് ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ അംഗീകരിക്കണം, യെസ് നമ്മൾ പല പ്രീ സപ്പോസിഷൻസ് എടുത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ എടുക്കുന്ന പ്രീ സപ്പോസിഷൻ എന്താണ്, നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് മോർ ഓർ ലെസ് സീമിംഗ്ലി ട്രൂ ആണ്, അല്ലെങ്കിൽ മോർ ഓർ ലെസ് റിലയബിൾ ആണ്. ബട്ട് 100% റിലയബിലിറ്റി ഇല്ല, ചില കാര്യങ്ങൾ അൺറിലയബിൾ ആണ്. ആ ഒരു അസംഷനിൽ എടുത്തിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ട് പോകുന്നത് എന്നാണ് ഞാൻ എടുക്കുന്ന വ്യൂ. പ്രതീഷ് ഇപ്പോഴും കൺഫ്യൂസ് ചെയ്യാനുള്ള ഒരു കാരണം, ആൻഡ് ഐ തിങ്ക് ദാറ്റ് പ്രതീഷ് പോയി ഇത് പഠിച്ചിട്ട് തിരിച്ചു വരുവാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നമുക്ക് പിന്നെയും ചർച്ച കണ്ടിന്യൂ ചെയ്യാം. പ്രതീഷ് ഇത്ര ആൾക്കാരുടെ മുമ്പിൽ പറഞ്ഞതുപോലെ തന്നെ പ്രതീഷ് എക്സസ് പിൽ കേസിനെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞപ്പം പ്രതീഷ് ഇംപ്ലിസിറ്റ്ലി അംഗീകരിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ് വായിച്ചിട്ടില്ല, ആർഗ്യുമെന്റിനെ പറ്റിയുള്ള റെസ്പോൺസുകൾ വായിച്ചിട്ടുണ്ട്. ആർഗ്യുമെന്റ് വായിക്കാത്തിടത്തോളം കാലം പ്രതീഷ് ആർഗ്യുമെന്റിനെതിരെ പറയുന്ന കാര്യങ്ങൾ ഞാൻ എത്ര ക്ലാരിഫൈ ചെയ്താലും പ്രതീഷ് ഈ തെറ്റുകൾ തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. പ്രതീഷ് ഇവിടെ ഞാൻ പറയട്ടെ, പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രതീഷ് പറഞ്ഞ് ആശിഷിനെ റെസ്പോണ്ട് ചെയ്തുകൊണ്ട് പ്രതീഷ് പറഞ്ഞ എപ്പിസ്റ്റമോളജിക്കൽ ചില പ്രീസപ്പോസിഷൻ ഞങ്ങൾ എടുക്കണം, നിങ്ങൾ എടുക്കണം. ഐ അഗ്രി. പക്ഷേ എപ്പിസ്റ്റമോളജിക്കൽ പ്രീസപ്പോസിഷൻ ഇസ് സംതിങ് ഡിഫറെന്റ്. എ പ്രീസപ്പോസിഷൻ ഫോർ എനി എപ്പിസ്റ്റമോളജി സംതിങ് എൻറ്റയർലി ഡിഫറെന്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എടുക്കുന്ന പ്രീസപ്പോസിഷൻ ദൈവം ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ പ്ലാന്റിംഗ തന്നെ എടുക്കാം. പ്ലാന്റിംഗ ദൈവത്തിലുള്ള ബിലീഫ് പ്രോപ്പർലി ബേസിക് ബിലീഫാണ് പ്ലാന്റിംഗയുടെ റിഫോംഡ് എപ്പിസ്റ്റമോളജി. അതായത് ബേസിക് ബിലീഫ്സ്. ഇപ്പം
ഒരു ബാച്ചിലർ മാരീഡ് അല്ല എന്ന ബിലീഫിന് എനിക്കൊരു പ്രൂഫ് വേണ്ട, അതൊരു ബേസിക് ബിലീഫാണ്. ഒരു 5 മിനിറ്റ് മുമ്പല്ല യൂണിവേഴ്സ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് എന്ന ബിലീഫ് ബേസിക് ബിലീഫാണ്. അവിടെ ഞാൻ പ്രൂഫ് ചോദിക്കുന്നില്ല. അപ്പൊ അത്രയും ബേസിക് ബിലീഫ്സും പ്രോപ്പർലി ബേസിക് ബിലീഫ്സും പ്ലാന്റിംഗാടെ എപ്പിസ്റ്റമോളജി തന്നെ ഉണ്ട്. അത് പ്ലാന്റിംഗാടെ ഒരു പ്രീസപ്പോസിഷൻ ആണ്. ദൈവമുണ്ട്, ദൈവം ഉണ്ടെന്ന് അറിയുവാൻ കഴിയും, ദൈവം ഉണ്ടെന്ന് കാണിക്കാൻ കഴിയും. ടു നോ ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്, ടു ഷോ ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്. ടു നോ ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്, ഐ ഇന്റേർണലി നോ ദാറ്റ്. ടു ഷോ, ഇപ്പം ഞാനൊരു കോടതിയിൽ ചെന്നിട്ട് ഞാനാണ് കുറ്റവാളി, ഞാൻ മർഡർ ആണെന്ന് കാണിക്കാനുള്ള തെളിവുകളെല്ലാം മുൻപിൽ വെച്ചാലും ദാറ്റ് ഈസ് ഷോയിങ് ദാറ്റ് ഐ ആം ദ മർഡർ. പക്ഷെ ഉള്ളിനുള്ളിൽ എനിക്കറിയാം ഞാൻ മർഡർ അല്ല. അതാണ് നോയും ഷോയും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷൻ, ബേസിക് ഡിസ്റ്റിങ്ഷൻ. നൗ കമ്മിങ് ടു യുവർ പോയിന്റ്. സോ ആ പ്രീസപ്പോസിഷൻ അല്ലെങ്കിൽ ആ പ്രോപ്പർലി ബേസിക് ബിലീഫ് എൻ്റെ എപ്പിസ്റ്റമോളജിയിലും ഉണ്ട്, നിങ്ങളുടെ എപ്പിസ്റ്റമോളജിയിലും ഉണ്ട്. പക്ഷെ റാഷണാലിറ്റിക്ക് തന്നെ ബിലീഫ് ചെയ്യാൻ ഒരു കാരണം കൊടുക്കാന്ന് പറഞ്ഞാൽ അവിടെയാണ് എപ്പിസ്റ്റമോളജിക്ക് പ്രയർ ആയിട്ടുള്ള ഒരു prior belief എടുക്കേണ്ടി വരും. That belief is to believe that okay, my cognitive faculties are reliable. അതാണ് പ്രതീക്ഷ ഇതിന് മുമ്പുള്ള റെസ്പോൺസിലും പറഞ്ഞത്. സോ ഞാനിതൊരു ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ ദാറ്റ് ഇസ് probability of R given N and E and R. ഇതാണ് ദിസ് ഇസ് കോൾഡ് ദ ഡിഫീറ്റഡ് ഡിഫ്ലക്ടർ. ഈ വ്യൂ എടുക്കുമ്പോഴത്തേന് പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി കാൽക്കുലസിൽ അങ്ങനത്തെ വ്യൂ എടുക്കാൻ we cannot do that because that is saying that probability of, let's say, probability of aliens existing given aliens existing. അതാണ് ബേസിക്കലി ഇവിടെ പ്രതീക്ഷ ചെയ്യുന്നത്. പ്രോബിലിറ്റി ദാറ്റ് റാഷണൽ ഫാക്കൽറ്റീസ് ആർ റിലയബിൾ ഗിവൺ റാഷണൽ ഫാക്കൽറ്റീസ് ആർ റിലയബിൾ. ഈ ഒരു പ്രീസപ്പോസിഷൻ ഞാൻ എടുക്കും, എന്നിട്ട് ഞാൻ ഡേറ്റ പഠിക്കും. ആശിഷ് പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. ഞാനത് പലതവണ പറഞ്ഞു, സൂര്യൻ ഭൂമിക്ക് ചുറ്റും പോകുന്നു. ഇത് ഒരു 1000 തവണ മുമ്പ് ഇത് സത്യമല്ല, അതായത് ആൾക്കാരെല്ലാം വിശ്വസിക്കുകയാണ് സൂര്യനാണ് ഭൂമിക്ക് ചുറ്റും പോകുന്നത്. അത് വിശ്വസിക്കുമ്പം പോലും കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് അവിടെ റിലയബിൾ ആണ്. ദ ഗ്യാപ്പ് ഈസ് ഇൻ ദ ഡേറ്റ ദാറ്റ് ഇസ് അവൈലബിൾ. ദ ഗ്യാപ്പ് ഇസ് നോട്ട് ഇൻ ദ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്. ഇവിടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് അപ്പോഴും റിലയബിൾ ആണ്. പിന്നീട് ഞാനിത് പലതവണ പറഞ്ഞു, ബേഷ്യൻ എപ്പിസ്റ്റമോളജിയുടെ അടിസ്ഥാന തത്വമാണ് പോസ്റ്റീരിയർ എവിഡൻസ് കിട്ടും തോറും ഇന്നത്തെ പോസ്റ്റീരിയർ ഇന്നത്തെ പ്രയർ ആകും. പിന്നെ that goes on and eventually we converge to truth. In the process of converging to truth, you are തെറ്റായ ബിലീഫ് ഹോൾഡ് ചെയ്യുമ്പോൾ പോലും കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ റിലയബിലിറ്റി അസ്യൂം ചെയ്യുന്നുണ്ട്. സോ ഇതാണ് അടിസ്ഥാനപരമായിട്ട്. അപ്പം കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ഞാൻ റിലയബിൾ ആയിട്ട് അസ്യൂം ചെയ്യും, ആക്സിയോമാറ്റിക്കലി അസ്യൂം ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രതീക്ഷ ആർഗ്യുമെന്റ് അവിടെ ഡിഫീറ്റ് ആകുകയാണ്. യു ആർ നോട്ട് റേസിങ് എനി. ഇവിടെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇനി പ്രതീക്ഷ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരു റെഫറൻസ് തരാം, ഞാൻ ഇന്ന ആളുടെ വ്യൂ ആണ് ഞാൻ എടുക്കുന്നത്, അങ്ങനെ വല്ലതും പറയുകയാണെങ്കിൽ ഞാനും പോയി പഠിക്കാൻ തയ്യാറാകട്ടോ. ഐ എം ടോട്ടലി വില്ലിംഗ് ഫോർ ദാറ്റ്. പക്ഷെ ഇതുവരെ പ്രതീക്ഷ ഇതിന് ആർഗ്യുമെന്റിനെതിരെ പറയുന്നത് വളരെ വ്യക്തമായിട്ട് പ്രതീക്ഷയുടെ വായിൽ തന്നെ വന്ന കാര്യമാണ്. ഈ ആർഗ്യുമെന്റ് വായിക്കാത്തേണ്ട പ്രശ്നമാണ്. വേർ ദ കോൺഫ്ലിക്ട് റിയലി ലൈസ് എന്ന പുസ്തകം വായിച്ചാൽ ഈ ആർഗ്യുമെന്റ് പ്രതീക്ഷ ഉന്നയിക്കത്തില്ല. ഇച്ചൂടെ പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇച്ചൂടെ നല്ല ആർഗ്യുമെന്റുകളുമായിട്ട് പ്രതീക്ഷ മടങ്ങി വരും. അങ്ങനെ വരുന്ന അവസരത്തിൽ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. പിന്നെ ഈ കാര്യം തന്നെ, അയ്യോ ഞാനിത് പിന്നെ അസ്യൂം ചെയ്യുവാണ്, ഞാനും അസ്യൂം ചെയ്യുവാണ്, നിങ്ങളും അസ്യൂം ചെയ്യുവാണ്, ഞാൻ അത് അംഗീകരിക്കുന്നു. എന്തുകൊണ്ട് അസ്യൂം ചെയ്യുന്നു എന്നതിന്റെ കാരണം, when you're taking naturalism and evolution, you have a defeater for R. This is the basic premise. ആ premise കൺക്ലൂഡ് ചെയ്യുന്നത് naturalism ഇനി ട്രൂ ആണെങ്കിൽ തന്നെ you will not be able to justify, you will not be able to argue because you are already faced with a global defeater. ഗ്ലോബൽ ഡിഫീറ്റർ അംഗീകരിച്ചു കഴിഞ്ഞാൽ, അതായത് ഗ്ലോബൽ ഡിഫീറ്റർ ആണ്, യു ആർ ഫേസ്ഡ് വിത്ത് എ ഗ്ലോബൽ ഡിഫീറ്റർ, EAAN is a global defeater എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ whatever argument that you would do, going back to the XXPL analogy, will be a defeater. ഓക്കെ. ഇവിടെ ആഷർ പറഞ്ഞത് പ്രീസപ്പോസിഷൻസ് ഇറങ്ങുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ അഗ്രീയിങ് ദാറ്റ് അറ്റ്ലീസ്റ്റ് നമ്മൾ പ്രീസപ്പോസിഷൻസ് എടുത്താണ് എപ്പിസ്റ്റമോളജിക്കൽ വ്യൂസ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു സംഭവം വൈ സംതിങ് ഈസ് ട്രൂ, അല്ലെങ്കിൽ വൈ ഇഫ് സംതിങ് ഇസ് നെസസറിലി ട്രൂ ദെൻ വൈ ദാറ്റ് ഈസ് ട്രൂ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. അതിൽ ആഷർ അംഗീകരിച്ചതിൽ നന്ദി. കാരണം ആഷീഷ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് നേരത്തെ ചോദിച്ചിട്ടുള്ളത്. ഇനി ആഷറോട് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. My position is not that probability of reliability of our cognitive faculties are true given reliability of cognitive faculties are true. അങ്ങനെ ഒരു പോയിന്റ് അല്ല നമ്മൾ വെക്കുന്നത്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി ഹ്യൂമൻസ് റീസൺ ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് വെച്ചാണ്. ഓക്കെ, നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ഫോൾസ് ആവുന്ന പല സിറ്റുവേഷൻസ് നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് തന്നെ നമ്മളോട് പറയുന്നുണ്ട്. മനസ്സിലായോ? നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് തന്നെ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് തെറ്റായി പോയി എന്ന് പറയുന്നത്, നമ്മുടെ ജഡ്ജ്മെന്റ്സ് തെറ്റായിരുന്നു, നമ്മുടെ റീസണിങ് തെറ്റായിരുന്നു എന്ന് നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് തന്നെ തെറ്റുന്നുണ്ട്. അപ്പം ഞാൻ എടുക്കുന്നത് ഫിനോമിനൽ കൺസർവേറ്റിസം എന്നുള്ള വ്യൂവിൽ എന്താ പറയുന്നത്,
ഓക്കെ, നിങ്ങൾക്ക് ഒരു മോമെന്റിൽ ഇത് സീമിംഗ്ലി ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ആ ബിലീഫ് എടുക്കുന്നത് റാഷണലി ജസ്റ്റിഫൈഡ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പില്ല് കഴിച്ചിട്ട് എനിക്ക് തോന്നുകയാണ് ലൈറ്റ് കത്തുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സീമിംഗ്ലി ട്രൂ ആണ് ആ ലൈറ്റ് കത്തുന്നുണ്ട്, പക്ഷേ ആക്ച്വലി ഓണ്ടോളജിക്കലി ചിലപ്പോൾ ലൈറ്റ് കത്തുന്നില്ലായിരിക്കും, ബട്ട് എപ്പിസ്റ്റമോളജിക്കലി എനിക്ക് തോന്നുകയാണ് ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പം ഞാൻ ജസ്റ്റിഫൈഡ് ആണ്, കാരണം എൻ്റെ വേറെ ആരുമില്ല, എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ വേറെ ആരുമില്ല. അപ്പോൾ എൻ്റെ റാഷണാലിറ്റി എന്നോട് പറയുകയാണ് ഓക്കെ ലൈറ്റ് കത്തുന്നുണ്ട്, അപ്പം ഞാൻ ലൈറ്റ് കത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു ആ മൊമെന്റിൽ, കാരണം എൻ്റെ എല്ലാ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസും അതിനാണ് പറയുന്നത്. സോ എനിക്ക് വേറെ വഴിയില്ല, ദർ ഇസ് നോ അതർ വേ ടു ടെസ്റ്റ് ദിസ്. കാരണം നമുക്ക് ഒരു മിനിറ്റ് വീണ്ടും ഓക്കെ, അപ്പം there is no other way to test our cognitive faculty. സോ അവിടെ നമ്മൾ എടുക്കുന്നതാണ് ഓക്കെ, ഇറ്റ് സീമിംഗ്ലി ട്രൂ ഫോർ മീ, സോ ഐ എം റാഷണലി ജസ്റ്റിഫൈഡ്. ഇനി അടുത്ത ദിവസം രാവിലെ ഞാൻ എണീക്കുമ്പോഴാണ് എനിക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്. ഞാനൊരു പില്ല് കഴിച്ചിരുന്നു, അപ്പോൾ ഇതൊക്കെ ഹാലൂസിനേഷൻ, ബൾബേ ഇല്ലായിരുന്നു എന്നൊരു സംഭവം. അപ്പം നൗ ഐ എം ഗിവൺ വിത്ത് എ ന്യൂ എവിഡൻസ്. ഓക്കെ, ഇറ്റ് സീംസ് ടു ബി ട്രൂ ടു മീ ദാറ്റ് ഓക്കെ ബൾബ് ഇല്ലായിരുന്നു, പക്ഷെ ഇന്നലെ എനിക്ക് അങ്ങനെ ഒരു തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് പുതിയ ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ് ഓക്കെ ഇന്നലെ ഉള്ള സംഭവങ്ങളിൽ തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. സോ നൗ ഐ ഹാവ് എ ഡേറ്റ ദാറ്റ് എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് എന്നെ ഡിസീവും ചെയ്തിട്ടുണ്ട്. സോ പല കാര്യങ്ങളിൽ അത് ട്രൂ അല്ല എന്ന ഒരു സംഭവങ്ങൾ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇത് സീമിംഗ്ലി ട്രൂ ആണെന്ന് കരുതുന്നു. സോ ഇപ്പോൾ എനിക്കിത് വിശ്വസിക്കാം, ഐ ആം റാഷണലി ജസ്റ്റിഫൈഡ്. സോ ഇവിടെ ഞാൻ പ്ലാന്റിംഗയുടെ ആർഗ്യുമെന്റ് സക്സസ്ഫുൾ ആവുകയില്ല. പ്ലാന്റിംഗയുടെ ആർഗ്യുമെന്റ് എന്തുകൊണ്ട് സക്സസ്ഫുൾ ആവുന്നില്ല എന്ന് പറയുന്നത് ഈ പ്രിമൈസ് കൊണ്ടാണ്. അതായത് നമ്മുടെ ബിലീഫ്സ് ശരിയാവുന്നില്ല എന്നൊരു അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ല എന്നൊരു പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറലിസത്തിന് അത് ഡിഫീറ്റർ അല്ല. ആ പ്രിമൈസിനെയാണ് ഞാൻ റിജക്ട് ചെയ്യുന്നത്. അതിനുള്ള ജസ്റ്റിഫിക്കേഷൻ ഞാൻ തന്നു. ഇതാണ് ജസ്റ്റിഫിക്കേഷൻ. ഈ ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾക്ക് റാഷണലി കമ്പലിംഗ് ആണോ അല്ലയോ എന്ന് മാത്രം കേൾക്കാം. നമുക്ക് നിങ്ങൾ പറയുന്നത് റാഷണലി കമ്പലിംഗ് അല്ല. ഇറ്റ്സ് നോട്ട് സർക്കുലർ. ഇത് സർക്കുലറോ സംഭവങ്ങളോ ഒന്നുമല്ല. ഒരു പോയിന്റിൽ നമുക്ക് സീമിംഗ്ലി ട്രൂ ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാം, കാരണം ബിക്കോസ് ദർ ഇസ് നോ അതർ വേ. ആൻഡ് ഹൗ ഇസ് ദിസ്? ഇങ്ങനെ പറയുന്നതിൽ എങ്ങനെയാണ് എൻ്റെ ആർഗ്യുമെന്റ് ഫെയിൽ ആയി? പ്രതീക്ഷ ആർഗ്യുമെന്റ് വായിച്ചിട്ടില്ല, പ്രതീക്ഷ പോയി കുറച്ചും കൂടെ പഠിച്ചിട്ട് എന്നിട്ട് കുറച്ചും കൂടെ പഠിച്ചാലും ഇവിടെ ഈ ആർഗ്യുമെന്റിനെ അല്ലല്ലോ ഇവിടെ അഡ്രസ് ചെയ്യുന്നത്. ഈ ഒരു പോയിന്റിനെ ഇവിടെ ആരും കണ്ടിച്ചിട്ടില്ലല്ലോ. ഇവിടെ എപ്പോഴും ചോദിക്കുന്നത് നിങ്ങളുടെ ബിലീഫ്സ് ട്രൂ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? അതൊരു 100%, അതായത് ഒരു ഓൾ ഓർ നൺ സംഭവമാണ്. എന്നോട് JKV പറഞ്ഞു JKV ഒരു പട്ടിയെ മേടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ JKV പട്ടിയെ മേടിച്ചു എന്ന് JKV പറഞ്ഞു. JKVയുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിൽ കുറച്ച് റിലയബിലിറ്റി പ്രശ്നമുണ്ട്, എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിൽ റിലയബിലിറ്റി പ്രശ്നം ഉണ്ടെങ്കിലും ഇറ്റ് സീംസ് ടു ബി ട്രൂ ദാറ്റ് ഓക്കെ JKV അത് വാങ്ങിച്ചിട്ടുണ്ട്. സോ ഞാൻ റാഷണലി ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് JKV. പക്ഷേ അറ്റ് ദാറ്റ് പോയിന്റ് ഓൾസോ ഐ നോ ദാറ്റ് ചിലപ്പോൾ ഇത് 100% ട്രൂത്ത് ആവണമെന്നില്ല. JKV ചിലപ്പോൾ തോന്നിയിട്ട് പറഞ്ഞതാവും. അതൊരു 0.0000001% ചാൻസോ അങ്ങനെയുള്ള എന്തോ സംഭവങ്ങളാണ്. ഇതിൽ ബേഷ്യൻ എപ്പിസ്റ്റമോളജി എന്ത് നിങ്ങൾ എടുത്താലും ഈ പോയിന്റിനെ അല്ല നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നത്. അതാണ് ഞാൻ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് പറയുന്നത്. ആ പോയിന്റ് ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ഞാൻ സർക്കുലർ പോവുകയാണെന്നുള്ളൊരു ഫോൾസ് ആയിട്ടുള്ളൊരു അക്യൂസേഷൻ മാത്രമാണ്. ഞാൻ പറയുന്നത് പ്രതീക്ഷിന് മനസ്സിലാകാത്തയാണോ താഴെ ഇരിക്കുന്ന? ഐ മീൻ ഐ ഡോണ്ട് ടോട്ടലി. So look, first of all, absolutely wrong. Cognitive faculties are not false എന്ന് താങ്കൾ പറഞ്ഞു ആദ്യം തുടങ്ങിയപ്പോൾ. Cognitive faculties don't have the property of it to be either true or false. Beliefs can be true or false. ഇനി ഒരു ഫോൾസ് ബിലീഫ് പ്രൊഡ്യൂസ് ആകുവാണെങ്കിൽ പോലും കോഗ്നിറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സൂര്യന് ഭൂമിക്ക് ചുറ്റും പോകുന്നതന്നെ ആ ബിലീഫ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേനും കോഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ ആണ്. ഡേറ്റയുടെ പരിമിതിയാണ് അവിടെ ഉള്ളത്. I mean, I'm repeating this so many times. The next thing that you said, no, neither we nor EAAN is saying that your beliefs are not true. അതല്ല നമ്മൾ പറയുന്നത്. കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണ് എന്ന് ഞാനും പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രതീക്ഷ ജനറലി അത് അംഗീകരിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്ന തന്നെ. ആ ഒരു that we are basically agreeing to it. പില്ലിന്റെ കാര്യം വീണ്ടും പ്രതീക്ഷ എടുത്തിട്ട് പറഞ്ഞു. പ്രതീക്ഷ പറഞ്ഞു ഞാൻ പില്ല് കഴിച്ചു, അടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റു, അപ്പം മനസ്സിലായി ബൾബ് കത്തുകയല്ല. ഇവിടെ വീണ്ടും യു ഹാവ് ആദ്യം പില്ല് കഴിച്ചപ്പോഴത്തേന് ഇത് കാണുന്നു, ദാറ്റ് ഇസ് എ ഡിഫീറ്റർ. അടുത്ത ദിവസം എഴുന്നേൽക്കുന്നു, യു ഹാവ് എ ഡിഫീറ്റർ. ഇതെല്ലാം ലോക്കൽ ഡിഫീറ്റേഴ്സ് ആണ്. നൗ ദ തിങ് ഇസ് ദാറ്റ് ലെറ്റ്സ് സേ ഈ XX പില്ലിന്റെ കേസ് എടുക്കുമ്പോഴത്തേന് ദാറ്റ് ഇസ് ആൻ എംപെരിക്കലി ഡ്രിവൺ ഗ്ലോബൽ ഡിഫീറ്റർ. ആ പില്ല് എടുക്കുന്ന 95% ആൾക്കാർ, ഇത് ഞാൻ പറഞ്ഞ് മടുത്തു. കാരണം ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ. റിപ്പീറ്റ് അടിക്കുകയാണ്. പക്ഷെ ഞാൻ അത് ആ പ്രിൻസിപ്പിളിനെ റിജക്ട് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നാണ് ഞാൻ ആഷിനോട് ചോദിക്കുന്നത്. ഇത്രയും നേരം ഞാൻ ചോദിക്കുന്നത് യു സെഡ് ഇറ്റ്സ് എ ലോക്കൽ ഡിഫീറ്റർ. ഓക്കെ, ലോക്കൽ ഡിഫീറ്റർ ഉണ്ട്, ഗ്ലോബൽ ഡിഫീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ആ പോയിന്റ് ഞാൻ അംഗീകരിക്കുന്നു. ദർ ആർ സം ലോക്കൽ ഡിഫീറ്റേഴ്സ്, ദർ ആർ സം ഗ്ലോബൽ ഡിഫീറ്റേഴ്സ്. ബട്ട് വാട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ്
നിങ്ങൾ ഈ പറഞ്ഞ ഗ്ലോബൽ ഡിഫീറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ലോക്കൽ ഡിഫീറ്റർ എന്ന് പറയുന്ന സംഭവം എൻ്റെ ഈ പോയിന്റിനെ ടച്ച് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നാച്ചുറലിസം ട്രൂ ആണെങ്കിൽ നമുക്ക് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ല എന്നത് ഓണ്ടോളജിക്കലി ട്രൂ ആണെന്ന് എടുക്കാം. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഓണ്ടോളജിക്കലി അവർ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആർ നോട്ട് ട്രൂ. ഓണ്ടോളജിക്കലി നാച്ചുറലിസം ഇസ് ട്രൂ, ഓണ്ടോളജിക്കലി എവല്യൂഷൻ ഇസ് ട്രൂ. ഹൗ വിൽ വി ഓപ്പറേറ്റ്? നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മൾ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് മോർ ഓർ ലെസ് ട്രൂ ആണ്, ചില കാര്യങ്ങൾ അത് അൺറിലയബിൾ ആവാൻ ചാൻസ് ഉണ്ട് എന്ന രീതിയിൽ വേൾഡ് വ്യൂസ് ബിൽഡ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആയിരിക്കും. ദർ ഇസ് നോ ഡിഫറൻസ്. That is the problem. Then you have to ആ conditional, അവിടെയാണ് കണ്ടീഷണലൈസേഷൻ പ്രോബ്ലം വരുന്നത്. പ്രതീഷ് കണ്ടീഷണലി തന്നെ rational faculties are true given naturalism and evolution and some other reason for which the rationality is true. ആ കണ്ടീഷൻ പ്രതീഷിന് പ്രൂവ് ചെയ്താൽ മാത്രമേ you can defeat the first premise of the argument. ഇതുവരെ ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓൾറെഡി ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഇടയ്ക്കാണ് പ്രതീക്ഷ കയറി. ഞാൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രതീക്ഷ പറഞ്ഞു. ഇവിടെ പ്രതീക്ഷന് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് എപ്പിസ്റ്റമോളജി ഓണ്ടോളജി കൺഫ്യൂഷൻ യു ആർ ഡൂയിങ്. അതല്ല, ദ ഫസ്റ്റ് പ്രോബ്ലം ഇസ് ദാറ്റ് യു ഹാവ് നോട്ട് റെഡ് ദി ആർഗ്യുമെന്റ് വായിക്കാത്തടത്തോളം കാലം പ്രതീക്ഷ പറയുന്ന മറുപടി, ഞാൻ പറഞ്ഞല്ലോ പ്രതീക്ഷ ഈ പറയുന്ന മറുപടി, ബിക്കോസ് ഐ എം ജസ്റ്റ് വണ്ടറിംഗ് ദാറ്റ് ഇങ്ങനത്തെ മറുപടി ഒരു ഫിലോസഫറും പറയത്തില്ല. ബിക്കോസ് the philosophers generally agree that there is a global debunking that is happening. അങ്ങനെയാണെങ്കിൽ ഗ്ലോബൽ ഡിബങ്കിങ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ the only way to overturn it is to basically either put a deflector by adding rationality plus in the given denominator alla in the given condition of the probability statement, അല്ലെങ്കിൽ you will have to challenge any of the premises challenge ചെയ്യുമ്പോഴത്തേന് ഈ ബിലീഫ്സ് ചില തെറ്റായ ബിലീഫ്സിലേക്ക് നമ്മൾ എത്തും എന്ന് പറയുമ്പോൾ പോലും ഡേറ്റയുടെ പരിമിതി ഉണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ വി മൈറ്റ് എൻഡ് അപ്പ് ഹാവിംഗ് റോങ് ബിലീഫ്സ് വിച്ച് വിൽ ബി അപ്ഡേറ്റഡ് ലേറ്റർ. പക്ഷെ ആ അപ്ഡേറ്റഡ് ലേറ്റർ ഞാനും പ്രതീക്ഷ നാളെ ഇന്ന് ഒബ്വിയസ്ലി നമ്മളിപ്പം AD 1000-ലാണ് ജീവിക്കുന്നത്, സൂര്യന് ഭൂമി ചുറ്റുമാണ് പോകുന്നത് നമ്മൾ വിശ്വസിക്കുമ്പം ഞാനും പ്രതീക്ഷയും അത് നമുക്ക് കിട്ടുന്ന ഡേറ്റ അനുസരിച്ച് നമ്മൾ അത് കൺക്ലൂഡ് ചെയ്യുകയാണ്. പക്ഷെ നാളെ ലെറ്റ്സ് സേ വി ഗെറ്റ് മോർ ഇൻഫർമേഷൻ, എന്റെയും താങ്കളുടെയും കോഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ വ്യൂ തള്ളിയിട്ട് അടുത്ത വ്യൂ എടുക്കുന്നത്. ഒരു ഡിഫീറ്ററിനെ റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുന്നത് പോലും തന്നെ ദാറ്റ് ഇന്ന എവിഡൻസ് ഈസ് എ ഡിഫീറ്റർ ഫോർ മൈ ബിലീഫ് എന്ന് അംഗീകരിക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ അത് കാണാൻ കഴിയുന്നത്, അത് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് ആർഗ്യൂ ചെയ്യുന്നൊക്കെ നിൽക്കട്ടെ, ദ പ്രൈമാ ഫേഷി എന്താ പറയുന്നത് അതിനെ കൺസിഡർ ചെയ്യാൻ കഴിയുന്നത് പോലും ഈസ് ബിക്കോസ് യു ആർ ടേക്കിംഗ് യുവർ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ടു ബി റിലയബിൾ. ഏറ്റവും വലിയ അബദ്ധം താങ്കൾ പറഞ്ഞത് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ആർ ട്രൂ ഓർ ഫോൾസ്. That is ridiculous. I mean, cognitive faculties are neither true or false, right? What is true or false are the beliefs that are produced. Now, the beliefs that are produced are also not just a function of the reliability of your cognitive faculties. Because I think Pratish ഇത്രയും നേരം is confusing between beliefs and cognitive faculties. See, beliefs are, so I think ആ point ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ audience also will miss that point and again we'll go in circles. ഒരു മിനിറ്റ് പ്രതീക്ഷ. ആശിഷ്, ഞാൻ ഫസ്റ്റ് ഇത് പ്രസന്റ് ചെയ്തപ്പോ, ബിഫോർ ഐ വെന്റ് ഫോർ ദറ്റ് ദിസ് വൺ, ഞാൻ ഫസ്റ്റ് ഇതിന് പ്രസന്റ് ചെയ്തപ്പോൾ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു ഈ റൂമിൽ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസും ബിലീഫും തമ്മിൽ, അതെങ്ങനെ ബിലീഫിന് ഡിഫറെൻ്റ് ആവുന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ബിലീഫ് ഇതിൽ സിസ്റ്റം വേറെയാണ്. ബിലീഫ് സിസ്റ്റം ട്രൂവും ഫോൾസും ആവാൻ, ഒരു ബിലീഫ് ട്രൂ ആവാം, ഒരു ബിലീഫ് ഫോൾസ് ആവാം. പക്ഷെ ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ദാറ്റ് പെർട്ടിക്കുലർ ആർഗ്യുമെന്റ് പറഞ്ഞിരുന്നു. ബട്ട് I just wanted to tell that point. Yeah, JKV, I think ആശിഷ് പറഞ്ഞു ഒരു കാര്യം. പ്രതീക്ഷ നെക്സ്റ്റ് ടൈം മറുപടി തരുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു റെഫറൻസ് കൂടെ തരുവാണെങ്കിൽ നല്ലതാണ്. ആശിഷ് പറഞ്ഞു കഴിഞ്ഞിട്ട് മറുപടി തരുമ്പോഴത്തേന്, കാരണം പ്രതീക്ഷ പറയുന്ന ഒരു വ്യൂ എനിക്ക് തോന്നുന്നില്ല. I mean, ഞാനിവിടെ I could be wrong because maybe I'm not understanding you and that could totally be happening. എനിക്ക് പ്രതീക്ഷ പറയുന്നത് ഞാൻ മനസ്സിലാക്കാത്തതിന് വല്ല പ്രശ്നമാണെന്ന് എനിക്കറിയത്തില്ല. ആശിഷ് പറഞ്ഞു, പക്ഷെ പ്രതീക്ഷ പറയുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു പ്രതീക്ഷ ഇത് ആർഗ്യുമെന്റ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി തന്നെ വെറുതെ ഇരുന്ന് ഒരേ കാര്യം പിന്നെ ആവർത്തിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഒരു നിമിഷം പ്രതീക്ഷ, ഒരു നിമിഷം. തീർച്ചയായിട്ടും. അല്ല, കുറേ നേരം കണ്ടിന്യൂസ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പം നിങ്ങൾ പ്രതീക്ഷ പറഞ്ഞ രീതിയിൽ എടുക്കുകയാണെങ്കിൽ പ്രതീക്ഷ പറഞ്ഞ കൺക്ലൂഷനിൽ എത്തില്ല. ഇപ്പം ഞാൻ രാവിലെ എണീക്കുന്നു, ഒരു ദിവസം വൈകിട്ട് എനിക്ക് ലൈറ്റ് ഉള്ളതായിട്ട് തോന്നുന്നു, പിറ്റേ ദിവസം രാവിലെ ഞാൻ മനസ്സിലാക്കുകയാണ് എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന് പ്രശ്നമുണ്ട്, ആ ലൈറ്റ് പോലും അവിടെ ഇല്ല. സത്യത്തിൽ ആ ലൈറ്റ് പോലും അവിടെ ഇല്ലെന്ന് തോന്നുന്നത് എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിൻ്റെ പ്രശ്നം കൊണ്ടാവാം എന്ന് കരുതി എനിക്ക് ഇവിടെ ഇരിക്കാം.
അത് ഉടനെ ഞാൻ ആ ഡിഫീറ്റർ മറ്റേതിനെ ഡിഫീറ്റ് ചെയ്യല്ല, ടോട്ടലി ഞാനൊരു സർക്കുലറിന് അതിനകത്തോട്ട് വീണ്ടും പോകത്തേ ഉള്ളൂ. എൻ്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിൻ്റെ പ്രശ്നം കൊണ്ടാവും ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ലൈറ്റ് ഇല്ലെന്ന്. അതോ അവിടെ ലൈറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അവിടെ ഒരു ട്രൂത്ത് വാല്യൂ പിന്നീട് ഞാനത് തിരിച്ചറിഞ്ഞത് കൊണ്ട് പിന്നീട് ഒരു ട്രൂത്ത് വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല. ഇത് മാത്രമല്ല, നമ്മൾ രണ്ടുപേരും ഏകദേശം അംഗീകരിച്ചു, ഇപ്പം നമ്മളിപ്പോൾ ഈ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പോലും നടക്കുന്നത് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിൻ്റെ വർക്കിംഗ് മൂലമാണ്. ഈ ആർഗ്യുമെൻ്റ് തന്നെ ഈ ഒരു നിലയിൽ നമ്മൾ എത്തിയെങ്കിൽ, നിങ്ങൾ പറയുന്ന അൺഗൈഡഡ് എവല്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന ഈ സർവൈവൽ ട്രൂത്തുമായിട്ട് കൺസേൺ ചെയ്യുന്നതേ അല്ല. സോ ഈ ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇപ്പം നമ്മൾ പല കാര്യങ്ങളിലും നിൽക്കുന്നത് ഈ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിൻ്റെ ആ ഒരു എബിലിറ്റീസ് മൂലമാണെങ്കിൽ അത് നാച്ചുറലിസവും എവല്യൂഷനും വഴി ഉണ്ടാവില്ല എന്നുള്ളതാണ് ആർഗ്യുമെന്റ്. സോ അതിന് 1 മണിക്കൂറായിട്ട് പ്രതീക്ഷ വേറെ എന്തോ കാടും പെടലും തല്ലിക്കൊണ്ടേയിരിക്കുകയാണ്. അല്ലല്ല അവിടെ വേറെ ഒരു മിനിറ്റ്, വേറെ ഒന്നുമല്ല പ്രതീക്ഷ പറയുന്നത്. സംസാരിക്കുന്ന ഒരു മിനിറ്റ് എനിക്ക് തരണം. ജസ്റ്റ് പ്രതീക്ഷ പറഞ്ഞ കാര്യം കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്, ആദ്യം പ്രതീക്ഷ പറയുന്നത് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ല എന്ന് പറയുന്നു. അപ്പൊ പ്രതീക്ഷ അതിനെ എക്സാമ്പിൾ ആയിട്ട് എടുത്തത് ഇപ്പൊ ലൈറ്റിന്റെ എക്സാമ്പിൾ എടുത്ത് ഇന്ന് ആസ് ഇറ്റ് അപ്പിയേഴ്സ് ടു മീ, എനിക്ക് അങ്ങനെ, അതായത് സി ഇവിടെ ആദ്യം തന്നെ പറഞ്ഞത് ബിലീവ്സും കോഗ്നിറ്റീവ് ഫാക്കൽറ്റിയുടെ റിലയബിലിറ്റിയും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ. ഇവിടെ പ്രതീക്ഷ ചെയ്യുന്നത് ഞങ്ങളും പറയുന്നില്ല, എനിക്ക് തോന്നുന്നു പ്രതീക്ഷ ഞാൻ പറഞ്ഞതിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ എപ്പിസ്റ്റമോളജി ഗ്രൗണ്ടിങ്ങിൽ തന്നെ പ്രീസപ്പോസിഷൻ ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സോ നോബഡി വിൽ സ്റ്റാർട്ട് ഫ്രം എനിക്കൊന്നും അറിയത്തില്ല, എൻ്റെ മൈൻഡ് ബ്ലാങ്ക്. പിന്നെ ഹൗ വിൽ ഐ കം ടു സർട്ടൻ കൺക്ലൂഷൻ? ഐ ഹാവ് ടു ബിലീവ് ദാറ്റ് ഐ ഹാവ് ടു ട്രസ്റ്റ് സം പാർട്ട് ഓഫ് മൈ റാഷണാലിറ്റി, അല്ലേ? അങ്ങനെ മാത്രമേ നമുക്ക് ട്രൂത്ത് നോബിളായിട്ട് വരത്തുള്ളൂ. സോ എനിവേ, അത് ആശയർ ക്ലിയർ ആക്കി. ബട്ട് ഐ തിങ്ക് യു ആർ അഗെയിൻ കൺഫ്യൂസിങ് ദാറ്റ് ഐ ഹാവ് എ ഡിഫറെന്റ് വ്യൂ. നോ, the view is standard. Now coming to your idea, ഇവിടെ cognitive faculties as it appears to me, അപ്പോൾ ആദ്യം ഞാൻ കാണുന്നു, ഞാൻ നോക്കുന്നു, എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. നാളെ ഞാൻ എഴുന്നേറ്റ് എനിക്ക് വേറെ ഒരു റീസൺ കിട്ടുമ്പോഴത്തേനും ഞാൻ എൻ്റെ ബിലീഫ് മാറ്റുന്നു. അപ്പോൾ ആ ബിലീഫാണ് അവിടെ മാറ്റിയത്. ബട്ട് യു ആർ യൂസിങ് യുവർ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി ടു റീച്ച് അറ്റ് സർട്ടൻ ബിലീഫ്. ആൻഡ് ഒരു പർട്ടിക്കുലർ ബിലീഫിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഓഫ് കോഴ്സ് അദ്ദേഹം പറയുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക്. അപ്പം ഇന്ന് ഇങ്ങനെ കണ്ട് നാളെ മറ്റേ രീതിയിൽ കാണും, ചിലപ്പോൾ മറ്റേനാൾ വേറെ രീതിയിൽ കാണും, അല്ലെങ്കിൽ കുറച്ചു കാലം കൂടെ കഴിയുമ്പോഴത്തേന് ആ ബിലീഫ് ചിലപ്പം ഒരു ട്രൂത്തുമായിട്ട് ഐഡന്റിഫൈ ആകും. അപ്പോൾ ഇവിടെ പ്രതീക്ഷ പറയും ഒബ്ജക്റ്റീവായിട്ടുള്ള സർട്ടൻ ട്രൂത്ത്സ് ആർ ഒബ്ജക്റ്റീവ്ലി ട്രൂ, സർട്ടൻ ട്രൂത്ത്സ് ആർ നോട്ട് ഒബ്ജക്റ്റീവ്ലി ട്രൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ പറയുക ഐ എം ടോക്കിംഗ് ടു പ്രതീഷ് ഇൻ എ ക്ലബ് ഹൗസ് റൂം, ദാറ്റ് ട്രൂത്ത് ഈസ് ഒബ്ജക്റ്റീവ്ലി ട്രൂ. അത് ഒബ്ജക്റ്റീവ്ലി ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നൗ അവിടെ പ്രതീക്ഷ കൺഫ്യൂസ് ചെയ്യുന്നത്, ഇത് പ്രതീഷിന്റെ വീഡിയോയിലും പ്രതീക്ഷ അഡ്രസ് ചെയ്യുന്ന കാര്യമാണ്. പ്രതീക്ഷ പറയുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ഫിലോസഫേഴ്സും തമ്മിൽ ഡിബേറ്റ്സ് ഉണ്ട്, പല ആൾക്കാരും പല വ്യൂസ് എടുക്കുന്നുണ്ട്. പ്രൊട്ടസ്റ്റൻസും ഇവാഞ്ചലിക്കൽസും തമ്മിൽ, ഉദാഹരണത്തിന് അവിടെ പ്രതീക്ഷ ഒരു സ്ലിപ്പ് ഓഫ് ടങ് നടത്തുന്നുണ്ട്. യു ടോക്ക് അബൌട്ട് പ്രൊട്ടസ്റ്റൻസ് ആൻഡ് ഇവാഞ്ചലിക്കൽസ്, ബട്ട് പ്രൊട്ടസ്റ്റൻസ് ആൻഡ് ഇവാഞ്ചലിക്കൽസ് ആർ ഓഫ് ദ സെയിം സബ്സെറ്റ്. എനിക്കൊന്ന് പ്രതീക്ഷ അവിടെ പ്രൊട്ടസ്റ്റൻസ് കാത്തലിക്സും പറയാനാണ് ഉദ്ദേശിച്ചത്. എനിക്കൊന്ന് ഒപിയുടെ വ്യൂ എടുക്കുന്ന വീഡിയോയിലാണെന്ന് തോന്നുന്നു. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദാറ്റ്. ബട്ട് അപ്പോൾ അവിടെ പ്രതീക്ഷ പറയുന്നത് പല ആൾക്കാർക്കും പല വ്യൂസ് ഉള്ളതുകൊണ്ട് ദോസ് ആർ ബിലീവ്സ്. ബട്ട് ഓരോ വ്യൂയിലേക്ക് നമ്മൾ ഓരോ ബിലീഫിലേക്ക് നമ്മൾ എത്തുന്നത് കോഗ്നിറ്റീവ് ഫാക്കൽറ്റി നമ്മുടെ റിലയബിൾ ആണെന്ന് ഓർത്തുകൊണ്ടാണ്. ഇപ്പൊ ആദ്യം ആശയർ പറഞ്ഞ, ഞാൻ എടുത്ത എക്സാമ്പിൾ ആശയർ തന്നെ കോട്ട് ചെയ്തായിരുന്നു അബൌട്ട് ഫ്ലാറ്റ് എർത്ത്. കുറെ കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ thousands of years ago, people believed that the earth was flat. അപ്പോൾ അവരുടെ കോഗ്നിറ്റീവ് അവർ ഭൂമി പരന്നയാണെന്നുള്ളൊരു വിശ്വാസം, അതായത് അവർ കണ്ട കാര്യങ്ങൾ ഭൂമി പരന്നയാണും ഇങ്ങനത്തെ കാര്യങ്ങൾ അവർ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ ആയതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു വ്യൂയിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷെ ആ വ്യൂ ശരിയാകണമെന്നോ തെറ്റാകണമെന്നോ ഇല്ല. അപ്പം ഫിലോസഫേഴ്സിന്റെ ഇടയിൽ തന്നെ മറ്റ് ചില വ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഉറപ്പായിട്ടും അതിൻ്റെ അർത്ഥം കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണ്. ഇവിടെ ഇത് ആദ്യം it took me some time to note that distinction. Now you are also saying that in future പോകുമ്പോൾ പേഴ്സണലായിട്ടാണെങ്കിലും ഒരു മേ ബി യു ആർ ഓൾസോ ടോക്കിംഗ് അബൌട്ട് ഇൻ എവല്യൂഷണറി സെൻസ്. ഒരു എവല്യൂഷണറി സെൻസ് ആണെങ്കിൽ വി ആർ ഗോയിങ് അറ്റ് മോർ ട്രൂത്ത്. ബട്ട് ഇത് തന്നെയാണ് ദി റിലയബിലിറ്റി. അതായത് നിങ്ങളുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ ആണെന്ന് നാച്ചുറലിസം സപ്പോസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയത്തില്ല. പ്രതീഷ് അംഗീകരിക്കുന്നുണ്ട് പ്രതീഷിന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ. ഇത് എനിക്ക് തോന്നുന്നു ഇസ് വെരി സിമിലർ ടു ആന്ത്രോപിക് പ്രിൻസിപ്പിൾ. വൈ ഡു വി ആസ്ക് ദ ക്വസ്റ്റ്യൻ? ജസ്റ്റ് ബിക്കോസ് വി ആർ ഹിയർ. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? നമ്മളിവിടെ ആയിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ പ്രതീക്ഷ പറയുന്നത് ഇതാണ്, കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണ്. അതിനെന്താ കാരണം? അതിനൊരു കാരണമില്ല. കാരണം അങ്ങനെ ആയാലേ നമുക്ക് ഇന്നും ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ആയാലേ
നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പം ഞങ്ങൾ ചോദിക്കുന്നത് ഇസിൻ ദാറ്റ് സെൽഫ് ഡിഫീറ്റിംഗ്? അപ്പം പ്രതീക്ഷ പറയുന്നത് അല്ല, സെൽഫ് ഡിഫീറ്റിംഗ് അല്ല. കാരണം നിങ്ങൾ എപ്പിസ്റ്റമോളജിക്കൽ ഗ്രൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, ഞാനും കുറച്ച് എപ്പിസ്റ്റമോളജിക്കൽ ബിലീഫ് ഗ്രൗണ്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളുടെ ബിലീഫിന്റെ വ്യത്യാസം, ഞങ്ങളുടെ എപ്പിസ്റ്റമോളജി ഗ്രൗണ്ടിങ്ങിന്റെ വ്യത്യാസവും പ്രതീഷിന്റെ എപ്പിസ്റ്റമോളജി ഗ്രൗണ്ടിങ്ങിന്റെ വ്യത്യാസം, പ്രതീഷ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റി റിലയബിൾ അല്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് കോഗ്നിറ്റീവ് ഫാക്കൽറ്റി തന്നെ യൂസ് ചെയ്യുവാണ്. സോ ദാറ്റ് ഈസ് വെയർ ദ പ്രോബ്ലം ഈസ്. ആൻഡ് ഇതേ ആർഗ്യുമെന്റ് തന്നെയാണ് സർക്കിളിൽ പിന്നെയും തന്നെ പ്രതീഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്തത് പ്രതീഷ് പറയാൻ പോകുന്നത് ആഷേർ പറഞ്ഞതോ ഞാൻ പറഞ്ഞതോ ജസ്റ്റിൻ പറഞ്ഞതോ ഒന്ന് റെഫ്യൂട്ടീവ് അല്ല, ഇത് തന്നെ പ്രതീഷ് പിന്നെയും പറയും, എന്നിട്ട് പറയും ഇതിനെതിരെ റെഫ്യൂട്ടർ ഇല്ലെന്ന്. അതെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആശീഷ്, റെഫ്യൂട്ടർ ഇല്ലാത്തത് കൊണ്ടാണ് റെഫ്യൂട്ടർ ഇല്ല എന്ന് പറയുന്നത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഞാൻ പറയുന്നതിന് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ നറേറ്റീവ് പറയുന്നു, ഞാൻ എൻ്റെ പൊസിഷൻ വീണ്ടും സ്ട്രോങ് ആയിട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ ചോദിക്കാൻ വന്നത്, ഇപ്പൊ ഓൺടോളജിക്കലി നമ്മുടെ കോഗ്നിറ്റീവ് അതിന് മുമ്പ് ആഷർ പറഞ്ഞു, ഞാൻ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞു, ബിലീഫ്സ് ആണ് ട്രൂ ഫോൾസ് എന്ന് പറഞ്ഞു. അത് കറക്റ്റാണ്. ചിലപ്പം സ്ലിപ്പ് ഓഫ് ടങ് ഒക്കെ സംഭവിക്കും. കൺസർവേറ്റിസം വ്യൂ പറയുന്നത് സീമിംഗ്ലി ട്രൂ ആണെങ്കിൽ, ഈവൻ ദോ അതിൽ ഓൺടോളജിയെ കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, ഓൺടോളജിക്കലി കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണോ റിലയബിൾ അല്ലയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ മാറ്റർ ചെയ്യുന്ന, ചിലപ്പോൾ ഓൺടോളജിക്കലി റിലയബിൾ ആയിരിക്കും, ചിലപ്പോൾ ഓൺടോളജിക്കലി റിലയബിൾ ആയിരിക്കത്തില്ല. പക്ഷേ സീമിംഗ്ലി ട്രൂ ആയിട്ടുണ്ടെങ്കിൽ എപ്പിസ്റ്റമോളജിക്കലി വി ആർ ജസ്റ്റിഫൈഡ് ഇൻ ബിലീവിങ് ദാറ്റ് ട്രൂത്ത്സ്. നമ്മൾ ചെയ്യുന്നതും അതാണ്, പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നതും അത് തന്നെയാണ്. നമുക്ക് സീമിംഗ്ലി ട്രൂ ആയിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ബിലീഫ് എടുക്കുന്നുണ്ട്. പിന്നെ എംപെരിക്കലി ഈവൻ പല സയൻറ്റിഫിക് സംഭവങ്ങളിലും അൾട്ടിമേറ്റ്ലി ഇത്ര ഇമ്പാക്ട് ഫാക്ടർ ഉള്ള ഒരു സയൻറ്റിഫിക് പേപ്പറിൽ ജേണി വന്നപ്പോഴും അവസാനം നമ്മൾ എടുക്കുന്ന ഒരു സംഭവം എന്താണ്, ഇത് ഇത്രയും സംഭവങ്ങളാണ്, ഇപ്പോൾ ദിസ് സീംസ് ടു ബി ട്രൂ എന്ന സംഭവത്തിലാണ് നമ്മൾ നമ്മുടെ ബിലീഫ്സ് ഫോം ചെയ്യുന്നത്. സോ എൻ്റെ ബേസിക് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺടോളജിക്കലി കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആവണം എന്നില്ല ഫോർ എപ്പിസ്റ്റമിക് ജസ്റ്റിഫിക്കേഷൻ. ആഷറിൻ്റെ വേൾഡ് വ്യൂവിൽ ഓൺടോളജിക്കലി ഒരു എന്താ പറയുന്നത്, കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ ബിലീഫ്സും റാഷണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് തീസോ എന്ത് വ്യൂ ആണെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നാച്ചുറലിസം എടുത്തു കഴിഞ്ഞാൽ ഇത് പറ്റത്തില്ല എന്നതാണ് ആഷർ മുമ്പോട്ട് വയ്ക്കുന്ന വേൾഡ് വ്യൂ. ആഷറിൻ്റെ ക്ലെയിം ആണത്, ആഷറിൻ്റെ വേൾഡ് വ്യൂയുടെ ഒരു കോൺസിക്വൻസ് ആണത്. ഞാൻ പക്ഷേ ആ ഒരു വേൾഡ് വ്യൂവിലല്ല ഇരിക്കുന്നത്. അപ്പം എൻ്റെ വേൾഡ് വ്യൂവിൽ ഈ ആർഗ്യുമെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. എൻ്റെ വ്യൂവിൽ ഈ ആർഗ്യുമെൻ്റ് എന്താണ്, അതായത് ആഷറും ആശിഷും ഒക്കെ ഷെയർ ചെയ്യുന്ന കുറേ കോമൺ മെറ്റഫിസിക്കൽ ബിലീഫ്സും പ്രിൻസിപ്പിൾസും വർക്ക് ആവുന്നവർക്ക് മാത്രമേ ആർഗ്യുമെൻ്റ് ഉള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ നാച്ചുറലിസ്റ്റ് ഞാൻ എടുക്കുന്ന വ്യൂ ഫിനോമിനൽ കൺസർവേറ്റീവ്സ് ആണ്. ഓൺടോളജിക്കലി കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ല എന്നാണ്. കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് എന്താ പറയുന്നത്, റിലയബിൾ അല്ല എന്ന് പറയുമ്പോഴും 100% എന്ന അർത്ഥത്തിലാണ്, അല്ലാതെ 0% എന്നുള്ള സംഭവമല്ല. അതുകൊണ്ട് തന്നെ വാട്ട് സീംസ് ടു ബി ട്രൂ ടു മീ ഇൻ ഇറ്റ് സെൽഫ്, അതായത് ഇപ്പോൾ നമ്മൾ പറയും ഗുഡ് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഗുഡിന് വേറെ നോൺ റെഡ്യൂസബിൾ ആണ് എന്ന് പറയുന്ന മാതിരി സംഭവമാണ്. ഗുഡ്നെസ് ഈസ് നോൺ റെഡ്യൂസബിൾ എന്ന് പറയുന്ന മാതിരി തന്നെയാണ്. വാട്ട് ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ? ദിസ് ഇറ്റ് സെൽഫ് ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ. സീമിംഗ്ലി ട്രൂ, ഇഫ് സംതിങ് സീംസ് ടു ബി ട്രൂ, ദാറ്റ് ഇറ്റ് സെൽഫ് ഈസ് ദ ജസ്റ്റിഫിക്കേഷൻ. ആ ഒരു വ്യൂ ഹോൾഡ് ചെയ്യുന്ന ആളുകളുടെ ഒരു വ്യൂ ഇൻകോഹറൻ്റ് ആക്കുന്നില്ല. ആ ഒരു വ്യൂ ഹോൾഡ് ചെയ്യുന്ന ഒരു നാച്ചുറലിസ്റ്റിന്റെ പൊസിഷനെ ഒന്നും തന്നെ ഈ ആർഗ്യുമെന്റ് ചെയ്യുന്നില്ല. ആ ആർഗ്യുമെന്റ് അവിടെ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇനി ഇത് എന്താ പറയുന്നത്, ഒ പിയുടെ പേപ്പർ വായിച്ചിട്ടുണ്ടോ എന്നൊക്കെ ആശ്രയിക്കുന്നത്, ഒ പിയുടെ ഒക്കെ വ്യൂ ആയിട്ട് തന്നെ വളരെ സിമിലർ ആയിട്ടുള്ള ആർഗ്യുമെന്റ് തന്നെയാണ്. ഒ പി ഇതൊരു പേപ്പറിൽ, ഒ പിയുടെ പേപ്പറിന് ഞാൻ അന്ന് JQയോട് പറഞ്ഞു, അതായത് നമ്മുടെ എവിഡൻഷ്യൽ ക്ലെയിം ഒക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് റിലയബിൾ അല്ല എന്ന് തന്നെ തോന്നുന്നത്. അത് ഞാൻ നേരത്തെ ഒരു എന്താ പറയുന്നത്, അരമണിക്കൂർ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ റിലയബിലിറ്റി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിൻ്റെ റിലയബിലിറ്റി ട്രൂ അല്ല എന്ന് വിശ്വസിക്കാനുള്ള കുറേ എവിഡൻഷ്യൽ ക്ലെയിംസ് നമുക്ക് കിട്ടുന്നുണ്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എംപിരിക്കൽ കാര്യങ്ങളിലാണ് നമുക്ക് കൺസെൻസസ് കിട്ടുന്നത്. കാരണം അവിടെ നമ്മളൊരു പ്രീസപ്പോസിഷൻ എടുക്കുന്നുണ്ട്, കൺസെൻസസ് ഓഫ് കോമൺ പീപ്പിൾ പ്ലസ് അക്കാഡമിക്സ് ഈസ് എ മെഷർ ഓഫ് റിലയബിലിറ്റി എന്നൊരു പ്രീസപ്പോസിഷൻ നമ്മൾ എടുക്കുന്നുണ്ട്. ആ പ്രീസപ്പോസിഷൻ എടുക്കുന്ന ഹോൾഡ് ചെയ്യുന്ന ആളുകൾക്ക് പറയാൻ പറ്റും എംപിരിക്കൽ കാര്യങ്ങളിൽ റിലയബിൾ ആണ്, മെറ്റഫിസിക്കൽ കാര്യങ്ങളിൽ റിലയബിൾ അല്ല. അത് എവിഡൻഷ്യലി ട്രൂ ആയതുകൊണ്ട് ഈ വ്യൂ ഹോൾഡ് ചെയ്ത് പോകാം എന്ന് ഞാൻ പറഞ്ഞു. അത് കൂടാതെ തന്നെ ആ ഒരു ആർഗ്യുമെന്റ് ഞാൻ ഒരു 2 മണിക്കൂർ മുമ്പ് വെച്ചു. അതുകൂടാതെ ഞാൻ ഈ പ്രിമൈസിനെ റിജക്ട് ചെയ്തു. അതായത് ഫിനോമിനൽ കൺസർവേറ്റിസം വെച്ചിട്ട് ഈവൻ ദോ ഓൺടോളജിക്കലി എന്തായാലും സീമിംഗ്ലി ട്രൂ ആയിട്ടുള്ള സംഭവങ്ങൾ മതി, ദാറ്റ്സ് ഇനഫ് റാഷണൽ ജസ്റ്റിഫിക്കേഷൻ. ആ ഒരു സംഭവത്തെ പ്രതീക്ഷ ഇവിടെ സർക്കുലർ പോകുന്നു, പ്രതീക്ഷ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവിടെ അപ്പോൾ വർക്ക് ആവത്തില്ല. കാരണം അത് ഓൾ ഓർ നൺ എന്ന് പറയുന്ന ഒരു ക്ലെയിം വെക്കുന്ന ആൾക്ക് മാത്രമേ ഈ നിങ്ങളുടെ ചോദ്യങ്ങൾ പോലും വർക്ക് ആവില്ല. ആക്ച്വലി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ചോദ്യങ്ങൾ ആർക്കാണ് വർക്ക് ആവുന്നത് പോലും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ചോദ്യങ്ങൾ വർക്കുന്നത് ഒരു 100% ട്രൂത്ത് ക്ലെയിം വെക്കുന്നവർക്ക് മാത്രമാണ്.
ഇവിടെ all or none പ്രതീക്ഷ വെക്കുന്നുമില്ല, പക്ഷെ ഈസ് ട്രൈങ് ടു പ്രൂവ് ദാറ്റ് EAAN is wrong. What a joke. ഞാൻ പ്രതീഷിനോട് ഇനി ഐ തിങ്ക് ഐ സ്പീക്ക് ടു ദ പീപ്പിൾ. താഴെ ഇരിക്കുന്ന ആൾക്കാർ എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗേൻസ്റ്റ് നാച്ചുറലിസത്തെ പറ്റി നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിച്ചു തുടങ്ങണമെങ്കിൽ ഐ തിങ്ക് ഇൻസ്പയറിംഗ് ഫിലോസഫി ഒരു ഇൻട്രൊഡക്ടറി വീഡിയോ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ പേപ്പേഴ്സും വായിക്കാം. പക്ഷെ ആദ്യം ചെയ്യേണ്ടത് പ്ലാന്റിങ്കാടെ വേർ ദ കോൺഫ്ലിക്ട് റിയലി ലൈസ്. ആ പുസ്തകത്തിൽ നിന്ന് ഇഫ് ഐ റിമെമ്പർ കറക്റ്റ്ലി 370 മുതൽ വായിച്ചാലും ഇറ്റ് വുഡ് ബി ആ ആർഗ്യുമെന്റിന്റെ ക്രക്സ് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. എന്നിട്ട് ഇതിന്റെ റെസ്പോൺസസും രണ്ട് സൈഡിൽ നിന്നും ഉണ്ട്. ദാറ്റ് യു ക്യാൻ ഗൂഗിൾ സ്കോളറിലൊക്കെ പോയാൽ പേപ്പേഴ്സ് വായിക്കാൻ പറ്റും. അല്ലാതെയും വീഡിയോസ് ചില വീഡിയോസ് ഒക്കെ പ്രതീക്ഷ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാകാതെ യൂട്യൂബേഴ്സ് ഒക്കെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്. അതല്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന റെസ്പോൺസസ് ഉണ്ട്. യു ക്യാൻ സ്റ്റഡി ദാറ്റ്. കാരണം ഇവിടെ പ്രതീക്ഷന് ആർഗ്യുമെന്റ് നോക്കാതെ പറയുന്നതുകൊണ്ട്, ആർഗ്യുമെന്റ് പഠിച്ചിട്ട് പോട്ടെ, ആർഗ്യുമെന്റ് വായിക്കാതെ സംസാരിക്കുന്നതുകൊണ്ടാണ് ഈ രീതിയിൽ തന്നെ കോൺവെർസേഷൻ പിന്നെയും റീബൗണ്ട് ആകുന്നത്. സോ ഫണ്ടമെന്റലി സ്പീക്കിംഗ് ഏതൊരു ആർഗ്യുമെന്റ്, നിങ്ങളൊരു നിരീശ്വരവാദി ആയിക്കോ, ദർ ഇസ് നോ പ്രോബ്ലം ഇൻ ദാറ്റ്. പക്ഷേ ഈശ്വരവാദത്തിനുള്ള ആർഗ്യുമെന്റുകൾ വായിക്കുക. ഞാൻ ആദ്യം പ്രതീക്ഷ ഇങ്ങനെ കലാമിനെ പറ്റിയൊക്കെ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഓക്കെ, കലാമിനെ പറ്റിയും ആർഗ്യുമെന്റ്. അപ്പം പ്രതീക്ഷ അന്നും പറഞ്ഞായിരുന്നു ഞങ്ങൾ പേപ്പറുകളാണ് വായിക്കുന്നത്. പ്രതീക്ഷനോട് ഞാൻ പ്രതീക്ഷനെ ഡിമീൻ ചെയ്യുകയല്ല, ഇൻസൾട്ട് ചെയ്യുകയല്ല. പ്രതീക്ഷ നിരീശ്വരവാദി ആയിരിക്കാൻ വേണ്ടി തന്നെ ഉള്ള കാര്യങ്ങൾ വായിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഇവിടെ ഞാൻ പ്രതീക്ഷയോട് പ്രതീക്ഷ പറയുന്ന ഈ റെസ്പോൺസ് ഏത് ഏത്തിസ്റ്റിന്റെ പേപ്പറിലാണ് അല്ലെങ്കിൽ നാച്ചുറലിസ്റ്റിന്റെ പേപ്പറിൽ നിന്നാണ് കിട്ടുന്നതെന്ന് ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ്. അതിന് ഞാൻ പലതവണ പറഞ്ഞു, പ്രതീക്ഷ മറുപടി പറയുമ്പോൾ ഇനി ഇത് പറയണം, കാരണം എനിക്കത് വായിക്കണമെന്നുണ്ട്. കാരണം ഈ രീതിയിലുള്ള റെസ്പോൺസസ് ഉണ്ടെന്ന് എൻ്റെ അറിവിലില്ല. ഒരുപക്ഷെ എൻ്റെ അറിവിന് പുറത്ത് അങ്ങനത്തെ പേപ്പർ എന്തെങ്കിലും പ്രതീക്ഷ നോക്കിയിട്ടായിരിക്കും സംസാരിക്കുന്നത്. അത് എനിക്ക് തന്നാൽ ഞാനത് വായിച്ച് പഠിച്ചിട്ട് പ്രതീക്ഷ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞാൻ ട്രൈ ചെയ്യാം. കാരണം കൃത്യമായിട്ട് EAAN എന്താണ് ടാക്കിൾ ചെയ്യുന്നത് പ്രതീക്ഷ ഇതുവരെ അതിനെപ്പറ്റി ഒന്നെങ്കിൽ ബോധ്യം കിട്ടി, സ്റ്റേൽമേറ്റ് ആയെന്ന് ആയതുകൊണ്ട് തടി ഊരാൻ വേണ്ടി വീണ്ടും ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പ്രതീക്ഷ എനിക്ക് ഫിനോമിനൽ കൺസർവേറ്റീവിസം എടുക്കുകയാണെങ്കിൽ പോലും ഞാൻ കാണുന്ന കാര്യങ്ങൾ എനിക്ക് ജസ്റ്റിഫൈഡ് ആണ് എന്നെടുക്കുന്ന ആർഗ്യുമെന്റ് ഞാൻ പലതവണ ഇവിടെ ഓൾറെഡി പ്ലാന്റിങ്കാടെ കൊറോളറീസ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അതിന് പലതവണ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞു. സീമിംഗ്ലി ആയിട്ടുള്ള കാര്യങ്ങളെ പോലും ആ കാണുന്ന കാര്യങ്ങൾ വെച്ച് നമ്മളൊരു ബിലീഫ് ഫോം ചെയ്യുമ്പോഴും അവിടെ നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ റിലയബിലിറ്റി അസ്യൂം ചെയ്തുകൊണ്ട് തന്നെയാണ് പ്രതീക്ഷ പ്രവർത്തിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇത് ബേസിക്കലി ഇന്റേണലിസവും എക്സ്റ്റേണലിസവും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. തിമത്തി മെഗ്രൂ പോലുള്ള ഫിലോസഫേഴ്സ് ആദ്യത്തെ പ്ലാന്റിങ്കാടെ വേർഷൻസിനെ പറ്റി സംസാരിച്ചപ്പോഴത്തേക്കും ഈ എക്സ്റ്റേണലിസം പോയിന്റ് റേസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പ്രതീഷിന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റി, പ്രതീഷിന്റെ നാച്ചുറലിസ്റ്റിന്റെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ല എന്ന കൺക്ലൂഷൻ ആയിരുന്നു EAAN വഴി വരുന്നെങ്കിൽ യുവർ ആർഗ്യുമെന്റ് വുഡ് ബി വാലിഡ്. പക്ഷെ ആ ആർഗ്യുമെന്റിന്റെ കൺക്ലൂഷൻ അങ്ങനെ അല്ല. ആർഗ്യുമെന്റ് ബേസിക്കലി വെക്കുന്നത് ഇഫ് യു ഡു നോട്ട് ഹാവ് ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ് ഈസ് ഇന്നസെന്റ്. നമുക്ക് നാഷണൽ ഫാക്കൽറ്റീസിനെ ആശ്രയിക്കാൻ കഴിയും, എനിക്കും ആശ്രയിക്കാൻ കഴിയും, പ്രതീക്ഷിനും ആശ്രയിക്കാൻ കഴിയും. പക്ഷെ നാച്ചുറലിസവും എവല്യൂഷനും കൂടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി യു ഹാവ് എ ഡിഫിറ്റർ, യു ഹാവ് എ റീസൺ ടു നോ that the probability that this will eventually converge to truth. അത് എക്സ്റ്റേണലിസ്റ്റ് എപ്പിസ്റ്റമോളജി എടുത്താൽ പോലും കാണുന്ന കാര്യങ്ങളെ കാണുന്ന രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ട് പ്രോസസ് ചെയ്തിട്ട് ബിലീഫ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും പ്രതീക്ഷ അവിടെ ഉപയോഗിക്കുന്നത് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ റിലയബിലിറ്റി തന്നെയാണ്. കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ അല്ലെങ്കിൽ എടുക്കേണ്ട വ്യൂ, അത് പ്രതീക്ഷ ആദ്യം എടുക്കാൻ ശ്രമിച്ചു, പിന്നെ പ്രതീക്ഷ അത് തള്ളി. വുഡ് ബി ദാറ്റ് ടു ടേക്ക് ഇറ്റ് ആക്സിയോമാറ്റിക്കലി. അങ്ങനെ ആക്സിയോമാറ്റിക്കലി എടുക്കുകയാണെങ്കിൽ യു ആർ ബേസിക്കലി സെയിങ് ദ പ്രോബിലിറ്റി ഓഫ് A given A. The probability of A given A would be 1. അതുകൊണ്ട് പ്രതീക്ഷ ഞാൻ പ്രതീക്ഷയായിട്ട് പിന്നെ ഇതേ ആർഗ്യുമെന്റ് സംസാരിക്കാൻ ഞാൻ തയ്യാറാണ്. ആൻഡ് ഐ എം വില്ലിംഗ് ടു ലേൺ മോർ ഫ്രോം യു. ബട്ട് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു ഹാവ് ടു ഡു ഇസ് ആർഗ്യുമെന്റ് എന്താണ് പറയുന്നത് കൃത്യമായിട്ടൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കുക. പിന്നെ ഈ പ്രതീക്ഷ പറയുന്ന റെസ്പോൺസസ് അതിനൊരു റെഫറൻസ് തന്നിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി വെരി വെരി മീനിങ് ഫുൾ. അല്ലെങ്കിൽ താഴെ കേൾക്കുന്ന ആൾക്കാരും ബാക്ക് ചാനലിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരും പറയുന്ന കാര്യത്തോട് തന്നെ ഞാനും യോജിക്കുന്നു. പ്രതീക്ഷ ഒരേ കാര്യം തന്നെ വീണ്ടും 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 ആവർത്തിക്കുന്നു. ഇപ്പൊ പ്രതീക്ഷ എലിമെന്ററി ആർഗ്യുമെന്റ് പഠിച്ചിട്ട് ഒരു പ്രതീക്ഷ എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ വേറൊരു വ്യൂ അല്ലെങ്കിൽ പ്രതീക്ഷ റെഫറൻസ് തരൂ. ഞാൻ റെഫറൻസ് എന്നല്ലോ, എപ്പിസ്റ്റമോളജിക്കൽ വ്യൂ ഞാൻ എടുക്കുന്നത് ഫിനോമിനൽ കൺസർവേറ്റിസം ആണ്. ഓക്കെ,
ഇൻഡ്യൂഷൻസ് വെച്ച് തന്നെ നമുക്ക് ചോദ്യം ചെയ്യാം എന്നത് മൈക്ക് ഹ്യൂമറിന്റെ വ്യൂ ആണ്. ഇൻഡ്യൂഷൻസ് ആണ് നമ്മൾ എന്താ പറയുന്നത് നമ്മുടെ ഓക്കെ, ഇൻഡ്യൂഷൻസും കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസും തമ്മിൽ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ഇൻഡ്യൂഷൻസും നമ്മുടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസും സെയിം ആണെന്നാണ് ഞാൻ വിളിക്കുന്നത്. ഈ ഫാക്കൽറ്റീസ് വെച്ച് തന്നെയാണ് നമ്മൾ മൊറാലിറ്റി ബിൽഡ് ചെയ്യുന്നത്. അത് തെറ്റാവാനുള്ള സാധ്യതയുണ്ട്, അത് വെച്ച് തന്നെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്ന മൈക്ക് ഹ്യൂമറിന്റെ വ്യൂ ആണ്. മൈക്ക് ഹ്യൂമറിന്റെ പുസ്തകം തന്നെ ഉണ്ട് ഈ ഇൻഡ്യൂഷണലിസത്തെ കുറിച്ചുള്ള എത്തിക്കൽ ഇൻഡ്യൂഷൻ. അവിടെയും പുള്ളി പറയുന്ന ഒരു സംഭവം അതാണ്, നമ്മുടെ ഫാക്കൽറ്റീസിനെ നമ്മുടെ ഫാക്കൽറ്റീസ് വെച്ചാണ് ജഡ്ജ് ചെയ്യുന്നത്. നമ്മുടെ ഫാക്കൽറ്റീസിന് ഒരു റിലയബിലിറ്റി ഉണ്ടാവണം എന്ന് നിർബന്ധമൊന്നും ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പം ഞാൻ വെക്കുന്ന വ്യൂവിനുള്ള റെഫറൻസസ് ആണെങ്കിൽ ഞാൻ മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്നുള്ള സംഭവങ്ങളാണ് ഇവിടെ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ആഷറിന് അത് നോക്കണമെന്നുണ്ടെങ്കിൽ ആഷറിന് നോക്കാം. അപ്പം എന്താണ് ഞാൻ പറഞ്ഞു വന്നത്, അപ്പം നമ്മുടെ ഫാക്കൽറ്റീസ് വെച്ച് തന്നെ ചെയ്യാം എന്ന് പറയുന്ന മൈക്ക് ഹ്യൂമറിന്റെ തന്നെ വ്യൂ ആണ് ഞാൻ മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. സോ ആഷറിന് അത് വായിക്കണമെന്നുണ്ടെങ്കിൽ ആഷറിന് വായിക്കാം, ആഷർ പ്രിപ്പയർ ആയിട്ട് വരൂ, എന്നിട്ട് ആഷർ വന്നിട്ട് ആർഗ്യൂ ചെയ്യൂ. ഓക്കെ, ഒരു ഓണ്ടോളജിക്കലി ഒരു സംഭവം ഇംപെർഫെക്റ്റ് ആണെങ്കിൽ, ഓണ്ടോളജിക്കലി ഒരു കാര്യങ്ങൾ ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനത്തെ നമ്മൾ എപ്പിസ്റ്റമോളജിക്കലി ബിലീവ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾ ഓണ്ടോളജിക്കലി പ്രശ്നമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഫോൾട്ട് ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊരു ബിലീഫ് ഹോൾഡ് അത് വെച്ച് നമ്മളൊരു ബിലീഫ് ഹോൾഡ് ചെയ്യുന്നതിന് ഒരു റാഷണൽ ജസ്റ്റിഫിക്കേഷന് വേറെ എന്തെങ്കിലും ഫർദർ കാരണങ്ങൾ വേണം, അല്ലെങ്കിൽ ഇത് ഡിഫീറ്ററാണ് എന്നുള്ളൊരു സ്ട്രോങ് ആർഗ്യുമെന്റുമായിട്ട് ആഷർ വന്നിട്ട് നമുക്ക് കേൾക്കാം. ഇപ്പം ഞാൻ സർക്കിൾസിൽ പോകുന്നല്ല, ഞാൻ ഇവിടെ വീണ്ടും എന്താ പറയുന്നത് ഒരേ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ആഷറിന്റെ എല്ലാ ആർഗ്യുമെന്റും വർക്ക് ആവുന്ന ആർക്കാണ്? ഓണ്ടോളജിക്കലി ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ എപ്പിസ്റ്റമോളജിക്കലി ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന വ്യൂസ് ഹോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ വേൾഡ് വ്യൂസ് എടുക്കുന്ന ഒരാൾക്ക് മാത്രമേ ആ ഒരു സംഭവം. എനിക്ക് അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ്സ് ഇല്ലാത്തടത്തോളം കാലം എൻ്റെ കമ്മിറ്റ്മെന്റ്സ് എന്താണ്? എൻ്റെ കമ്മിറ്റ്മെന്റ്സ് വാട്ട് ലുക്സ് സീമിംഗ്ലി ട്രൂ, ദാറ്റ് ബിലീവ്സ് ആർ ജസ്റ്റിഫൈഡ്. അപ്പോൾ എനിക്ക് എവല്യൂഷൻ വഴി കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ്, ഒന്നാമത് ഇതിപ്പോൾ എവല്യൂഷൻ വഴി കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിലിറ്റി കിട്ടിയോ ഇല്ലയോ എന്നത് അത് വേറൊരു ഡിസ്കഷനാണ്. ആ ഡിസ്കഷനിലേക്ക് ഞാൻ പോകുന്നില്ല. ഇത് എൻ്റെ വ്യൂ ഞാൻ ഓൾറെഡി പല റൂമുകളിൽ പറഞ്ഞിട്ടുണ്ട്. ആർഗ്യുമെന്റ്സ് ഫോർ ഓർ എഗെയിൻസ്റ്റ് ഗോഡ് എന്ന സംഭവങ്ങൾ വർക്കാവുന്നത് ഒരു പർട്ടിക്കുലർ വേൾഡ് വ്യൂ ഹോൾഡ് ചെയ്യുന്നവർക്കാണ്. ഓക്കെ, ഇപ്പോൾ പലതരത്തിലുള്ള ഇപ്പം ആഷറിന് ഒരു വ്യൂ ഉണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ ഓണ്ടോളജിക്കലി ഒരു സംഭവം പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ അതിന് എപ്പിസ്റ്റമോളജിക്കൽ ജസ്റ്റിഫിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന ഒരു പ്രയർ ബിലീഫ് ഓൾറെഡി ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് EAAN കേൾക്കുമ്പോൾ യെസ് ദിസ് ഇസ് എ ഗുഡ് ആർഗ്യുമെന്റ് എന്ന് വർക്ക് ചെയ്യും. പക്ഷെ ആ ഒരു എപ്പിസ്റ്റമോളജിയോ അല്ലെങ്കിൽ ആ ഒരു സംഭവം ഇല്ലാത്ത നാച്ചുറലിസ്റ്റുകൾക്ക് ഈ ആർഗ്യുമെന്റ് വർക്ക് ചെയ്യില്ല. പ്രതീക്ഷ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആണോ പ്രതീക്ഷ? ഞാനൊന്ന് പറഞ്ഞോട്ടെ അങ്ങനെ ഒരു ആർഗ്യുമെന്റ് ആണോ പ്രതീക്ഷ? ഒരു നിമിഷം. സിമ്പിൾ ആയിട്ട് ഞാൻ പറയുക, ഞാൻ പണ്ട് ടോമി സെബാസ്റ്റ്യനോട് പറഞ്ഞ അതേ അഡ്വൈസ് ആണ്. പഠിച്ചിട്ട് വിമർശിക്കൂ. പഠിച്ചു കഴിഞ്ഞിട്ട് പ്രതീക്ഷ ഇരിക്കുന്ന നമുക്ക് ഒറ്റ റൂമിൽ തന്നെ ഇരുന്ന് നമുക്ക് ഇങ്ങനെ തന്നെ സംസാരിക്കാം. പക്ഷെ അറിയാത്തത് കൊണ്ട് ചുമ്മാ അമ്പും ബില്ലും വെച്ച് കാര്യങ്ങൾ പറയാതെ, ഐ മീൻ there is nothing wrong to say that I don't know. അതുകൊണ്ട് ഒരു തെറ്റുമില്ല. ഇപ്പൊ എന്റെ ഒരു റെസ്പോൺസ് ഇല്ല, ഞാൻ നാളെ പിന്നെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു തെറ്റുമില്ല. അപ്പോഴും ഞാൻ ഈ റെസ്പോൺസ് ആയിരിക്കും പറയുന്നത്. ആഷർ എന്താണ്? അല്ല, ആ പോയിന്റ് തന്നെയാണ് ഞാൻ വെക്കാൻ ആഗ്രഹിച്ചത്. പ്രതീക്ഷിച്ചിട്ട് പേഴ്സണൽ അല്ല, പക്ഷെ താഴെ ഇരിക്കുന്ന ചിന്തിക്കുന്ന ആൾക്കാർ, ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് നോട്ട് ഓൾ ഏത്തിസ്റ്റ്, പക്ഷെ ചില ഏത്തിസ്റ്റുകളിലും അല്ലെങ്കിൽ അഗ്നോസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാർ രണ്ട് സൈഡിലും ആർഗ്യുമെന്റ്സ് കേട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഇവിടെ ഇപ്പം പ്രതീക്ഷ നേരത്തെ റൂമിൽ വന്നപ്പോഴും കലാമിനെ പറ്റി സംസാരിച്ചപ്പോഴൊക്കെ ഒന്നെങ്കിൽ ഒപ്പിയുടെ കൂട്ടൊക്കെ ഉള്ള ഒരു എന്താ പറയുക നാച്ചുറലിസ്റ്റിക് സിമ്പിൾ ഒക്കെ താഴെ ചില ആൾക്കാർ ഇപ്പൊ ഞാൻ ഇത് ഇപ്പം പറഞ്ഞു കേട്ടാ ഞാൻ വായിക്കാൻ തുടങ്ങി. കേൾക്കുന്നില്ല. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെങ്കിൽ നല്ലതായിരിക്കും. കാരണം പ്രതീക്ഷ എന്താന്ന് ചോദിച്ചെന്ന് പ്രതീക്ഷിന് പോലും അറിയത്തില്ല. ഇനി ആശയം കണ്ടിന്യൂ. സോ ഐ വാസ് സെയിങ് ദാറ്റ് ഇപ്പം യൂണിവേഴ്സിന്റെ ബിഗിനിങ്ങിന്റെ കാര്യമാണെങ്കിലും ഇപ്പം ഗൂത്തിന്റെ വീഡിയോ ഒക്കെ ഇവിടെ പ്ലേ ചെയ്താൽ ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ തയ്യാറാകട്ടോ. പിന്നെ വേറെ റൂമിലൊക്കെ വന്ന് അങ്ങനത്തെ വലിയ നേരത്തെ പ്രതീക്ഷ യൂസ് ചെയ്ത, ഞാൻ ആ പദം യൂസ് ചെയ്യത്തില്ല, പക്ഷെ പ്രതീക്ഷ യൂസ് ചെയ്ത പദമായിരുന്നു പട്ടി ഷോ. അത്രയും പട്ടി ഷോ ഇങ്ങനെ ക്ലബ് ഹൗസിൽ കിടന്ന് കളിച്ചത് കൊണ്ട് നിരീശ്വരവാദം ശരിയാകത്തില്ല. ഒരു വീഡിയോ കൊണ്ട് പ്ലേ ചെയ്ത് അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല. അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഡിബങ്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ബേസിക്കലി ഇപ്പം ലെറ്റ്സ് സേ കോസ്മിക് ബിഗിനിങ്ങിന്റെ കാര്യം എടുക്കുക.
അന്ന് കലാമിന്റെ കാര്യത്തിൽ തന്നെ വന്നിട്ട് ഇങ്ങനെ വ്യൂ ഉണ്ട് അങ്ങനെ വ്യൂ ഉണ്ട്, അത് ഫസ്റ്റ് കോസ് നാച്ചുറൽ ആണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ദ റിഡിക്കുലസ് നേച്ചർ ഓഫ് ദ വ്യൂ. ദാറ്റ് ഫസ്റ്റ് കോസ് ഉണ്ട്. പ്രപഞ്ചം എല്ലാം തുടങ്ങിയത് ഒരു ഫസ്റ്റ് നാച്ചുറൽ കോസ്, അതായത് ജീവൻ ഇല്ലാത്ത മൈൻഡ് ഇല്ലാത്ത ഒരു ഫസ്റ്റ് നാച്ചുറൽ എൻറ്റിറ്റി വെറുതെ കിടക്കുക, അതായത് വെറുതെ ഫസ്റ്റ് കോസ് ആയിട്ട് ഒരു കോസ് ഇല്ലാത്ത ഒരു എൻറ്റിറ്റി, അവിടുന്ന് എല്ലാം തുടങ്ങി ഇങ്ങനെ വന്നിട്ട് അങ്ങനെ വന്ന് 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 അവസാനം മനുഷ്യനുണ്ടായി, മനുഷ്യന്റെ ബ്രെയിൻ ഉണ്ടായി, ബ്രെയിനകത്ത് മൈൻഡ് വന്നു, മൈൻഡിനകത്തു നിന്ന് എന്താ ഇങ്ങനത്തെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് വന്ന്, ആ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് റീസൺ ചെയ്യാൻ പറ്റും, നാച്ചുറലിസത്തിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, നിരീശ്വരവാദത്തെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും, അവസാനം സത്യം ഇമേർജ് ചെയ്ത് വന്ന്, മൊറാലിറ്റി ഇമേർജ് ചെയ്ത് വന്നു, യൂണിവേഴ്സ് ഇത്രയും ഫൈൻ ട്യൂൺഡ് ആയിട്ട് വന്നു. ഈ എന്താ ഈ യൂണിവേഴ്സിന്റെ സ്ട്രക്ചർ ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഐ മീൻ ദ ഫൈൻ ട്യൂണിങ് ഓഫ് ദ യൂണിവേഴ്സ്, ഇതെല്ലാം ഇങ്ങനെ ബ്രൂട്ടായിട്ട് ഇങ്ങനെ ആണ്. അതങ്ങനെയാണ് എൻ്റെ എപ്പിസ്റ്റമോളജി, ഞാൻ എടുക്കുന്ന എപ്പിസ്റ്റമോളജി അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ എപ്പിസ്റ്റമോളജിക്ക് അത് വിഷയമില്ല. ഞാൻ എനിക്കതിനെ പറ്റി ചിന്തിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റുമായിട്ട് എൻഗേജ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എൻ്റെ എപ്പിസ്റ്റമോളജി, ഞാൻ ഇങ്ങനത്തെ ഒരു വാദം എടുത്തു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഹിഞ്ച്, ഇപ്പൊ നിങ്ങൾ ഡങ്കൻ ബ്രിച്ചാർഡിന്റെ ഒക്കെ ഹിഞ്ച് എപ്പിസ്റ്റമോളജി എടുക്കുകയാണെങ്കിൽ യു ക്യാൻ കം ഔട്ട് ഓഫ് ദ ഡൈലമ, ബട്ട് ദ കോൺസിക്വൻസസ്, ദ റാമിഫിക്കേഷൻസ് ആർ മൾട്ടിഫോൾഡ്. അതുകൊണ്ട് തന്നെ ബേസിക് ആയിട്ട് കോമൺ സെൻസിക്കലായിട്ട് വ്യൂ എടുക്കുകയാണ്. അതായത് നോൺസെൻസ് റിമെയിൻസ് നോൺസെൻസ്. അത് ഗ്രാമോപ്പി പറയുകയാണെങ്കിലും വില്യം ലെയ്ൻ ക്രേഗ് പറയുകയാണെങ്കിലും പ്ലാന്റിങ്ക പറയുകയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നതനായ ഫിലോസഫർ പറയുകയാണ് ഐ എം എ ബ്രെയിൻ ഇൻ എ വാറ്റ്, അങ്ങനത്തെ ഒരു ആർഗ്യുമെന്റ് മുൻപോട്ട് വെക്കുകയാണെങ്കിൽ നോൺസെൻസ് ഈസ് നോൺസെൻസ്. അത് ഗ്രാമോപ്പി ആണെങ്കിലും പറയുന്നത് മണ്ടത്തരമാണെങ്കിൽ അത് ആര് പറഞ്ഞാലും മണ്ടത്തരമാണ്. അപ്പൊ അത്രയും മണ്ടത്തരങ്ങളായ എക്സ്ട്രീം ആയിട്ടുള്ള എപ്പിസ്റ്റമോളജിക്കൽ പൊസിഷൻ എടുത്തുകൊണ്ട് മാത്രമേ ആർഗ്യുമെന്റിനെ എൻഗേജ് ചെയ്യാതെ കണ്ടം വഴി മാറി നിൽക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ യു കനോട്ട് ആക്ച്വലി കൺഫ്രണ്ട് ദി ആർഗ്യുമെന്റ് ഡിഫീറ്റ് ചെയ്യാൻ ഒരു കോമൺ സെൻസിക്കൽ വ്യൂ എന്ന് പറ്റില്ല. നോ അപ്പൊ ആശർ അത് പറഞ്ഞെങ്കിലും ആശർ പറയുന്ന വ്യൂ അത് ട്രൂ ആണെങ്കിലും അത് എന്റെ വ്യൂവുമായി ചേർന്ന് പോകുന്നില്ലെങ്കിൽ ഞാൻ ഓപ്ഷൻ എടുക്കുന്നില്ല. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, അപ്പൊ ആ കാരണം വ്യൂവിനെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി അത്ര ഒരു പ്രീസപ്പോസിഷൻ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ തന്നെ സയന്റിഫിക് മെറ്റീരിയൽ, ഓക്കെ ഐ കം ടു ദാറ്റ്. പ്രതീഷ് ഇപ്പം പ്രതീഷിന്റെ വ്യൂ പറഞ്ഞപ്പം തന്നെ എനിക്ക് അത്യാവശ്യം വേറൊരു കാര്യമുണ്ട്. പ്രതീഷ് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഓക്കെ. സോ ഇപ്പോൾ ഇവിടെ ആഷർ എനിക്ക് തോന്നുന്നു ആഷർ എടുക്കുന്ന ഒരു വേൾഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. അപ്പോൾ ആ ആർഗ്യുമെന്റ് റിഫ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ആർഗ്യുമെന്റ് നമ്മൾ കുറ്റയിലെടുത്ത് കളയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർഗ്യുമെന്റ് എന്തെങ്കിലും കോൺട്രഡിക്ഷൻ കാണിക്കുക, അല്ലെങ്കിൽ ആർഗ്യുമെന്റിന്റെ പ്രിമൈസുകൾക്കെതിരെയുള്ള എന്തെങ്കിലും എംപെരിക്കലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എവിഡൻസോ വേറൊരു ആർഗ്യുമെന്റോ കൊണ്ടുവയ്ക്കുമ്പോഴാണ് ആ ആർഗ്യുമെന്റ് റിഫ്യൂട്ട് ആകുന്നത് എന്നൊരു നോഷനാണ് ആഷറോടെ വെച്ചത്. ആഷർ മനസ്സിലാക്കേണ്ടത് ആ ഒരു നോഷൻ മാത്രമല്ല ഉള്ളത്. ഒരു ആർഗ്യുമെന്റ് റെഫ്യൂട്ട് ആവുന്നത്, ഒരു ആർഗ്യുമെന്റ് വരുന്നതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് EAAN ഓർ കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ്, ഈ ആർഗ്യുമെന്റ്സിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ്ലി ഇങ്ങനെയാണ് പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെന്നും ദീസ് ആർ ദി ഒബ്ജക്റ്റീവ് റീസൺസ്, അല്ലെങ്കിൽ ഇതെല്ലാം ഒബ്ജക്റ്റീവ് ഫാക്ട്സ് ആണ്, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഗോഡ് എന്നുള്ള ബിലീഫ് പ്രൂവ് ചെയ്യാൻ പറ്റും, ഗോഡിനുള്ള ആർഗ്യുമെന്റ് ഗോഡ് തെളിയിക്കപ്പെട്ടു എന്ന ഒരു അറ്റംപ്റ്റിലാണ് ഇങ്ങനത്തെ ആർഗ്യുമെന്റ്സ് വരുന്നത്. അതിനാണ് പ്രതീഷ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇങ്ങനെയുള്ള ആർഗ്യുമെന്റ്സിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആർഗ്യുമെന്റ്സ് ഓൾറെഡി പല എപ്പിസ്റ്റമോളജി അസ്യൂം ചെയ്യുന്നുണ്ട്, ഓണ്ടോളജി അസ്യൂം ചെയ്യുന്നുണ്ട്, പല വേൾഡ് വ്യൂസ് പ്രീ സപ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആർഗ്യുമെന്റ്സ് എന്നത് വേൾഡ് വ്യൂ ഉണ്ടായതിനു ശേഷമാണ് ആർഗ്യുമെന്റ്സ് വർക്ക് ആവുന്നത്. ഫോർ എക്സാമ്പിൾ, എവറിത്തിങ് ദാറ്റ് ബിഗിൻസ് ടു എക്സിസ്റ്റ് ആസ് എ കോസ് എന്ന ഒരു പ്രിമൈസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം എവല്യൂഷൻ വഴിയാണെങ്കിൽ കണ്ടന്റ് ഉണ്ടാവുകയില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രിമൈസ് ഉണ്ടെങ്കിൽ ഈ പ്രിമൈസ് നമ്മുടെ പ്രയർ ബിലീഫ്സ് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ആ പ്രയർ ബിലീഫ്സ് നമ്മൾ എങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നത്? നമ്മുടെ ഒരു ലോകത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണത്തിൽ നിന്നായിരിക്കും നമ്മൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആർഗ്യുമെന്റ്സ് വർക്ക് ആവുന്നത്, ഈ ആർഗ്യുമെന്റ്സ് ഇപ്പോൾ ഉദാഹരണത്തിന് കലാം കോസ്മോളജിക്കൽ ആർഗ്യുമെന്റ് ഒട്ടും വർക്ക് ആവത്തില്ല എന്ന് പറയുന്ന ആളാണ് എഡ്വേർഡ് ഫേസർ. കാരണം എന്താണ്? എഡ്വേർഡ് ഫേസറും വില്യം ലെയ്ൻ ക്രേഗും തമ്മിൽ മെറ്റാഫിസിക്കൽ ഡിഫറൻസസ് ഉണ്ട്. എഡ്വേർഡ് ഫേസർ ഒരു തോമിസ്റ്റിക് മെറ്റാഫിസിക്സ് ആണ് എടുക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല വില്യം ലെയ്ൻ ക്രേഗ് തോമിസ്റ്റിക് മെറ്റാഫിസിക്സ് ആണ് എടുക്കുന്നത്. അതുകൊണ്ട് രണ്ട് തീയിസ്റ്റുകളാണ്, രണ്ടും ദൈവത്തിന് വേണ്ടി ആർഗ്യൂ ചെയ്യുന്നതാണ്. പക്ഷേ ഒരാൾ പറയുകയാണെങ്കിൽ ഈ മെറ്റാഫിസിക്സ് ഞാൻ എടുക്കാത്തതുകൊണ്ട് ഈ ആർഗ്യുമെന്റ് വർക്കില്ല. അങ്ങനെയാണ് പ്രൊഫഷണൽ അല്ലെങ്കിൽ അക്കാഡമിക് ഫിലോസഫിയിൽ ആർഗ്യുമെന്റ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. ഒരു EAAN അല്ലെങ്കിൽ കലാം എന്നുള്ള ആർഗ്യുമെന്റ് എന്തുകൊണ്ട് ചവിറ്റുകുട്ടയിൽ എന്നുള്ളത് ഒരു സ്ട്രോങ് വേർഡാണ്, ഞാൻ അങ്ങനെ ചവിറ്റുകുട്ടയിൽ എന്നൊരു സംഭവം പറയത്തില്ല. എന്തുകൊണ്ട് അതൊരു നാച്ചുറലിസ്റ്റിനോ
അല്ലെങ്കിൽ വേറൊരു വേൾഡ് വ്യൂ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിക്കോ എടുക്കാൻ പറ്റില്ല എന്നതിനൊരു എക്സാമ്പിളാണ് ഞാൻ കാണിച്ചത്. നമ്മൾ എടുക്കുന്ന എപ്പിസ്റ്റമോളജി, നമ്മൾ എടുക്കുന്ന ഓണ്ടോളജി, നമ്മൾ എടുക്കുന്ന മെറ്റഫിസിക്കൽ ബിലീഫ്സ് വേറെ ആണെങ്കിൽ ദീസ് ആർഗ്യുമെന്റ്സ് ഡോണ്ട് വർക്ക് ഫോർ അസ്. ഇഫ് ദീസ് ആർഗ്യുമെന്റ്സ് ഡോണ്ട് വർക്ക് ഫോർ അസ്, ദെൻ ആ ആർഗ്യുമെന്റ് എന്താണ്? ആ ആർഗ്യുമെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഓപ്പോസിറ്റ് വേൾഡ് വ്യൂ ഉള്ള ഒരു വ്യക്തിയെ കൺവിൻസ് ചെയ്യിക്കാനാണ് ഈ ആർഗ്യുമെന്റ് വരുന്നത്. അപ്പോൾ ആ ആർഗ്യുമെന്റ് ആ വേൾഡ് വ്യൂ ഹോൾഡ് ചെയ്യുന്ന വ്യക്തിയെ ഒരു ടച്ച് പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിജക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അയാളോട് എവറിത്തിങ് ദാറ്റ് ബിഗിൻസ് ടു എക്സിസ്റ്റ് ആസ് എ ഫസ്റ്റ് ആസ് എ കോസ് എന്ന ആർഗ്യുമെന്റ് വർക്ക് ആവത്തില്ല. അയാൾ പറയും ഐ റിജക്ട് കോസൽ നെറ്റ്വർക്ക് എന്നൊരു സംഭവമായിരിക്കും പറഞ്ഞത്. ഈ വസ്തുത, ഈ അടിസ്ഥാന വസ്തുത മനസ്സിലാക്കാതെ പ്രതീഷ് പോയി പഠിച്ചിട്ട് വാ, പ്രതീഷ് പോയി ഇത് ചെയ്തിട്ട് വാ, പ്രതീഷിനൊരു ബേസിക് സംഭവമില്ല എന്ന കുറേ ഡയലോഗ്സ് അടിച്ചിട്ട് ഇവിടെ ഒന്നും ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണ്ടോളജിക്കലി ഒരു സംഭവം ഇംപെർഫെക്റ്റ് ആണെങ്കിൽ എപ്പിസ്റ്റമോളജിക്കലി ഇത് റാഷണലി ജസ്റ്റിഫൈ ചെയ്യാനുള്ള ഒരു സംഭവമാണ് ഫിനോമിനൽ കൺസർവേറ്റിസം. ആ ഫിനോമിനൽ കൺസർവേറ്റിസം എടുക്കുകയാണെങ്കിൽ എനിക്കൊരു പ്രിമൈസ് റിജക്ട് ചെയ്യാം. ആ പ്രിമൈസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഐ ആം കോഹറൻറ്റ്. ഐ ഡോണ്ട് നീഡ് ടു ഐ ആം നോട്ട് മൂവ്ഡ് ബൈ EAAN. I don't have to take any of the conclusions of EAAN. I am rationally justified in my view. ഇനി പ്രതീക്ഷ പണ്ട് ന്യൂ ഏജ് എത്തി, അത് കറക്റ്റാണ്. ആഷറും ആശിഷും പറയുന്ന ഒരു കാര്യം കറക്റ്റാണ്. ഞാൻ ഒരു ന്യൂ ഏജ് എത്തിസ്റ്റ് ആയിരുന്നു, അത് 100% ഞാൻ ന്യൂ ഏത്തിസ്റ്റ് പ്രതീക്ഷ. ന്യൂ എത്തിസ്റ്റ്, ഓക്കെ, ന്യൂ എത്തിസ്റ്റ് ആയിരുന്നു, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ എപ്പിസ്റ്റമോളജി ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു ചിന്ത ഉണ്ടാകും, ഇതൊക്കെ ആയിരിക്കും ശരി, ഇതൊക്കെ ആയിരിക്കും ശരി എന്നുള്ള സംഭവമാണ്. എൻ്റെ ഈ വ്യൂ എന്താണ് എന്ന് അന്വേഷിച്ചിട്ടാണ്, ഓക്കെ എൻ്റെ ഈ വ്യൂ ഫിനോമിനൽ കൺസർവേറ്റിസം എന്ന് പറയുന്ന ഒരു വ്യൂ ആയിട്ട് മാച്ചിങ് വ്യൂ ആണ് എൻ്റേത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എൻ്റെ വ്യൂ ഫിനോമിനൽ കൺസർവേറ്റിസം. അന്ന് ചിലപ്പോൾ എനിക്ക് അറിയില്ല, കാരണം അന്ന് എന്താണ് എപ്പിസ്റ്റമോളജി ഓണ്ടോളജി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ലായിരിക്കും. ബട്ട് മൈ തോട്ട്സ്, എൻ്റെ തോട്ട്സ് ഏത് പ്രിൻസിപ്പിളാണ് ഫോളോ ചെയ്യുന്നതെന്നൊരു നോളജ് എനിക്കുണ്ട്, ഒരു നോഷനുണ്ട്. ഇങ്ങനെയാണ് എൻ്റെ തോട്ട്സ് ഫോളോ ചെയ്യുന്നതെന്നൊരു ഐഡിയ എനിക്കുണ്ട്. പക്ഷെ അതിന് ഒരു എന്താ പറയുന്നത്, ഫിനോമിനൽ കൺസർവേറ്റിസം എന്നൊരു വാക്ക് ചിലപ്പോൾ എനിക്ക് അറിയത്തില്ലായിരിക്കും. അത് ചിലപ്പോൾ ഞാൻ ഈ ഫിലോസഫി ഒക്കെ വായിക്കാൻ തുടങ്ങിയപ്പോഴും വന്നത്. സോ ഐ ഡോണ്ട് നോ ഇവിടെ എന്താണ് ഇത്ര പ്രതീക്ഷ സർക്കുലർ പോകുന്നു, സ്ഥാപിച്ചിട്ടില്ല, പ്രതീക്ഷ കിടന്ന് മെഴുകി, ഇങ്ങനെ കുറേ അടിച്ചങ്ങ് വിടുകയാണ്. ഞാൻ പറഞ്ഞ ഈ വേൾഡ് വ്യൂ എടുക്കാത്ത, ഈ എപ്പിസ്റ്റമോളജി ഓണ്ടോളജി എടുക്കാത്ത ആളുകൾക്ക് ഈ ആർഗ്യുമെന്റ് വർക്ക് ആവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ EAAN വർക്ക്സ് ഓൺലി ഫോർ you guys, and if it only works for thieves, then it's not doing anything for naturalists holding this kind of worldview. ഓക്കെ, ഒരു നിമിഷം അല്ല, ബ്രോ. ഒരു കാര്യം just No, bro, I 1 mean, second I don't understand Justin this. bro, അല്ല 1 second ആശിഷ്, 1 minute. ഇവിടെ വേറൊരു കാര്യം, ഇപ്പം ഈ പ്രതീക്ഷ ഇപ്പൊ അവസാനം കൊണ്ടുവെക്കുമ്പോഴത്തേനും ഞങ്ങളുടെ പ്രതീഷിന്റെ എപ്പിസ്റ്റമോൾ ഇങ്ങനത്തെ ഈ എന്താ പറയുന്നത്, ഈ ഗോൾ പോസ്റ്റ് മാറ്റിയിട്ട് ഞാൻ അത് എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾ അണ്ടർകട്ട് ചെയ്തു. പക്ഷെ റീപ്ലേ പിന്നെ പോയി കേൾക്കണം. ഈ പ്രതീക്ഷ പറഞ്ഞ വ്യൂ ഞങ്ങൾ ഓൾറെഡി ഒരു 5 തവണയിലും ഞാൻ അതിന് പിന്നെയും റെസ്പോണ്ട് ചെയ്തത്. കാരണം അതെടുത്താൽ പോലും അതെടുത്താൽ പോലും EAAN അവിടെയും വർക്കാവും. അത് ആ വ്യൂയിലും എപ്പിസ്റ്റമോളജിക്ക് എടുക്കുന്ന പ്രയർ റീസൺ ഇവിടെ ബേസിക് അടിസ്ഥാനപരമായ ക്വസ്റ്റ്യൻ ആണ്. റീസണെ ജസ്റ്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് റീസൺ നൽകാൻ കഴിയുമോ? അങ്ങനെ റീസൺ നൽകാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾ റീസണെ തന്നെയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് കൈൻഡ് ഓഫ് എ ഡൈലമ ഈസ് വാട്ട് ദി EAAN ഹൈലൈറ്റ്സ്. ആ ഡൈലമ തന്നെയാണ് കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസ് റിലയബിൾ ആണെന്നുള്ള വാദത്തിന് ഡിഫീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പം പ്രതീക്ഷ എടുക്കുന്ന വാദവും അവിടെ പൊളിഞ്ഞു. ഇതിനുള്ള റെസ്പോൺസ്, ഞാൻ പറഞ്ഞ റെസ്പോൺസ് ബൈ ദ വേ, ഈ കൺസർവേറ്റീവ് ഫിനോമിനലിസത്തിന് ഞാൻ പറഞ്ഞ റെസ്പോൺസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടൈലർ മെക്നാബിന്റെയും ആൻഡ്രൂ മൂണിന്റെ ഒക്കെ ഓൾറെഡി, ഞാനല്ലാതെ വായുന്നെടുത്ത് പറഞ്ഞതല്ല, കൃത്യമായുള്ള മറുപടികൾ തന്നെയാണ്. അതുകൊണ്ട് പ്രതീക്ഷ ആ വ്യൂ എടുത്തത് കൊണ്ട് പ്രതീക്ഷ അതിനെ ഈ EAAN തനിക്ക് ബാധിക്കുന്നില്ല എന്ന് ഒരുപക്ഷെ പ്രതീക്ഷ മനസ്സിൽ ഈ ആർഗ്യുമെന്റ് ആദ്യം വായിക്കുക. ആർഗ്യുമെന്റ് വായിച്ചാൽ ഒരുപക്ഷെ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും പ്രതീക്ഷ ചോദിക്കത്തില്ല. പിന്നെ പ്രതീക്ഷ ഈ വേറെ ഇനിയും പ്രതീക്ഷ നാളെ ഇത് ഇപ്പൊ ഈ പ്രതീക്ഷ അല്ല, എടുക്കുന്ന അപ്പൊ ഈ ചിലപ്പോ വ്യൂവിനെ പ്രതീക്ഷ പറയായിരിക്കും ഇങ്ങനെ ഒരു വ്യൂ second. എടുക്കുന്നതുകൊണ്ട് പ്രതീക്ഷിന് ആർഗ്യുമെന്റ് വായിക്കേണ്ട ആവശ്യമില്ലെന്ന്. അല്ല, 1 second. ഈ വ്യൂയെ ഒബ്വിയസ്ലി EAAN ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നാളെ ഞാൻ പറഞ്ഞ പോലെ പ്രതീക്ഷിച്ച് വേറെ ഏതെങ്കിലും ഒരു വ്യൂ എടുക്കാം, ഹിഞ്ച് എപ്പിസ്റ്റമോളജി പോലെ. പക്ഷെ അങ്ങനത്തെ വ്യൂ എടുത്താൽ യു ഹാവ് അതർ കോൺസിക്വൻസസ് യു ഹാവ് ടു ഡീൽ വിത്ത്. ആ എക്സ്ട്രീം പ്രോബ്ലം ആണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പ്രതീക്ഷ ആക്ച്വലി ഫോളോ ചെയ്യുന്നത്, പ്രതീക്ഷ ഇവരുടെ ഒന്നും എപ്പിസ്റ്റമോളജി അല്ല പ്രതീക്ഷ ഫോളോ ചെയ്യുന്നത്. പ്രതീക്ഷ ഫോളോ ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ രവിചന്ദ്രൻ സിയുടെ മെത്തഡാണ് പ്രതീക്ഷ ഫോളോ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ മുകളിൽ പിൻ ചെയ്ത വീഡിയോ മാത്രം കണ്ടാൽ മതി. ഞങ്ങൾ രവിചന്ദ്രൻ സിക്ക് കൊടുത്ത ഒരു മറുപടി, ദൈവത്തെ ആരുണ്ടാക്കി, അതിന് ഞങ്ങളൊരു റീലായിട്ട് ഗ്രേസൽസിൽ ഇറക്കിയ മറുപടിക്ക് പുള്ളി കഴിഞ്ഞ ഡിസംബറിൽ ഒരു മണിക്കൂർ നീണ്ട മറുപടി, പേരെടുക്കാതെ, ഗ്രേസൽസിന്റെ പേരെടുത്തില്ല, പക്ഷെ ഞങ്ങൾ കൊടുത്ത ഡാവിൻസിയുടെയും മൊണാലിസയുടെ അതേ എക്സാമ്പിൾ എടുത്തിട്ട് പുള്ളി പറയുന്നുണ്ട്. അപ്പം പുള്ളി പറയുന്നത് ദൈവത്തെ ആരും സൃഷ്ടിച്ചില്ല എന്നത് നിങ്ങളുടെ നിർവചനമാണ്, ഞങ്ങളത് എടുക്കുന്നില്ലല്ലോ, ഞങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ബാധകമല്ലല്ലോ. ആ എപ്പിസ്റ്റമോളജിയാണ് പ്രതീക്ഷ ഇവിടെ ഫോളോ ചെയ്യുന്നത്. അതായത് നിങ്ങൾ എന്തും പറഞ്ഞാലും ഞങ്ങൾ അത് എടുക്കുന്നില്ലല്ലോ, ഞങ്ങൾ ആ നിർവചനം എടുക്കുന്നില്ല, ഞങ്ങൾ ഇതെടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്
പറഞ്ഞുകൊണ്ട് കൈ ഇവിടെ ഒഴിയുമ്പോഴും ഇവിടെ ബെസ്റ്റ് ഇവിടെ ആയിട്ട് നടന്ന ഒരു കാര്യം നിരീശ്വരവാദത്തിന്റെ ഇന്റലക്ച്വൽ ബാങ്ക്രപ്സിയാണ് അവിടെ കാണുന്നത്. അത് തന്നെയാണ് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾ എക്സ്ട്രീം ആയിട്ടുള്ള പൊസിഷൻ എടുക്കണം. പ്രതീക്ഷ എടുക്കുന്ന മാതിരി ഇന്നത്തെ പൊസിഷൻ നാളെ പ്രതീക്ഷ മാറ്റി പിടിക്കണം. അത് പ്രതീക്ഷ ന്യൂ ഏത്തിസത്തിലേക്ക് മാറി തന്നെ പ്രതീക്ഷ തന്നെ പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷ മാറിക്കൊണ്ടേയിരിക്കണം. ഈ മാറിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. കാരണം ഞങ്ങൾ അന്ന് ഡിഫെൻഡ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ ഇന്നും ഡിഫെൻഡ് ചെയ്യുന്നത്. ഞങ്ങളുടെ വാദങ്ങൾക്ക് മാറ്റം വന്നിട്ടില്ല. ഞങ്ങൾക്ക് ഇന്നും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ അടിസ്ഥാനപരമായിട്ട് അതേ ആർഗ്യുമെന്റുകൾ തന്നെ ഞങ്ങൾക്ക് അതേ വേൾഡ് വ്യൂ പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് തന്നെ ഡിഫെൻഡ് ചെയ്യാൻ കഴിയും. അത് തന്നെ ഞങ്ങളുടെ വേൾഡ് വ്യൂയുടെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ചിന്തിക്കുന്ന നിരീശ്വരവാദിക്കും ഈശ്വരവാദിക്കും താഴെ ഇരുന്നു കൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉള്ളതേ ഉള്ളൂ. അതുകൊണ്ട് രവിചന്ദ്രൻ സീഡ് എപ്പിസ്റ്റമോളജി എടുത്തതുകൊണ്ട് യു ആർ നോട്ട് ആക്ച്വലി ഡിഫീറ്റിംഗ് ദി ആർഗ്യുമെന്റ്. ഇവിടെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ അത് നേരത്തെ പറയേണ്ടതായിരുന്നു. പ്രതീക്ഷ ഞാൻ ഇങ്ങനെയാണ് എടുക്കുന്നത്, ഇതാണ് എൻ്റെ എപ്പിസ്റ്റമോളജി, ഈ രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്ന് പറയുന്നത് അത് മെത്തഡോളജിക്കൽ നാച്ചുറലിസം ആണ്, ഫിലോസഫിക്കൽ നാച്ചുറലിസം അല്ല. മെത്തഡോളജിക്കൽ നാച്ചുറലിസത്തിനുള്ളിൽ എടുക്കുന്ന ഏതെങ്കിലും എപ്പിസ്റ്റമോളജിയാണ്. ആൻഡ് യുവർ മെത്തഡോളജി അല്ലെങ്കിൽ ഏത് മെത്തഡോളജിയാണ് താങ്കൾ എടുക്കുന്നത് ഹാസ് നോ ബെയറിംഗ് ഓൺ എനി ആർഗ്യുമെന്റ് ഫോർ ദാറ്റ് മാറ്റർ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ പറയുകയാണ്, ഈ വില്യം ലെയ്ൻ ക്രേഗും ബാർട്ട് എർമനും തമ്മിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ഡിബേറ്റ് ചെയ്തപ്പോഴത്തേന് ഫസ്റ്റ് മൂവ് ബാർട്ട് എർമന്റെ വാസ് ദാറ്റ് എന്റെ പ്രയർ ബിലീഫ് ഇസ് ദാറ്റ് മിറക്കിൾസ് ആർ ഇമ്പോസിബിൾ. അവൻ തിരിച്ച് ക്രേഗ് പറഞ്ഞത് വാസ് ദാറ്റ് ക്രേഗ് പറഞ്ഞത് മേ ബി ബാർട്ടർമൻ ഫിലോസഫർ അല്ലാത്തതുകൊണ്ട് he was not able to get the distinction right. Methodological naturalism would have no bearing on the actual fact that Jesus rose again or not. അതുകൊണ്ട് ഇവിടെ കോഗ്നിറ്റീവ് ഫാക്കൽറ്റീസിന്റെ പ്രോബിലിറ്റി ഗിവൻ നാച്ചുറലിസം ആൻഡ് എവല്യൂഷൻ ഇസ് ലോ ഓർ നോട്ട് would have no bearing whether or not whatever is your methodological epistemological position that you take, that would have zero relevance. The only thing that you can say is that I will take these I will do these mental gymnastics to not engage with the argument or to take my hands off the argument, but that would still not defeat the argument for you. The epistemological position that you take is still defeated. ഞാൻ പറയാം, നാളെ വേറെ ഒരു എപ്പിസ്റ്റമോളജി പൊസിഷൻ എടുത്തിട്ട് ഹിഞ്ച് എപ്പിസ്റ്റമോളജി വല്ലതും പോലുള്ള ഒരു പൊസിഷൻ എടുത്താൽ പോലും അപ്പോഴും ആർഗ്യുമെന്റിനെ ഖണ്ഡിക്കുന്നില്ല. ഇത്രയും നേരം 6 മണിക്കൂർ പ്രതീക്ഷ സംസാരിച്ചിട്ട് ആർഗ്യുമെന്റിനെ ഇതുവരെ ഖണ്ഡിച്ചിട്ടില്ല. അന്ന് JKV ബ്രദറിന്റെ റൂമിൽ വന്നിട്ട് അല്ല, ഒരു മിനിറ്റ്, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. JKV ബ്രദറിന്റെ റൂമിൽ വന്നിട്ട് ആ ആർഗ്യുമെന്റ് വർക്ക് ആകുന്നില്ലെന്ന് കാണിക്കാൻ വെച്ച ആർഗ്യുമെന്റുകൾ പോലും ഇന്ന് പ്രതീക്ഷിനെ എടുത്ത് മുൻപിൽ വെക്കാനുള്ള തന്റെ ഇല്ലായിരുന്നു. അല്ലെങ്കിൽ പ്രതീക്ഷിന്റെ വീഡിയോയിൽ എടുത്ത ഗാരി നീൽസിന്റെയോ OPയുടെയോ വ്യൂ പോലും ഞാൻ പലതവണ പുഷ് ചെയ്തിട്ട് പോലും പ്രതീക്ഷ ആ രീതിയിലോട്ട് അത് എനിക്ക് ഭയങ്കര ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നി. കാരണം പ്രതീഷിന്റെ ആ വീഡിയോ രണ്ടും ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് രണ്ടും പ്രതീഷ് പറയുന്ന വ്യൂസ് ഇവിടെ പറഞ്ഞില്ല. 5-6 മണിക്കൂറായിട്ട് പറയില്ല. ചിലപ്പോ ഇപ്പം മാറിക്കാണ്. ഇപ്പം പ്രതീഷ് ന്യൂ ഏത്തീസിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ 2 മാസം മുമ്പ് വീഡിയോയിൽ നിന്ന് വ്യൂ മാറിക്കാണുമായിരിക്കും. അത് പ്രതീഷിനെ കുഴപ്പമില്ല. കാരണം പ്രതീഷ് ഫിനോമിനൽ കൺസർവേറ്റിസം ആണല്ലോ ഹോൾഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് പ്രതീഷ് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. ഓക്കെ, പ്രതീഷ് സോറി. അപ്പം ഞാൻ നേരത്തെ വെച്ച സംഭവം തന്നെയാണ്. ഇപ്പം ആർഗ്യുമെന്റ് വർക്ക് ആവുമോ ഇല്ലയോ എന്നത് മെഷർ ചെയ്യേണ്ടത് ഈ ആർഗ്യുമെന്റ്സിന്റെ പ്രിമൈസുകളിൽ അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സിന് പ്രയർ ആയിട്ടുള്ള നിങ്ങളുടെ മെറ്റഫിസിക്കൽ ക്ലെയിംസിൽ അഗ്രിമെന്റ് ഉള്ളവർക്കാണ്. ഇപ്പം ഞാനും രണ്ടുപേരും ഇപ്പൊ കോസൽ നെറ്റ്വർക്ക് രണ്ടുപേരും കോസൽ നെറ്റ്വർക്ക് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കോസ് ആൻഡ് എഫക്റ്റിനെ കുറിച്ചുള്ള ആർഗ്യുമെന്റ് അവിടെ ഡിസ്കഷൻ പോസിബിൾ ആണ്. അവിടെ കോസ് ആൻഡ് എഫക്റ്റിനെ കുറിച്ചുള്ള എത്ര ആർഗ്യുമെന്റ് വന്നാലും കോസൽ നെറ്റ്വർക്ക് എന്താ പറയുക, ഇൻഡ്യൂറ്റീവ്ലിയോ അല്ലെങ്കിൽ ഇൻഡ്യൂഷനെയോ അവരുടെ റാഷണൽ എബിലിറ്റിയോ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ എത്ര കോസ് ആൻഡ് എഫക്റ്റിൻ്റെ, അതാണ് ഡേവിഡ് ഹ്യൂം ചെയ്തത്. ഡേവിഡ് ഹ്യൂം ഇവിടെ ചെയ്തതാണ്. കാരണം കോസ് ആൻഡ് എഫക്റ്റ് ഇല്ല, എൻ്റെ ഇൻഡ്യൂഷനിൽ അങ്ങനെ കോസ് ആൻഡ് എഫക്റ്റിന് സംഭവം ജസ്റ്റ് നമുക്ക് തോന്നുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് റിജക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞാണ് ഡേവിഡ് ഹ്യൂം വന്നത്. പിന്നെ ഓവർ ടൈം കുറെ ഫിലോസഫേഴ്സ് ഇല്ല കോസ് ആൻഡ് എഫക്റ്റ് ഉണ്ട് എന്ന് അംഗീകരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു കുറെ നാച്ചുറലിസ്റ്റ് കോസ് ആൻഡ് എഫക്റ്റ് സംഭവങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. സോ ബേസിക്കലി ദ ഫണ്ടമെന്റൽ പോയിന്റ് ഈസ്, നിങ്ങളുടെ ആർഗ്യുമെന്റ് റൺ ചെയ്യണമെങ്കിൽ പ്രയർ ബിലീഫ്സും പ്രയർ സംഭവങ്ങളും ഉണ്ടായിരിക്കണം. അതിലുള്ള അഗ്രിമെന്റ് ഉണ്ടെങ്കിലേ ഈ ആർഗ്യുമെന്റ് വർക്ക് ആവുകയുള്ളൂ. അപ്പം ഞാൻ എടുക്കുന്ന വ്യൂവിൽ ആൻഡ് ഇവിടെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്, അപ്പം നിങ്ങളപ്പോൾ ആർഗ്യുമെന്റ് വായിക്കണ്ട എന്നാണോ പറയുന്നത്? അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ആർഗ്യുമെന്റ് വായിക്കണ്ടോ എന്നല്ല പറഞ്ഞത്. നമ്മൾ ആർഗ്യുമെന്റ് നോക്കണം. കാരണം ആ ആർഗ്യുമെന്റിന്റെ പ്രിമൈസുകൾ നമ്മുടെ വ്യൂസുമായിട്ട് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കണം. നമുക്ക് അഗ്രി ചെയ്യുന്ന പ്രിമൈസുകളാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വേൾഡ് വ്യൂ പോയി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റുന്ന പ്രിമൈസുകളാണെങ്കിൽ നമുക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതാണ് ഞാൻ വെച്ച സംഭവങ്ങൾ. അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഡയറക്റ്റീവ് ആർഗ്യുമെന്റ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ, if we can reject some premises and hold on to a coherent view,
ആ ഒരു വ്യൂവിൽ നമുക്ക് ലോജിക്കൽ കോൺട്രഡിക്ഷൻസ് ഒന്നും ഇല്ലാത്ത മാക്സിമം ഫാക്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു വ്യൂവിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാം. ആ ആർഗ്യുമെന്റ് ഈസ് ജസ്റ്റ് ഡെഡ് റബ്ബർ ഫോർ അസ്. മേ ബി ദാറ്റ് ആർഗ്യുമെന്റ് വർക്ക്സ് ഫോർ സം അതർ ഫോക്സ്. അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തത്. പിന്നെന്താ, മറ്റേ ഒബ്ജക്റ്റീവ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒപിയുടെ റെസ്പോൺസ് ഞാൻ ഇവിടെ പറഞ്ഞില്ല എന്നൊരു കംപ്ലൈന്റ് പറഞ്ഞു. ഒപിയുടെ ഒരു എന്താ പറയുന്നത് റെസ്പോൺസ് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ മെറ്റഫിസിക്കൽ ബിലീഫ്സിനെ പറ്റി ഞാനൊരു 2-3 മണിക്കൂർ മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ ഡിസ്കഷൻ കൂടുതൽ ഫ്ലോ ആയത് ഇതിലാണ്. അതായത് ഞാൻ ഈ പ്രിമൈസ് റിജക്റ്റ് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ, ഈ ഒരു വേൾഡ് വ്യൂ എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം. അപ്പോൾ ഞാൻ എൻ്റെ വേൾഡ് വ്യൂ ഒന്നും മാറ്റിയിട്ടില്ല. എൻ്റെ വേൾഡ് വ്യൂ അത് തന്നെയാണ്. എൻ്റെ വേൾഡ് വ്യൂ എന്ന് വെച്ചാൽ ആ ആർഗ്യുമെൻറ്റും വർക്കാവും. ഇങ്ങനെ ഒരു ആർഗ്യുമെൻറ്റോട് ഇങ്ങനെ റെസ്പോൺസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് വന്നൊരു റെസ്പോൺസ് ഉണ്ട്. മേ ബി നമ്മൾ റിഡക്റ്റീവിൽ ഈ ലൈവ് ഇതിൻ്റെ റീപ്ലേ പോകത്തില്ല എന്നും കരുതുന്നു. അപ്പം നമ്മൾ ഇതിൽ വന്ന സംഭവങ്ങൾ നമുക്ക് വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം. ഇനി എന്താണ് എന്താ പറയുക, ഫർദർ എന്തൊക്കെ റെസ്പോൺസ് ഉണ്ട്, എന്തൊക്കെ പലതരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഫണ്ടമെന്റലി എൻ്റെ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എപ്പിസ്റ്റമോളജി, നമ്മൾ എടുക്കുന്ന എപ്പിസ്റ്റമോളജി ആയിട്ട് നിങ്ങളുടെ പ്രിമൈസസ് മാച്ച് ചെയ്യുന്നില്ല എങ്കിൽ ഇറ്റ് ഡസൻറ്റ് വർക്ക്. അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ എഡ് ഫേസർ ആൻഡ് വില്യം ലെയ്ൻ ക്രൈഗ്, അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു. എഡ് ഫേസർ, വില്യം ലെയ്ൻ ക്രൈഗ് രണ്ടുപേരും തീയിസ്റ്റുകളാണ്. പക്ഷെ രണ്ടുപേരും മെറ്റാഫിസിക്സിൽ ഡിസഗ്രി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഡ് ഫേസർ തന്നെ കലാമിനെതിരെ ആർഗ്യുമെന്റ്സ് എഴുതും. ഈ ആർഗ്യുമെന്റ് വർക്കാവില്ല, ബിക്കോസ് ഈ മെറ്റാഫിസിക്കൽ ക്ലെയിംസ് ഞാൻ അംഗീകരിക്കുന്നില്ല. പുള്ളിയുടെ ബ്ലോഗിലൊക്കെ പുള്ളി എഴുതും. വില്യം ലെയ്ൻ ക്രൈഗ് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതിങ്ങനെയാണ് ഫിലോസഫിയിൽ നടക്കുന്നത്. നമ്മുടെ മെറ്റാഫിസിക്കൽ വ്യൂവിൽ ഇതാണ്. ഇപ്പോൾ ഇൻഫിനിറ്റ് റിഗ്രസ് ഇമ്പോസിബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻഫിനിറ്റ് റിഗ്രസ് പോസിബിൾ ആണെന്ന് പറയുന്ന അലക്സ് മാൽപാസ് ഉണ്ട്. അയാളുടെ വേൾഡ് വ്യൂവിൽ ഈ ഇൻഫിനിറ്റ് സംഭവങ്ങൾ ഇമ്പോസിബിൾ ആണെന്നുള്ള ആർഗ്യുമെന്റ് വർക്കാവില്ല. അതിന് ആഷർ കൊണ്ടുവന്ന് എന്താ, കുറെ പേര് കൈ ഇങ്ങനെ പൊക്കി വന്നു കഴിഞ്ഞാൽ കൈ കിട്ടുമോ എന്നൊരു ചോദ്യം ചോദിച്ച ഉടനെ അലക്സ് മാൽപാസ്, ഓ ആഷർ ഗുഡ് പോയിന്റ്, എന്നാൽ ഞാൻ എൻ്റെ വേൾഡ് വ്യൂ മാറ്റാം എന്ന് പറഞ്ഞ് നടക്കുകയല്ല ചെയ്യുന്നത്. ദാറ്റ്സ് നോട്ട് ഹൗ ഫിലോസഫി വർക്ക്സ്. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിലോസഫി എന്ന് പറയുന്നത് എന്തോ ഒരു ആർഗ്യുമെന്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ അടുത്ത ആളുടെ വേൾഡ് വ്യൂ ബ്രേക്ക് ആയി എന്ന തെറ്റായ ഒരു നറേറ്റീവ് ഇവിടെ പുഷ് ചെയ്യുന്നുണ്ട്. അതിനാണ് ഞാൻ പറഞ്ഞത്, വി ഓൾ ടേക്ക് ഡിഫറെന്റ് വേൾഡ് വ്യൂസ്. പിന്നെ ആഷർ ഇടയ്ക്ക് പറഞ്ഞ സംഭവമാണ് മെത്തഡോളജിക്കൽ നാച്ചുറലിസം. മെത്തഡോളജിക്കൽ നാച്ചുറലിസവും ഈ ഞാൻ പറഞ്ഞ ഫിനോമിനൽ കൺസർവേറ്റിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. മെത്തഡോളജിക്കൽ നാച്ചുറലിസം പറയുന്നത് ബേസിക്കലി സയൻസിൻ്റെ മെത്തേഡാണ്. നാച്ചുറൽ കോസൽ എൻറ്റിറ്റീസ് എന്തൊക്കെയാണ് എന്നറിയണമെങ്കിൽ സയൻസിൻ്റെ വേ എന്താണോ, സയൻസിൻ്റെ ആക്സിയംസ് എന്താണോ, സയൻസിൻ്റെ വേ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കോസൽ റിയാലിറ്റിയിലുള്ള എല്ലാ നാച്ചുറൽ എൻറ്റിറ്റീസിനെ നമുക്ക് കണ്ടെത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു എപ്പിസ്റ്റമോളജിയാണ്. പക്ഷെ ഞാൻ ഇവിടെ പറയുന്നത്, എനിക്ക് എൻ്റെ ഞാനൊരു സംഭവം ശരിയാണോ തെറ്റാണോ, അതൊരിക്കലും നമ്മുടെ ഫിനോമിനൽ കൺസർവേറ്റിസമോ ഇന്റേണലിസമോ എക്സ്റ്റേണലിസമോ ഇതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. സംഭവം ഇതൊക്കെ കൂട്ടിക്കുഴച്ച് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞാക്കാൻ ഇവിടെ ശ്രമിക്കുന്നുണ്ട്. ഫൈനലായിട്ട് പറഞ്ഞത് ആഷറിൻ്റെ ഒരു എന്ന് വെച്ചാൽ, എന്തോ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള കോമൺ സെൻസിന് അപ്പീൽ ചെയ്യാത്ത അല്ലെങ്കിൽ അക്കാഡമിക്സിൽ സീരിയസ്ലി എടുക്കാത്ത ഒരു എപ്പിസ്റ്റമോളജിക്കൽ സംഭവമാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നതെന്ന്. ഹലോ ഗൈസ്, ഒരു വേക്കപ്പ് കോൾ ഉണ്ട്. ഈ ആൽവിൻ പ്ലാന്റിംഗ കൊണ്ടുവന്ന ആളാണ് റിഫോമഡ് എപ്പിസ്റ്റമോളജി. പുള്ളി പുതുതായിട്ട് കൊണ്ടുവന്ന കോയിൻ ചെയ്ത എപ്പിസ്റ്റമോളജി. അതായത് ഇതുവരെയുള്ള എപ്പിസ്റ്റമോളജി ഒന്നും ശരിയല്ല, ഗോഡിലുള്ള ബിലീഫ്സ് ബേസിക് ആണ് എന്ന് പറഞ്ഞു. ഈ എപ്പിസ്റ്റമോളജിയാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഗോഡിലുള്ള ബിലീഫ് ബേസിക് ആണ്, നമ്മൾ റാഷണലി ജസ്റ്റിഫൈഡ് ആണെന്ന് പുതിയ ഒരു എപ്പിസ്റ്റമോളജി കോയിൻ ചെയ്യാൻ വർക്ക് ചെയ്തിട്ടൊരു ആളാണ് ആൽവിൻ പ്ലാന്റിംഗ. അപ്പോൾ ഇത് അക്കാഡമിക്കൽ കൺസെൻസസ് ഇല്ലെന്നോ ഒരു എക്സ്ട്രീം വ്യൂ ആണെന്നോ എന്നുള്ള ആർഗ്യുമെന്റ്സ് അവിടെ പൊളിഞ്ഞു പോവുകയാണ്. സോറി ടു സേ ദാറ്റ്. ഇവിടെ പിന്നെ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചിട്ടുണ്ട്, പ്രതീക്ഷ ഇവിടെ വായിച്ചിട്ടില്ല, പ്രതീക്ഷ ഇവിടെ പറയുന്നത് മണ്ടത്തരമാണ്, ഇങ്ങനെയുള്ള കുറേ ഇമോഷണൽ സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാനെന്നുള്ളത്. അല്ലാതെ EAAN എന്തുകൊണ്ട് എനിക്ക് വർക്കാവില്ല എന്ന എൻ്റെ റെസ്പോൺസിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അത് ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് പറഞ്ഞു. ഞാൻ സർക്കുലർ ആണെന്ന് ആളുകൾ പറഞ്ഞു. സർക്കുലർ അല്ല, I'm just reiterating the same things, that why this doesn't work for me. This doesn't work for me because in my view, in my epistemological views, these premises seem to be false and I'm rationally justified to it. Thank you. സോ യാ, എനിക്കൊന്ന് 5 മണിക്കൂർ 6 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചു. ആൻഡ് ഐ തിങ്ക് പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് ഐ വാസ് എക്സ്പെക്ടിങ് എ ബെറ്റർ റെസ്പോൺസ്. പലപ്പോഴും പ്രതീഷ്, ഐ തിങ്ക് ഓണസ്റ്റ്ലി പല കാര്യങ്ങളും ഈസ് ജസ്റ്റ് ലൈക്ക് ഇപ്പം നമ്മളാരും ഇപ്പം ഞാനോ ആഷേറാണെന്ന് പറഞ്ഞാൽ പോലും, അല്ലെങ്കിൽ ആരാണെന്ന് പറഞ്ഞാൽ പോലും, എല്ലാം അറിയാവുന്നൊരു ഭാവം ആർക്കും വരരുത്. നമുക്കങ്ങനെ ഇല്ല. ആൻഡ് ഓണസ്റ്റ്ലി ഐ തിങ്ക് പ്രതീഷ് ഈസ് കോൺസ്റ്റൻ്റ്ലി സ്റ്റഡിങ്, ഈസ് കോൺസ്റ്റൻ്റ്ലി റീഡിങ്, ആൻഡ് ദാറ്റ് ഈസ് ഗുഡ്. ഐ അപ്രീഷിയേറ്റ് ഹിം ആൻഡ് ഐ വിഷ് ഹിം ബെസ്റ്റ് ഫോർ ഹിസ് എൻഡീവേഴ്സ്. എന്ത് പുള്ളിയുടെ പഠനമായാലും എന്താണെങ്കിലും ഐ അപ്രീഷിയേറ്റ് ഹിം ആൻഡ് ഐ വിഷ് ഹിം. പക്ഷെ പ്രതീക്ഷ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് നമ്മൾ യോജിക്കുന്നില്ല. ഇപ്പം അവസാനത്തെ ആ ഒരു ക്ലോസിങ് സ്റ്റേറ്റ്മെൻറ്റിൽ പിന്നെ ഒരു ആർഗ്യുമെൻറ്റ് ഞാൻ ഇടുന്നത് ശരിയല്ല, കാരണം പ്രതീക്ഷിന് അത് റെസ്പോണ്ട് ചെയ്യാനുള്ളൊരു അവസരം ഇല്ല. അപ്പോൾ അതുകൊണ്ട്
പിന്നെയും ഒരു പുതിയ ആർഗ്യുമെൻറ്റോ ഒരു പുതിയതോ ഇടുന്നത് ഇറ്റ് വിൽ ബി അതൊരു എനിക്ക് തോന്നുന്നു മാന്യക്കേടായി പോകും. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. പക്ഷേ അവസാനമായിട്ട് പ്രതീക്ഷ പറഞ്ഞ ഒരു കാര്യം മാത്രം ഞാൻ ആദ്യം പറഞ്ഞ കാര്യമായതുകൊണ്ടും കൂടെ അതൊന്നും കൂടെ റീഇറ്ററേറ്റ് ചെയ്യുക. അതായത് പ്രതീക്ഷ പറഞ്ഞ് ഓൾ ദീസ് ആർഗ്യുമെന്റ്സ് ആർ ലൈക്ക് ഡെഡ് റബ്ബർ. ഈ അതായത് ഓരോ പ്രീ സപ്പോസിഷനിൽ അല്ലെങ്കിൽ ഓരോ പ്രയർ നോളജിൽ നിന്ന് വർക്ക് ചെയ്യുന്ന കൊണ്ടാണ് ഈ ആർഗ്യുമെന്റ്സ് വർക്കാത്തില്ല. അപ്പം പ്രതീക്ഷ കൊണ്ടുവരുന്ന റിബേർട്ടൽസും അങ്ങനെയുള്ള ഒരു പ്രയർ നോളജിൽ നിന്ന് തന്നെ വരുന്നതാണ്. അപ്പം അത് എത്രത്തോളം സത്യത്തിലേക്ക് നയിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. പല അതായത് ഇപ്പം ഫിലോസഫി, ഇപ്പം നമ്മളിവിടെ ഫിലോസഫി അബ്സല്യൂട്ട് ആണെന്ന് പറയുന്നില്ല. കാരണം ഫിലോസഫി അബ്സല്യൂട്ട് ആണെങ്കിൽ ഫിലോസഫി അല്ലാതായി പോകും. ഇവിടെ അക്കാഡമിക് കൺസെൻസസിനെ കുറിച്ച് ഹിസ്റ്റോറിസിറ്റി പറയുമ്പോൾ നമ്മൾ പറയും അക്കാഡമിക് കൺസെൻസസ്. കാരണം ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങൾ അക്കാഡമിക് കൺസെൻസസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഏലിയൻസ് വന്നൊന്നും നമുക്ക് ഹിസ്റ്റോറിക്കൽ ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ സയൻറ്റിഫിക് ആയിട്ടോ പ്രൂവ് ഇല്ലാത്തപ്പം നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഫിലോസഫിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. പ്രതീക്ഷ പറഞ്ഞ പോലെ തന്നെ പല ഫിലോസഫേഴ്സിനും പല വ്യൂസ് ഉണ്ട്, പല ഫിലോസഫേഴ്സിനും പല ഐഡിയാസും ഉണ്ട്. ക്രിസ്ത്യൻ ഫിലോസഫേഴ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യസ്തമായ ഐഡിയാസ് ഉണ്ട്. അത് ഇപ്പം പ്രതീക്ഷ ഈ അംഗീകരിക്കുന്ന ചില വ്യൂസ് ഒക്കെ തന്നെ ക്രിസ്ത്യൻ ഫിലോസഫേഴ്സിൻ്റെ ചില ഐഡിയാസിൽ നിന്നോ ഒക്കെ വന്നതായിരിക്കും. അത് നമ്മൾ think about it will come to know. But at the same time ഇതിനകത്ത് പല ഏരിയാസിൽ നമ്മൾ പ്രതീക്ഷിൻ്റെ ആർഗ്യുമെൻറ്റ് കേൾക്കുമ്പം ഇതുപോലത്തെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ആൽവിൻ പ്ലാന്റിങ് നമ്മൾ OP ഈസ് എ എയ്ത്തിസ്റ്റ് ഫിലോസഫർ, ഈസ് എ വെരി ഗുഡ് ഫിലോസഫർ. ഈസ് വെരി ഗുഡ് എന്ന് പറയാൻ പറ്റത്തില്ല, ഈസ് വൺ ഓഫ് ദ ലിവിങ് ബെസ്റ്റ്. അപ്പം ഇവിടെ പ്രതീക്ഷ പറഞ്ഞപ്പം ആൽവിൻ പ്ലാന്റിങ്ങെ പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ സംസാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നു ആഷർ കുറച്ചുകൂടെ അത് ഈ എലാബറേറ്റ് ഓൺ ഹൂ ആൽവിൻ പ്ലാന്റിങ്ങ ഈസ്. ആൽവിൻ പ്ലാന്റിങ്ങയുടെ അക്കാഡമിക് സ്റ്റേച്ചറും അക്കാഡമിക് സ്ട്രെങ്ത്തും ഇൻ്റലക്ച്വൽ സുപ്രമസിയും ഒക്കെ ഐ തിങ്ക് ആഷർ വുഡ് സേ. ബട്ട് ഐ തിങ്ക് ഈ ഒരു 5-6 മണിക്കൂർ നമ്മുടെ വാദങ്ങൾ കേട്ട് മോഡറേറ്റേഴ്സ് ആണെങ്കിലും ഐ തിങ്ക് മോഡറേറ്റേഴ്സ് വർ റിയലി ഫെയർ. അവരധികം ഒന്നും സംസാരിക്കുന്നില്ലായിരുന്നു. പ്രതീഷും ഞാനും ആഷറും മാത്രമായിരുന്നു മാക്സിമം സംസാരിക്കുന്നത്. അതും നമ്മൾ പ്രതീക്ഷിനെ തനിച്ചാക്കിയതല്ല. നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ജസ്റ്റിൻ ബ്രദർ തന്നെ പല ആൾക്കാരും ഇൻവൈറ്റ് ചെയ്തായിരുന്നു. വിഗ്നു ഇടയ്ക്ക് പോയി. അപ്പോൾ അതുകൊണ്ട് പ്രതീക്ഷിനെ ഇവിടെ ഒറ്റപ്പെടുത്തിയൊന്നുമല്ല, പ്രതീക്ഷ തന്നെ ഉള്ളായിരുന്നു. നമ്മുടെ ഭാഗത്ത് നമ്മൾ രണ്ടുപേരും മറ്റുള്ള ആൾക്കാർക്ക് സംസാരിക്കാൻ പ്രാപ്തിയും കഴിവും നമ്മളെക്കാൾ അറിവുണ്ടെങ്കിലും ഈ ഒരു കൺവെർസേഷൻ്റെ മര്യാദയ്ക്ക് വേണ്ടി അവർ ഇടയ്ക്ക് കയറായിരുന്നു. JKB ആണെങ്കിലും ജസ്റ്റിൻ ബ്രദർ ആണെങ്കിലും അജി ബ്രദർ ആണെങ്കിലും എബിൻ ബ്രദർ ആണെങ്കിലും ജെയ്സ് ബ്രദർ ഉണ്ട്, മാത്യു ബ്രദർ ഉണ്ട്. സോ എനിവേ, സോ ഐ തിങ്ക് മോഡറേറ്റേഴ്സ് ഡിഡ് എ ഗുഡ് ജോബ്. എനിക്കൊന്ന് താഴെ ഇരുന്ന് കേട്ട ആൾക്കാർക്കും പല കാര്യങ്ങൾ യു ക്യാൻ അനലൈസ്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പറഞ്ഞ വാദങ്ങളും അവിടെ ഇങ്ങോട്ട് പറഞ്ഞ വാദങ്ങളും നിങ്ങൾക്ക് തന്നെ അനലൈസ് ചെയ്യാം. നമുക്കിങ്ങനെ ക്ലബ് ഹൗസ് ചർച്ചകളൊക്കെ ഇങ്ങനെ ഉണ്ടാകുന്നത് എപ്പോഴും നല്ലതാണ്. സോ താങ്ക് യു മോഡറേറ്റേഴ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഒറ്റ ലാസ്റ്റ് ലൈനും കൂടെ പറഞ്ഞു നിർത്താം. മൈ അണ്ടർസ്റ്റാൻഡിങ് ഇൻ EAAN ഹാസ് ഗ്രോൺ ആൻഡ് എവല്യൂഷണറി ആർഗ്യുമെന്റ് അഗെയിൻസ്റ്റ് നാച്ചുറലിസമിന് നല്ല ക്രെഡിബിൾ ആയിട്ടുള്ള ഒപ്പോസിഷൻ ഇല്ല എന്നും എനിക്ക് കുറച്ചുകൂടെ ബോധ്യമായി. എനിക്ക് തോന്നുന്നു ഇനിയും കൂടുതൽ പഠിക്കാൻ കിടക്കുന്നു. ഒരു ജീവിതം മൊത്തമുണ്ട്. ആ ജീവിതം കൊണ്ടൊന്നും പഠിച്ചാൽ ഒരു ആർഗ്യുമെൻ്റ് ഒന്നും പഠിച്ചു തീർക്കാൻ പറ്റത്തില്ല. ആൻഡ് അഗെയിൻ ലാസ്റ്റ്ലി മൈ ഫെയ്ത്ത് ഇൻ ഗോഡ്, ദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം, ക്രിസ്തു മതത്തിലുള്ള വിശ്വാസം ഈസ് റാഷണലി ബേസ്ഡ്. അത് വെറും ഒരു പ്രയർ നോളജിൽ ഞാൻ ഫ്രെയിം ചെയ്തൊരു ബിലീഫല്ല. അത് ഇറ്റ് ഈസ് റാഷണൽ, ഇറ്റ് ഈസ് വെൽ വിത്തിൻ ഡിഡക്റ്റീവ് റീസണിങ്, ഇറ്റ് ഈസ് സയൻറ്റിഫിക്, ഇറ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ. So thank you Ajit brother, Justin brother, JKV, Eben brother, Jace brother and Matthews, and thank you Pratish, and thank you Asher. Thank you audience also. Yeah, Asher, you can do the finishing comments. So anyway, I think, have I learned something from this discussion? Yes, the what I've learned is that, see, evolutionary argument against naturalism കൊടുത്തേക്കുന്ന പോലെ തന്നെ is a stone in the shoe for the naturalist. അത് ഈ full ആയിട്ട് കോൺവെർസേഷൻ കേട്ട ആൾക്കാർക്ക് അത് ബോധ്യമായിട്ടുണ്ട്. ഇൻഫാക്ട് ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇറങ്ങുന്ന പേപ്പറുകളിൽ പോലും ഇവൻ ഈ ഡൈലമയെ സോൾവ് ചെയ്യാൻ മുൻപോട്ട് വെക്കുന്ന പേപ്പേഴ്സ് പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. നാച്ചുറലിസത്തിന് ഏറ്റവും കൂടുതൽ ഒബ്സ്റ്റക്കിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ആർഗ്യുമെന്റ് ആണ്, എസ്പെഷ്യലി 2011 ഫോർമുലേറ്റ് ചെയ്ത EAANന്റെ വേർഷൻ. ആൻഡ് ദാറ്റ് ഇസ് പ്രിറ്റി റോബസ്റ്റ്. കഴിഞ്ഞ തവണ JKV ബ്രദറുമായിട്ടുള്ള കോൺവെർസേഷൻ കണ്ടപ്പോഴേ എനിക്ക് എന്താ പറയുന്നത്, അത് ആസ് എ ട്രോൾ കണ്ടന്റ് ഇറ്റ് ഇസ് ഗുഡ്, ബട്ട് ഐ തിങ്ക് ദാറ്റ് അതിനകത്ത് പറഞ്ഞ ആർഗ്യുമെന്റ്സ് എന്ന് പ്രതീക്ഷ എടുത്തില്ല.
ഗ്യാരി നീൽസിൻ്റെ ഒക്കെ പേപ്പർ അദ്ദേഹം വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് ഡിസ്കസ് ചെയ്യണമെന്നും ഉണ്ടായിരുന്നു, പക്ഷെ അവിടേക്ക് കോൺവെർസേഷൻ പോയില്ല. ഈ റൂം കണ്ടവർക്ക് എനിക്ക് തോന്നുന്നു അപ്പുറത്തും ഇപ്പുറത്തും അല്ല, അതായത് ന്യൂട്രലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന നിരീശ്വരവാദിയാണെങ്കിലും ഈശ്വരവാദിയാണെങ്കിലും ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു ഗൈസ് ദാറ്റ് what is the strength of the evolutionary argument against naturalism. It's a watertight argument. ആൻഡ് പിന്നെ പ്രതീക്ഷ പറഞ്ഞ ഇപ്പം വേറൊരു പുതിയ കാര്യം ഒരു ആർഗ്യുമെന്റ് ഒന്നും പ്ലാന്റിങ്ങിനെ ആശിഷ് കുറിച്ച് നേരത്തെ ഒന്ന് പറഞ്ഞ പോലെ പറയണേ, തന്നെ ഓർപ്പിക്കുന്നുള്ളൂ. ആശിഷ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് പുതിയ കാര്യങ്ങളൊന്നും പ്രതീക്ഷ അവസാനം പറഞ്ഞ കാര്യങ്ങളിൽ റെഫ്യൂട്ട് ചെയ്യാനുണ്ട്, പക്ഷെ ഞാൻ പറയുന്നില്ല. ഒരു കാര്യം മാത്രം പറയാം, ഒരു ക്ലാരിറ്റി വരുത്താൻ. മെത്തഡോളജിക്കൽ നാച്ചുറലിസത്തിന്റെ കാര്യം ഞാൻ അവിടെ പറഞ്ഞത് മെത്തഡോളജി ബേസ്, അതായത് ഏത് രീതിയിലാണ് നമ്മുടെ എപ്പിസ്റ്റമോളജി നമ്മൾ ഫ്രെയിം ചെയ്യുന്നത് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഇറ്റ്. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇസ് ഇമ്പോർട്ടൻറ്റ് ദർ. ബാർ ടെർമൻ പ്രയർ ബിലീഫ്സ് എടുക്കുകയാണ് ദൈവം എന്ന എൻറ്റിറ്റി ഇമ്പോസിബിൾ ആണ് ആൻഡ് മിറക്കിൾസ് ആർ ഇമ്പോസിബിൾ എന്ന പ്രയർ ബിലീഫ് എടുത്തു കഴിഞ്ഞാൽ ഏത് രീതിയിൽ ആ ആർഗ്യുമെന്റിനെ അപ്രോച്ച് ചെയ്താലും ആർഗ്യുമെന്റിനെ ഒരിക്കലും റിസറക്ഷന്റെ ആർഗ്യുമെന്റിനെ അദ്ദേഹം സ്വീകരിക്കത്തില്ല. അത് ആർഗ്യുമെന്റിന്റെ ഫോഴ്സിന്റെ പ്രോബ്ലം അല്ല, ആർഗ്യുമെന്റ് സ്റ്റിൽ ഹാസ് ഇറ്റ്സ് ഓൺ പൊട്ടൻഷ്യൽ പവർ ആൻഡ് ഫോഴ്സ്. പക്ഷേ ദ പ്രോബ്ലം ഇസ് വിത്ത് ഹിസ് ഓൺ പ്രയർ ബിലീഫ്സ്. ആ ഒരു പോയിന്റ് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ പോയിന്റ് റേസ് ചെയ്തത്. പ്രതീക്ഷ എടുത്ത എപ്പിസ്റ്റമോളജി ഞാൻ പലതവണ ഇതിനകത്ത് കണ്ടിച്ചിട്ടുണ്ട്. ഫിനോമിനൽ കോൺസർവേറ്റീവ്സ് ഒക്കെ ഈസി ആയിട്ട് തന്നെ, ഈസി ആയിട്ടല്ല, ഐ മീൻ ഇറ്റ് ഇസ് സ്ട്രേറ്റ് ഫോർവേഡ് ദാറ്റ് EAAN ഡിഫീറ്റ് ചെയ്യാൻ ആ എപ്പിസ്റ്റമോളജിക്ക് പറ്റില്ല. പിന്നെ ഹിഞ്ച് എപ്പിസ്റ്റമോളജി പോലുള്ള വ്യൂസ് വല്ലതും എടുക്കുവാണെങ്കിൽ യു ക്യാൻ ടേക്ക് സം എക്സ്ട്രീം പൊസിഷൻസ് ആസ് റാഷണൽ ഫാക്കൽറ്റീസ് ഗ്രൗണ്ട്ലെസ് ആണെന്നും വിസറൽ ആണെന്നും അങ്ങനത്തെ വ്യൂസ് ഒക്കെ എടുത്താൽ, അതാണ് ഞാൻ പറഞ്ഞത്, വളരെ റിഡിക്കുലസ് ആയിട്ടും എക്സ്ട്രീം ആയിട്ടുള്ള എന്നാൽ അക്കാഡമിക് ലോകത്തിൽ എക്സ്ട്രീം വ്യൂസ് എടുക്കുന്ന ഫിലോസഫേഴ്സ് ഉണ്ട്. ഡാനിയൽ ഡെനറ്റ് ഇസ് എ ഗുഡ് ഫിലോസഫർ, പക്ഷെ അദ്ദേഹം എലിമിനേറ്റീവ് മെറ്റീരിയലിസം പോലുള്ള വ്യൂസ് എടുത്ത് ക്വാളിയായി തന്നെ നേരത്തെ പ്രതീക്ഷ പറഞ്ഞ പോലെ തള്ളിക്കളയുന്ന വ്യൂസാണ്. അപ്പൊ അത്രയും എക്സ്ട്രീം ആയിട്ട് റാഷണൽ ബൗണ്ടറിയുടെ എക്സ്ട്രീമിലേക്ക് ചെല്ലേണ്ട ഗതിയെ അത്രയും ഒരു ഓപ്ഷനെ നിരീശ്വരവാദിയെ സംബന്ധിച്ച്, നാച്ചുറലിസ്റ്റിനെ സംബന്ധിച്ചുള്ളൂ. കോമൺ സെൻസിക്കലായിട്ടും അതുപോലെ തന്നെ റാഷണലായിട്ട് ചിന്തിക്കുകയാണ്, യുക്തിപരമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു നാച്ചുറലിസ്റ്റ് ആകുവാൻ കഴിയില്ല. ഇന്നത്തെ ഡിസ്കഷനിൽ പ്രതീക്ഷന്റെ മറ്റു ചില ആർഗ്യുമെന്റുകൾ, ഈ ആർഗ്യുമെന്റിൽ തന്നെ പ്രതീക്ഷ എടുക്കുന്ന പല വ്യൂസും മറ്റു സ്ഥലങ്ങളിൽ പ്രതീക്ഷ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് കോൺട്രഡിക്റ്റ് ആവുന്നുണ്ട്. പക്ഷെ അതിലേക്ക് നമുക്ക് അധികം കടക്കാൻ പറ്റിയില്ല. ചില കാര്യങ്ങളൊക്കെ ഹിൻഡ് ചെയ്ത് പോയെന്ന് തോന്നുന്നു. So yeah, finally, I just want to repeat the argument. Premise 1, probability of rational faculties given naturalism and evolution is low. Premise 2, anyone who accepts or believes that naturalism and evolution is true and sees that probability of R given NND is low has a defeater for R. The conclusion, anyone who has a defeater for R has a defeater for any other belief she thinks she has, including N and E itself. ഈ പ്രമിസുകൾ ഒന്നും തന്നെ ഇന്ന് നമ്മൾ നടന്ന ചർച്ചയിൽ ഖണ്ഡിച്ചിട്ടില്ല. പിന്നെ എനിക്ക് ആക്ച്വലി ഈ ആർഗ്യുമെന്റ് നടന്നതിൽ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഒരു I'm happy about it, the fact that Pradesh stayed here and engaged with us throughout. ചില സമയങ്ങളിൽ നമ്മൾ ഡീവിയേറ്റ് ആയി, അല്ലെങ്കിൽ ഇറ്റ് ഗോട്ട് എ ലിറ്റിൽ ഹീറ്റഡ്, ആൻഡ് ഐ എം സോറി ദാറ്റ് എൻ്റെ സൈഡിൽ നിന്ന് അങ്ങനത്തെ പ്രതീഷിനെ പേഴ്സണലി ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഞാൻ ഒരു കാര്യവും പ്രതീഷിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ല പറഞ്ഞത്. പ്രതീഷ് ആർഗ്യുമെന്റ് വായിക്കാതെയാണ് സംസാരിക്കുന്നതെന്ന് പ്രതീഷ് തന്നെ അഡ്മിറ്റ് ചെയ്ത ആ കാര്യം ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു. ബിക്കോസ് ഏതൊരു ആർഗ്യുമെന്റ്, ഞാൻ നാളെ പ്രതീഷ് ഉന്നയിക്കുന്ന ഒരു നാച്ചുറലിസത്തിന്റെ സപ്പോർട്ടിൽ ഒരു ആർഗ്യുമെന്റ് വെക്കുകയാണ്, ആർഗ്യുമെന്റിനെ പറ്റി വായിക്കാതെ എനിക്ക് ആർഗ്യുമെന്റിൽ ഒരുപക്ഷെ ഒരു റൂമിൽ വന്ന് ഇങ്ങനത്തെ റൂമിൽ ആരെങ്കിലും ഉന്നയിക്കുകയാണെങ്കിൽ എൻ്റെ തോട്ട്സ് പറയാം. പക്ഷെ പ്രതീഷിനെ സംബന്ധിച്ച് പ്രതീഷ് അതിനെപ്പറ്റി വീഡിയോ ഇറക്കുകയും അതുപോലെ JKVക്ക് ആർഗ്യുമെന്റ് അറിയില്ലെന്നൊക്കെ പറയുന്ന പ്രതീഷ് തീർച്ചയായിട്ടും ആർഗ്യുമെന്റ് വായിക്കാനുള്ള മിനിമൽ കർട്ടസി കാണിക്കേണ്ടതായിരുന്നു. അത് പ്രതീക്ഷ കാണിച്ചില്ല. അത് മാത്രമാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. ബാക്കി എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഗ്രീവിംഗ് ആയിട്ടുള്ള കമന്റ്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി അബൌട്ട് ദാറ്റ്. താഴെ ഇരിക്കുന്ന ആൾക്കാരോടും എൻ്റെ അപ്പീൽ, നാച്ചുറലിസത്തിന്റെ സൈഡിൽ നിന്നും ഫിലോസഫേഴ്സ് ആർഗ്യുമെന്റ്സ് ഉന്നയിക്കുന്നുണ്ട്, തീസത്തിന്റെ സൈഡിൽ നിന്നും ഉന്നയിക്കുന്നുണ്ട്. ഒരുപക്ഷെ 1940-കളിലൊക്കെ ഏജ് ആയറിന്റെയും ബർത്തൺ ഡ്രസലിന്റെ ഒക്കെ കാലഘട്ടത്തിൽ നിരീശ്വരവാദത്തിന് അക്കാഡമിക് ലോകത്തിൽ ഉണ്ടായിരുന്ന മുൻതൂക്കം കംപ്ലീറ്റ്ലി ടേൺ അറൌണ്ട് ചെയ്ത ഫിലോസഫറാണ് പ്ലാന്റിങ്ക. യൂണിവേഴ്സിറ്റി ഓഫ് നോട്ടർഡാമിൽ ഫിലോസഫർ ആയിരുന്നു. ഇന്ന് അദ്ദേഹം കാൽവിൻ യൂണിവേഴ്സിറ്റിയിൽ ഹീസ് എ ഫിലോസഫർ. അദ്ദേഹം
1970-കളിലാണ് ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഈവിളിനെ ഫ്രീ വിൽ ഡിഫൻസ് യൂസ് ചെയ്തുകൊണ്ട് ഡിഫീറ്റ് ചെയ്തത്. അതായത് 1940-കളിൽ ഇന്നും പല നിരീശ്വരവാദികളും ലോകത്തിൽ ഈവിൾ ഉണ്ട്, അതുകൊണ്ട് ലോജിക്കലി ദൈവം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വാദിക്കുന്ന ആർഗ്യുമെന്റിനെ 1970-കളിൽ ആൽബിൻ പ്ലാന്റിങ്ക ഫ്രീ വിൽ ഡിഫൻസ് എന്ന ആർഗ്യുമെന്റിൽ അദ്ദേഹം ആ ആർഗ്യുമെന്റിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്ത് ആ നിരീശ്വരവാദികളുടെ സൈഡിൽ നിന്ന് തന്നെ ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഈവിള് വാദിച്ചുകൊണ്ടിരുന്ന ഫിലോസഫേഴ്സ്, വില്യം റോവ് പോലുള്ള ഫിലോസഫേഴ്സ്, ജെയിൽ മാക്കി പോലുള്ള ഫിലോസഫേഴ്സ്, അവർ തന്നെ പബ്ലിക്ലി അക്സെപ്റ്റ് ചെയ്തു ഫ്രീ വിൽ ഡിഫൻസ് ലോജിക്കൽ പ്രോബ്ലം ഓഫ് ഈവിളിനെ ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ദെൻ ദി എവിഡൻഷ്യൽ പ്രോബ്ലം ഓഫ് ഈവിൾ ആണ് ഇന്ന് പിന്നെയും എത്തിസ്റ്റുകൾ യൂസ് ചെയ്യുന്ന വേർഷൻ. സോ അന്ന് മുതൽ ആൽബിൻ പ്ലാന്റിംഗ് ഏതാണ്ട് 1907 ആൽബിൻ പ്ലാന്റിംഗ് ആ ആർഗ്യുമെന്റ് ഡിഫീറ്റ് ചെയ്ത് കഴിഞ്ഞാണ് കൾച്ചറലി വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവം നടക്കുന്നത്. ടൈംസ് മാഗസീനിലെ കവർ മാറി ഈസ് ഗോഡ് കമ്മിങ് ബാക്ക് ടു ലൈഫ് എന്ന ഒരു യുനോ ഐ മീൻ മേ ബി ആ കോണ്ടെക്സ്റ്റ് ഒക്കെ പറയുവാണെങ്കിൽ അധികം പറയണം. പക്ഷെ 1970-കൾ മുതൽ ആൽബിൻ പ്ലാന്റിംഗാണ് സത്യം പറഞ്ഞ ഈ ഫിലോസഫിയുടെ കംപ്ലീറ്റ് എന്താ പറയുന്ന ഒരു തീസത്തിലുള്ള അക്കാഡമിക് ഡിഫൻസ് കംപ്ലീറ്റ്ലി ടേൺ അറൗണ്ട് ചെയ്ത് ഇന്നത്തെ നിലയിൽ സയന്റിഫിക് ആയിട്ട് നോക്കുകയാണെങ്കിലും ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിലും ഫിലോസഫിക്കലായിട്ടുള്ള പൊസിഷൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിലും ദ കേസ് ഫോർ ക്രിസ്ത്യൻ തീസം ഈസ് മച്ച് 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 സ്ട്രോങ്ങർ ദാൻ ഏതീസം. ഐ ക്യാൻ സേ ദാറ്റ് വിത്തൗട്ട് എനി അപ്പോളജി. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും തണ്ടേടത്തോടെ ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി ആർഗ്യുമെന്റോ ഡിഫെൻഡോ അതിനെതിരെ നിങ്ങൾക്ക് ഹിസ്റ്റോറിയൻസ് യൂസ് ചെയ്യുന്ന ചരിത്രകാരന്മാർ എടുക്കുന്ന വ്യൂസ് എടുത്തുകൊണ്ട് ഡിബേറ്റ് വന്നാൽ ഞങ്ങൾ 100% ഉറപ്പാണ് ആ ഡിബേറ്റിൽ ഒരിക്കലും ഞങ്ങൾ മുൻപോട്ട് വെക്കുന്ന എവിഡൻസിനെ ഓവർടേൺ ചെയ്യാൻ കഴിയില്ല. ഞങ്ങളിലുള്ള അഹങ്കാരമല്ല, എവിഡൻസിലുള്ള വിശ്വാസമാണത്. അതുപോലെ തന്നെ ഈ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിന്റെ കാര്യത്തിലും ആൻഡ് ക്രിസ്ത്യൻ തീസത്തിന്റെ ട്രൂത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ഡിബേറ്റ് ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. ഏത് ഫിലോസഫിക്കൽ വ്യൂസും that is being raised, we strongly believe that Christian theism can adequately respond to it and defend its own ground. So that is the strength of Christian theism. Again, thank you all. Thank you for the audience. താഴെ ചാറ്റ്സിലൊക്കെ തെറി വിളിച്ച ആൾക്കാരോടും നന്ദിയേ ഉള്ളൂ. ആൻഡ് I still respect you all. Thank you again. Back to the mods. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്നിന് ആളുകൾ വല്ല ഓടി കൂടിയിരുന്നെങ്കിൽ നമ്മുടെ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം. നീ ഇപ്പൊ ചൂടാവുന്ന എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു ഓടിക്കളയാവോ? എടാ അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചോദ്യം വരെ.